Cell the unit of life enna chapter nammal complete ആയി. നമുക്കിനി അതിന്റെ previous question papers discuss ചെയ്യാം. So അതില് first question. Which is the important site of formation of glycoproteins and glycolipids in eukaryotic cell? Eukaryotic cell ന്റെ അകത്ത് glycoproteins glycolipids ഫോം ചെയ്യുന്ന മേജർ സൈറ്റ് ഏതാണ്? നമുക്ക് 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഒന്ന് എ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ബി പെറോക്സിസോം, സി ഗോൾജി ബോഡീസ്, ഡി പോളിസോംസ് ആണ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുമ്പോൾ യൂക്കാരിയോട്ടിക് സെല്ലിന് സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് കൊടുക്കുന്ന ഓർഗനലാണ്. പെറോക്സിസോംസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് C2 സൈക്കിൾ അല്ലെങ്കിൽ ഫോട്ടോ റെസ്പിറേഷൻ പ്ലാന്റ് സെൽസിൻ്റെ അകത്ത് ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടത്തുന്ന ഓർഗനലാണ്. ഗോൾജി ബോഡീസ് എടുത്താൽ അതിൻ്റെ അകത്ത് വെച്ചാണ് മിക്ക സബ്സ്റ്റൻസുകളുടെയും പാക്കേജിങ് നടക്കുന്നത്. പോളിസോംസ് എന്ന് പറഞ്ഞാൽ റൈബോസോംസ് ഒരു mRNA സ്ട്രിങ്ങിൻ്റെ അകത്ത് ജോയിൻ ചെയ്തുണ്ടാകുന്ന സ്ട്രക്ചർ വിളിക്കുന്ന പേരാണ് പോളിസോംസ്. നമുക്കറിയാം ന്യൂക്ലിയസിനോട് ചേർന്ന് തന്നെ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട് അല്ലേ. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ സർഫസിൽ മൊത്തം റൈബോസോംസ് അറ്റാച്ച് ചെയ്താണ് കാണപ്പെടുന്നത്. ഈ റൈബോസോംസ് എന്ത് ചെയ്യും? ദേ വിൽ സിന്തസൈസ് സം പ്രോട്ടീൻസ്. അവർ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യും. ആ പ്രോട്ടീൻസ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്ന് ബഡ് ചെയ്ത് അവർ മൂവ് ചെയ്ത് ഗോൾജി ബോഡിയുടെ സിസ് ഫേസിൽ വന്ന് കയറും. അപ്പോൾ ഈ കാണിക്കുന്നത് ഗോൾജി ബോഡിയുടെ സിസ് ഫേസ് ആണ്. അപ്പോൾ ഇതിലേക്ക് വന്ന് കയറും. എന്നിട്ട് ഈ പ്രോട്ടീൻസ് ഈ ഗോൾജി ബോഡി വഴി മൂവ് ചെയ്ത് അതിൻ്റെ ട്രാൻസ് ഫേസ് വഴി പുറത്തേക്ക് പോകും. ഇത് സിസ് ഫേസും ഇത് ട്രാൻസ് ഫേസും. അപ്പോൾ സിസ് ഫേസ് വഴി കയറുന്ന ആ ഒരു പ്രോട്ടീന് ഗോൾജി ബോഡിയുടെ അകത്ത് വെച്ച് അതിനെ പാക്ക് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? അതിൻ്റെ അകത്തോട്ട് ആവശ്യമുള്ള കാർബോഹൈഡ്രേറ്റ് മോളിക്യൂൾസ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് ഇപ്പം പ്രോട്ടീനാണ് വരുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് കാർബോഹൈഡ്രേറ്റ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് വിൽ ബിക്കം ഗ്ലൈക്കോ പ്രോട്ടീനായിട്ട് മാറും. കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനോട് ചേർന്ന് ഗ്ലൈക്കോ പ്രോട്ടീൻ ആവും. ലിപ്പിഡ് മോളിക്യൂൾ ആണ് വരുന്നതെങ്കിൽ ഇപ്പോൾ ഇത് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണെങ്കിൽ അത് ലിപ്പിഡ് സിന്തസിന് സഹായിക്കുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ലിപ്പിഡ് ഗോൾജി ബോഡിക്കകത്തോട്ട് കയറി കഴിയുമ്പം ഗ്ലൈക്കോ ഗ്രൂപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് അതിനെ എന്താക്കി മാറ്റും? ഗ്ലൈക്കോ ലിപ്പിഡ് ആക്കി മാറ്റും. എന്നിട്ടാണ് ട്രാൻസ് ഫേസ് വഴി പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ അബ്നോർമലി ഫോൾഡഡ് ആയി കിടക്കുന്ന പ്രോട്ടീൻ ആണെങ്കിൽ അത് ഈ പറഞ്ഞ ഗോൾജി ബോഡിയുടെ അകത്ത് വെച്ച് നോർമലി ഫോൾഡഡ് ആയി മാറും. ആക്റ്റീവ് പ്രോട്ടീൻസ് ഒക്കെ ആക്കി മാറ്റുന്നത് ഈ പറഞ്ഞ ഗോൾജി ബോഡിയാണ്. അപ്പോൾ പ്രോട്ടീനെയും ലിപ്പിഡ്സിനെയൊക്കെ പാക്ക് ചെയ്ത് ഗ്ലൈക്കോ പ്രോട്ടീനും ഗ്ലൈക്കോ ലിപ്പിഡും ആക്കി മാറ്റുന്ന മെയിൻ ഓർഗനൽ ചോദിച്ചാൽ ആരാണ്? ഇറ്റ് ഈസ് ഗോൾജി ബോഡീസ് ആണ്. അപ്പോൾ ഗോൾജി ബോഡീസ് ആർ ദ മേജർ സൈറ്റ് ഫോർ ദ ഫോർമേഷൻ ഓഫ് ഗ്ലൈക്കോ പ്രോട്ടീൻസ് ആൻഡ് ഗ്ലൈക്കോ ലിപ്പിഡ്സ് ഇൻ യൂകാരിയോട്ടിക് സെൽ. Now moving into the next question. Question number 2. Which of the following statement about inclusion bodies is incorrect? Inclusion bodies കുറിച്ച് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? അതിൽ ഫസ്റ്റ് വൺ, they are not bounded by any membrane. Second one, these are involved in ingestion of food particles. Third one, they lie free in cytoplasm. And the fourth one, these represent reserve material in cytoplasm. അപ്പോൾ നമുക്കറിയാം ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് പറയുമ്പം നമ്മുടെ സൈറ്റോപ്ലാസത്തിൽ കാണുന്ന എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന റിസർവ് മെറ്റീരിയലിനെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നവരാണ്. സൈറ്റോപ്ലാസത്തിൽ ഇപ്പം ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ഗ്ലൈക്കോജൻ ഇങ്ങനെയുള്ള പാർട്ടിക്കിൾസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഗ്രാനുവൽസിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻക്ലൂഷൻ ബോഡീസ്. അപ്പം ദേ സ്റ്റോർ റിസർവ് മെറ്റീരിയൽ ഇൻ സൈറ്റോപ്ലാസം എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. Again, they lie free in the cytoplasm. മറ്റുള്ള ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്തല്ല അവർ കാണുന്നത്. അവരെങ്ങനെയാണ്? സൈറ്റോപ്ലാസത്തിൽ ഫ്രീ ആയിട്ട് സ്കാറ്റർ ചെയ്ത് കിടക്കുകയാണ്. സോ ദേ ആർ ഫൗണ്ട് ഫ്രീ ഇൻ ദ സൈറ്റോപ്ലാസം. Again, they are involved in ingestion of food particle. ഇൻജെക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഫുഡ് പാർട്ടിക്കിളിനെ അകത്തോട്ട് എടുക്കുന്ന പ്രോസസ്സാണ് ഇൻജെക്ഷൻ. ഒരിക്കലും ഒരു ഇൻക്ലൂഷൻ ബോഡീസും ഫുഡ് പാർട്ടിക്കിളിനെ അകത്തോട്ട് എടുക്കാനായിട്ട് സഹായിക്കുന്നില്ല, എൻഗൾഫ് ചെയ്യാൻ സഹായിക്കുന്നില്ല ഫുഡ് പാർട്ടിക്കിൾസിന്. ദീസ് ആർ ഇൻവോൾവ് ഇൻ ഇൻജെക്ഷൻ ഓഫ് ഫുഡ് പാർട്ടിക്കിൾ എന്നാണ് പറയുന്നത്. ഫുഡ് പാർട്ടിക്കിളിനെ ഉള്ളിലോട്ട് ഇൻജസ്റ്റ് ചെയ്യാൻ സഹായിക്കുമെന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് അപ്പോൾ തെറ്റാണ്. ദെൻ അതിലായത് ദേ ആർ നോട്ട് ബൗണ്ട് ബൈ എനി മെംബ്രെയിൻ. അവരെ കവർ ചെയ്ത് മെംബ്രെയിൻസ് ഒന്നും തന്നെ ഇല്ല എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഇൻക്ലൂഷൻ ബോഡീസ് ഇൻകറക്റ്റ് എന്ന് പറയുമ്പം ദീസ് ആർ ഇൻവോൾവ് ഇൻ ഇൻജെക്ഷൻ ഓഫ് ഫുഡ് പാർട്ടിക്കിൾ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അവർക്ക് മെംബ്രെയിൻ കൊണ്ട് കവേർഡ് അല്ല, അവർ സൈറ്റോപ്ലാസ്റ്റിൽ ഫ്രീ ആയിട്ടാണ് കാണപ്പെടുന്നത്. സൈറ്റോപ്ലാസ്റ്റിലുള്ള ഫുഡ് മെറ്റീരിയൽസ് റിസർവ് മെറ്റീരിയലിനെ സ്റ്റോർ ചെയ്യുന്നത് ഇവരാണ് എന്ന് പറയുന്ന 3 സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പക്ഷേ ഫുഡ് പാർട്ടിക്കിൾസിനെ ഇൻജസ്റ്റ് ചെയ്യുമെന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. Now moving into the next question, that is question number 3. Which of the following statement is not correct? അവിടെയും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ്. അതിൽ ഓപ്ഷൻ എ പറയുന്നത് ലൈസോസോംസ് ഹാവ് ന്യൂമറസ് ഹൈഡ്രോലിറ്റിക് എൻസൈംസ്.
ഓപ്ഷൻ ബി പറയുന്നത് ദ ഹൈഡ്രോളിറ്റിക് എൻസൈംസ് ഓഫ് ലൈസോസോം ആർ ആക്റ്റീവ് അണ്ടർ അസിഡിക് പി എച്ച്. ഓപ്ഷൻ സി ലൈസോസോംസ് ആർ മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചേഴ്സ്. Fourth one, lysosomes are formed by the process of packaging in the endoplasmic reticulum. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് നോക്കാം. ലൈസോസോംസ് ഹാവ് ന്യൂമറസ് ഹൈഡ്രോളിറ്റിക് എൻസൈംസ്. നമുക്കറിയാം ലൈസോസോംസിനെ പൊതുവെ അറിയപ്പെടുന്നത് ദേ ആർ കോൾഡ് ആസ് സൂയിസൈഡൽ ബാഗ്സ് എന്നാണ്, അല്ലേ? ഒന്ന്, അവർ സ്വയം ഓൾഡ് ആയി കഴിയുമ്പോൾ അവർ സ്വയം നശിക്കും. സോ ദേ ക്യാൻ ബി കോൾഡ് സൂയിസൈഡൽ ബാഗ്സ്. ദാറ്റ് മീൻസ് ദേ ഹെൽപ്പ് ഇൻ ഓട്ടോഫാഗി, സെൽഫ് ലൈസിസിനെ അവർ സഹായിക്കും, സ്വയം നശിക്കാൻ സഹായിക്കും. ദേ ഓൾസോ ഹെൽപ്സ് ഇൻ ഹെറ്ററോഫാഗി, ഏതെങ്കിലും ഒരു ഫോറിൻ മെറ്റീരിയൽ അതിനകത്ത് കയറി കഴിഞ്ഞാൽ അതിനെ നശിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അത് ഓട്ടോഫാഗസ് പ്രോസസ്സും ചെയ്യും, ഹെറ്ററോഫാഗസ് ആയിട്ടുള്ള പ്രോസസ്സും ചെയ്യുന്ന ഓർഗനിലാണ് ലൈസോസോം. ഇങ്ങനെ ഉള്ളിലോട്ട് കയറുന്ന ഒരു വസ്തുവിനെ ബ്രേക്ക് ഡൗൺ ചെയ്യണമെങ്കിൽ ദേ ഷുഡ് കണ്ടെയ്ൻ ഹൈഡ്രോളിറ്റിക് എൻസൈം. ഏതാണ്ട് 40 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻസൈംസ്, 40 to 50 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻസൈംസ് എന്തിൻ്റെ ഉള്ളിലുണ്ട്? ലൈസോസോമിൻ്റെ അകത്തുണ്ട്. പ്രോട്ടിയേസ്, കാർബോഹൈഡ്രേറ്റ്സ്, അമിലേസ്, ലിപ്പേസ്, ന്യൂക്ലിയേസ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന എൻസൈംസ് എവിടെ ഉണ്ട്? ലൈസോസോമിൻ്റെ അകത്ത് പ്രസൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇവരെ സൂയിസൈഡൽ ബാഗ് എന്നൊക്കെ വിളിക്കാനുള്ള കാരണം. അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ലൈസോസോംസ് ഹാവ് ന്യൂമറസ് ഹൈഡ്രോളിറ്റിക് എൻസൈം. അത് ശരിയാണല്ലോ, ദ സ്റ്റേറ്റ്മെന്റ് ഇസ് റൈറ്റ്. Again, the hydrolytic enzymes of lysosome. ഈ ലൈസോസോമിന്റെ ഉള്ളിൽ കാണുന്ന എൻസൈംസ് they become active under acidic pH. ഇവർക്ക് ആക്റ്റീവ് ആവണമെങ്കിൽ അവർക്ക് എന്ത് വേണം? ഒരു അസിഡിക് പി എച്ച് വേണം. ഒരു 4.5 എന്ന് പറയുമ്പോൾ ബിലോ 7 അല്ലേ? ഒരു അസിഡിക് പി എച്ചിൽ മാത്രമേ എന്താവത്തുള്ളൂ? ഇവർ ആക്റ്റീവ് ആവത്തുള്ളൂ. സോ ദേ റിക്വയർ അസിഡിക് പി എച്ച് ടു ബിക്കം ആക്റ്റീവ്. അതും ശരിയാണ്. 3, ലൈസോസോംസ് ആർ മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചേഴ്സ് ആണ്. നമുക്കറിയാം ലൈസോസോംസിന് ചുറ്റും there is a ബയോമെംബ്രെയിൻ ഉണ്ട് which is formed of ഫോസ്ഫോലിപ്പിഡ്, അല്ലേ? ഫോസ്ഫോലിപ്പിഡ് കൊണ്ട് ഫോം ചെയ്യുന്ന ബൈലെയർ, ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ആയിട്ടുള്ളൊരു മെംബ്രെയിൻ കൊണ്ട് കവേർഡ് ആണ് ആര്? ലൈസോസോം. മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലാണ് ലൈസോസോം. സോ ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. Now moving into the next statement, lysosomes are formed by the process of packaging in endoplasmic reticulum. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനകത്ത് റൈബോസോം അറ്റാച്ച്, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണെങ്കിൽ 2 ടൈപ്പ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ദേ ആർ RER ഉണ്ട്, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്. RER എന്ന് പറയുമ്പോൾ റൈബോസോം അറ്റാച്ച് ചെയ്ത എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. അതുകൊണ്ട് ഇവരുടെ ജോലി എന്താ? പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്ന ജോലി. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ജോലി എന്താണ്? വിത്തൗട്ട് റൈബോസോം ആണ്. അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ ലിപ്പിഡ് സിന്തസിസ് ആണ്. ഇവരെ സിന്തസൈസ് ചെയ്യുന്ന ജോലി മാത്രമേ ആർക്കുള്ളൂ? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനുള്ളൂ. അതിനെ പാക്ക് ചെയ്യുന്ന ജോലി, അതായത് അതിൻ്റെ അകത്തോട്ട് ഗ്ലൈക്കോജൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിനെ ആഡ് ചെയ്ത് കൊടുത്ത് ഗ്ലൈക്കോ പ്രോട്ടീനും ഗ്ലൈക്കോ ലിപ്പിഡൊക്കെ ആക്കി മാറ്റുന്ന ആരാണ്? ഇറ്റ് ഈസ് ഗോൾജി ബോഡി എന്ന് പറഞ്ഞ ഓർഗനലാണ്, ഗോൾജി ബോഡീസ്. അതൊരിക്കലും പാക്കേജിങ് ജോലി ആര് ചെയ്യില്ല? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ചെയ്യില്ല. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. ലൈസോസോംസ് ഉണ്ടാവുന്നത് ബൈ എ പ്രോസസ് ഓഫ് പാക്കേജിങ് ഇൻ ഗോൾജി ബോഡി എന്നാണ് വരേണ്ടത്. അവിടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വന്നത് തെറ്റാണ്. അപ്പം നമുക്ക് പറയാം ഈ ഒരു തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ റോങ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ലൈസോസോംസ് ആർ ഫോംഡ് ബൈ ദ പ്രോസസ് ഓഫ് പാക്കേജിങ് ഇൻ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അവിടെ എന്ത് വരണമായിരുന്നു? ദേ ആർ ഫോംഡ് ബൈ ദ പാക്കേജിങ് ഇൻ ഗോൾജി ബോഡീസ് ആണ്. ഗോൾജി ബോഡീസിൽ പാക്കേജിങ് അതിനാണ് ആര് ഫോം ചെയ്യുന്നത്? ലൈസോസോംസ് ഫോം ചെയ്യുന്നത്, അല്ല എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അല്ല. അപ്പോൾ റോങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, നൗ മൂവിങ് ഇൻ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 4. Which of the following pair of organelles do not contain DNA? ഈ പറയുന്ന ഓർഗനൽസിൽ DNA ഇല്ലാത്തത് ആരാണ്? DNA എന്ന് പറയുന്നത് നമുക്കറിയാം ജനറ്റിക് മെറ്റീരിയൽ ആണ്, അല്ലേ? ജനറ്റിക് മെറ്റീരിയൽ ആണ്. സ്വന്തമായിട്ട് ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ ദേ ആർ കോൾഡ് ആസ് സെമി ഓട്ടോണോമസ് ഓർഗനൽ എന്നൊക്കെ നമ്മൾ പഠിച്ചു. സെമി ഓട്ടോണോമസ് ഓർഗനൽ, സ്വന്തമായിട്ട് റൈബോസോംസും DNA ഉള്ളവരെ പറയുന്ന പേരാണ് സെമി ഓട്ടോണോമസ് ഓർഗനൽ എന്ന്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഓഫ് ഓർഗനൽസ് ഡു നോട്ട് കണ്ടെയ്ൻ DNA? ഇതിൽ DNA ഇല്ലാത്തത് ആർക്കാണ്? ഓപ്ഷൻ എ മൈറ്റോകോൺട്രിയ ആൻഡ് ലൈസോസോം. ഓപ്ഷൻ ബി ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് വാക്യൂൾ. ഓപ്ഷൻ സി ലൈസോസോം ആൻഡ് വാക്യൂൾ. ഓപ്ഷൻ ഡി ന്യൂക്ലിയർ എൻവലപ്പ് ആൻഡ് മൈറ്റോകോൺട്രിയ. അതിൽ DNA ഇല്ലാത്ത ഓർഗനൽസ് ആരാണ്? മൈറ്റോകോൺട്രിയ ആൻഡ് ലൈസോസോം എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്താൽ മൈറ്റോകോൺട്രിയ ഇസ് എ ഡബിൾ മെംബ്രേനിയസ് ഓർഗനൽ ആണ്. എഗെയിൻ ഇറ്റ് ഇസ് കോൾഡ് ആസ് എ സെമി ഓട്ടോണോമസ് ഓർഗനൽ. മൈറ്റോകോൺട്രിയ ഒരു സെമി ഓട്ടോണോമസ് ഓർഗനാണ്. കാരണം എന്താ? അവർക്ക് DNAയും ഉണ്ട്, റൈബോസോമും ഉണ്ട്. അപ്പോൾ മൈറ്റോകോൺട്രിയ എടുത്താൽ ഇറ്റ് കണ്ടെയ്ൻ DNA. എന്നാൽ ലൈസോസം എടുത്താലോ അവർക്ക് DNA എന്ന് പറഞ്ഞ സാധനമില്ല, ദർ ഇസ് നോ DNA. പക്ഷെ നമുക്ക് ഈ ഓപ്ഷൻ പറയാൻ പറ്റുമോ?
ഇല്ല. കാരണം എന്താ? ആ തന്നിരിക്കുന്ന പേരിൽ ഒരാൾക്ക് DNA ഉണ്ട്, മറ്റേയാൾക്ക് DNA ഇല്ല. അടുത്ത മൂവിങ് ഇൻടു ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് വാക്യൂൾ. ക്ലോറോപ്ലാസ്റ്റ് ഒരു ഡബിൾ മെംബ്രേനിയസ് ഓർഗനലാണ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് സെമി ഓട്ടോണോമസ് ഓർഗനൽ അല്ലേ. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് എന്തിൽ വരുന്നതാണ്? സെമി ഓട്ടോണോമസ് ഓർഗനലാണ്. കാരണം എന്താ? ദേ ഹാവ് DNA, അവർക്കും സ്വന്തമായിട്ട് DNA റൈബോസോംസും ഉണ്ട്. എന്നാൽ വാക്യൂൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെയുള്ള ഓപ്ഷൻ്റെ അകത്ത് കൂടെയുള്ള വേർഡ് വാക്യൂൾ എടുത്താലോ ദേ ആർ വിത്തൗട്ട് DNA ആണ്, അവർക്ക് DNA ഇല്ല. അടുത്ത നെക്സ്റ്റ് വൺ, ലൈസോസോംസ് ആൻഡ് വാക്യൂൾ. ലൈസോസോംസ് എടുത്താൽ അവർക്കും DNA ആബ്സെന്റ് ആണ്, ദേ ഹാവ് നോ DNA. വാക്യൂൾ എടുത്താലും എന്താണ്? ദേ ഹാവ് നോ DNA. രണ്ടുപേർക്കും DNA ഇല്ല. അടുത്ത ഓപ്ഷൻ, ന്യൂക്ലിയർ എൻവലപ്പ് ആൻഡ് മൈറ്റോകോൺട്രിയ. ന്യൂക്ലിയർ എൻവലപ്പ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന മെംബ്രെയിൻ ആണ്. എന്നാൽ ന്യൂക്ലിയർ എൻവലപ്പിന്റെ അകത്ത്, അതായത് ന്യൂക്ലിയർ പ്ലാസത്തിൽ എന്തുണ്ട്? DNA ഉണ്ട്. പക്ഷെ തന്നിരിക്കുന്ന ഓപ്ഷൻ എന്താ? ന്യൂക്ലിയർ എൻവലപ്പ് എന്ന് പറയുമ്പോൾ ഈ മെംബ്രെയിൻ മാത്രമേ വരുന്നുള്ളൂ. മെംബ്രെയിൻ്റെ അകത്ത് DNA വരുമോ? ഇല്ല, DNA ആബ്സെന്റ് ആണ്. എന്നാൽ മൈറ്റോകോൺട്രിയ എടുത്താലോ ഇറ്റ് ഹാസ് DNA. അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണ്? ഈ തന്നിരിക്കുന്ന പെയർ ഓഫ് ഓർഗനൽസ് DNA ഇല്ലാത്തത് ആർക്കാണ്? ഇറ്റ് ഈസ് ക്ലിയർ ഫ്രം ദ ഓപ്ഷൻ അല്ലേ. ഏതാണ്? ലൈസോസോംസ് ആൻഡ് വാക്യൂൾ എടുത്താൽ ദേ ഹാവ് നോ DNA. അപ്പോൾ ലൈസോസോംസ് വാക്യൂൾ ഡു നോട്ട് കണ്ടെയ്ൻ DNA. Okay, now moving into the next question. At the question number 5, the concept of homogeneous cellular e-cellular regarding cell division was first proposed by. Homogeneous cellular e-cellular എന്ന് പറഞ്ഞാൽ it states that all cells arise from a pre-existing cell. അല്ലേ? ഈ homogeneous cellular e-cellular എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് മീനിങ് ആണ് all cell arise from pre-existing cell. ഇത് നമ്മൾ പഠിച്ചത് സെൽ തിയറിക്കകത്താണ്. നമ്മൾ സെൽ തിയറിയിൽ രണ്ട് സ്റ്റേറ്റ്മെന്റ് പഠിച്ചു. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് സെൽ ഇസ് ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസം. സെല്ലാണ് എല്ലാ ലിവിങ് ഓർഗാനിസത്തിൻ്റെയും ബേസിക് സ്ട്രക്ചറും ഫങ്ഷനും പ്രൊവൈഡ് ചെയ്യുന്ന യൂണിറ്റ് എന്നറിയപ്പെടുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ദാറ്റ് ഈസ് homogeneous cellular e-cellular. ദാറ്റ് ഈസ് ഓൾ സെൽ അറൈസ് ഫ്രം എ പ്രീ എക്സിസ്റ്റിംഗ് സെൽ. എല്ലാ സെല്ലും ഡെവലപ്പ് ചെയ്ത് വരുന്നത് പ്രീ എക്സിസ്റ്റിംഗ് സെല്ലിൽ നിന്നാണ്. ഇത് രണ്ടുമായിരുന്നല്ലോ സെൽ തിയറിയുടെ സ്റ്റേറ്റ്മെന്റ്. ഇതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് സെൽ ദ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസം എന്ന് പറയുമ്പോൾ എല്ലാ പ്ലാന്റ് സെൽസിൻ്റെയും എല്ലാ ആനിമൽ സെൽസിൻ്റെയും എല്ലാ പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും ബേസിക് യൂണിറ്റ് എന്ന് പറയുന്ന ആരാണ്? സെല്ലാണ്. ആ സ്റ്റേറ്റ്മെന്റ് പ്രപ്പോസ് ചെയ്തത് തിയോഡർ ഷ്വാനും MG ഷ്ലീഡൻ എന്ന് പറഞ്ഞ സയന്റിസ്റ്റും ആയിരുന്നു. തിയോഡർ ഷ്വാൻ പറഞ്ഞു ഓൾ ആനിമൽസ് ആർ മേഡ് അപ്പ് ഓഫ് സെൽ. MG ഷ്ലീഡൻ പറഞ്ഞു ഓൾ പ്ലാന്റ്സ് ആർ മേഡ് അപ്പ് ഓഫ് സെൽ. അത് രണ്ടും കൂടെ ചേർത്താണ് നമ്മൾ പറഞ്ഞത് ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ മേഡ് അപ്പ് ഓഫ് സെൽ. സെൽ ഇസ് എ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലിവിങ് ഓർഗാനിസം. അപ്പോൾ അത് പ്രപ്പോസ് ചെയ്തത് തിയോഡർ ഷ്വാനും MG ഷ്ലീഡനുമാണ്. എന്നാൽ എവിടുന്ന് സെൽ ഒറിജിനേറ്റ് ചെയ്യുന്നു എന്ന് പറയാൻ ഇവർക്ക് പറ്റിയില്ല. അത് കുറച്ചു കാലത്തിന് ശേഷം that was proposed by a scientist called റുഡോൾഫ് വിർച്ചോ. അദ്ദേഹം എന്ത് പറഞ്ഞു? homogeneous cellular e-cellular. That means all cells develop or arise from a pre-existing cell. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ആരാണ്? It was proposed by a scientist called റുഡോൾഫ് വിർച്ചോ ആണ്. തിയോഡർ ഷ്വാൻ എന്താ പറഞ്ഞത്? all animals are made up of cell. MG ഷ്ലീഡൻ എന്ന് പറഞ്ഞു all plants are made up of cell. അല്ലേ? അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന ആരാണ്? ദ ഫാദർ ഓഫ് സുവോളജി ആണ്, അല്ലെങ്കിൽ ദ ഫാദർ ഓഫ് ബയോളജി ആണ് ആര്? അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രപ്പോസ് ചെയ്ത ആരെന്നാണ് നമ്മുടെ ചോദ്യം. ദ കൺസെപ്റ്റ് ഓഫ് homogeneous cellular e-cellular റിഗാർഡിംഗ് സെൽ ഡിവിഷൻ വാസ് ഫസ്റ്റ് പ്രപ്പോസ്ഡ് ബൈ റുഡോൾഫ് വിർച്ചോ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. ഇത് സെൽ തിയറിയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നതോടുകൂടിയാണ് സെൽ തിയറി ഒന്ന് മോഡിഫൈ ചെയ്തത്. അതായത് ഓൾ സെൽ അറൈസ് ഫ്രം എ പ്രീ എക്സിസ്റ്റിംഗ് സെൽ എന്ന് റുഡോൾഫ് വിർച്ചോ പറഞ്ഞ തിയറിയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് അല്ലെങ്കിൽ മോഡിഫൈഡ് സെൽ തിയറി പറയുന്നത്. ഓക്കെ, നൗ മൂവിങ് ഇൻ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ നമ്പർ 6. Which of the following statement regarding mitochondria is incorrect? ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ മൈറ്റോകോൺട്രിയയെ കുറിച്ച് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? വിച്ച് ഇസ് ഇൻകറക്റ്റ്. ഓക്കെ, അതിൽ ഫസ്റ്റ് ഓപ്ഷൻ outer membrane is permeable to monomers of carbohydrate, fats and proteins. Second statement, enzymes of electron transport are embedded in outer membrane. The third statement, inner membrane is convoluted with infoldings.
Fourth statement, mitochondrial matrix contains a single circular DNA molecule and ribosomes. നമ്മൾ മൈറ്റോകോൺഡ്രിയയുടെ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇറ്റ് ഇസ് എ ഡബിൾ മെംബ്രെയിനിയസ് ഓർഗനൽ വിത്ത് ആൻ ഔട്ടർ മെംബ്രെയിൻ ആൻഡ് ആൻ ഇന്നർ മെംബ്രെയിൻ. In between the two membranes there is a space called a mitochondrial space. Okay. Again, the inner membrane has many infoldings. ഈ inner membrane അകത്തോട്ട് ഇങ്ങനെ infold ചെയ്താണ് ഇരിക്കുന്നത്. Infold ചെയ്താണ് ഇരിക്കുന്നത്. ആ infoldings നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റൽ. Inside the inner membrane there is a protein filled fluid ഉണ്ട് which can be called stroma. ഇത് കൂടാതെ the stroma also contain a circular DNA, a single circular DNA, then many ribosomes. Ribosomes ഉണ്ട്. Since it has its own DNA and ribosome, the mitochondria is called as semi-autonomous organelle. Since it has its own DNA and ribosome. പിന്നെ നമ്മൾ അതിൻ്റെ പെർമിയബിലിറ്റി പറഞ്ഞു. ഔട്ടർ മെംബ്രെയിൻ പെർമിയബിൾ ആണ്. ഓൾമോസ്റ്റ് എല്ലാ മോളിക്യൂൾസിനെയും അകത്തോട്ട് കടത്തിവിടും. ഏതാണ് ദ ഔട്ടർ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഇന്നർ മെംബ്രെയിൻ ആ ക്രിസ്റ്റ ഉണ്ടല്ലോ ഇൻഫോൾഡിങ്, ക്രിസ്റ്റയ്ക്കകത്ത് ഒരുപാട് F0 F1 പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ ക്രിസ്റ്റയിൽ അറ്റാച്ച് ചെയ്തുകൊണ്ട് there are many F0 F1 പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ F0 F1 പാർട്ടിക്കിൾസ് ആണ് ATP സിന്തസൈസ് ചെയ്യാൻ സഹായിക്കുന്നത്. മൈറ്റോകോൺഡ്രിയയുടെ ഉള്ളിലാണ് എനർജി സിന്തസിസ് നടക്കുന്നത്. അതായത് ATP സിന്തസിസും അതിൻ്റെ സ്റ്റോറേജ് ഒക്കെ നടക്കുന്നതെന്ന് പറഞ്ഞാണ് മൈറ്റോകോൺഡ്രിയയെ കുറിച്ച് പഠിച്ചത്. ഇനി നമുക്ക് നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് മൈറ്റോകോൺഡ്രിയ ഈസ് ഇൻകറക്റ്റ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു ഔട്ടർ മെംബ്രെയിൻ ഈസ് പെർമിയബിൾ ടു മോണോമേഴ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്സ് ആൻഡ് പ്രോട്ടീൻസ്. ഔട്ടർ മെംബ്രെയിൻ പെർമിയബിൾ ആണ് അല്ലേ. അതേസമയം ഇന്നർ മെംബ്രെയിൻ ലെസ് പെർമിയബിൾ ആണ്. ഔട്ടർ മെംബ്രെയിൻ ഇറ്റ് ഇസ് മോർ പെർമിയബിൾ ആണ്. ഇറ്റ് ഇസ് പെർമിയബിൾ ഫോർ മോണോമേഴ്സ് ആണ് ഒറ്റ യൂണിറ്റ്. മോണോമേഴ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്സ് ആൻഡ് പ്രോട്ടീൻസ്. ദ സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ ആണ്. അടുത്ത രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എൻസൈംസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ആർ എംബഡഡ് ഇൻ ഔട്ടർ മെംബ്രെയിൻ. എൻസൈംസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിനുള്ള എൻസൈംസ്. ആ എൻസൈംസ് ആണ് F0 F1 പാർട്ടിക്കിൾ അല്ലെങ്കിൽ ATP സിന്തേസ് അല്ലെങ്കിൽ എലിമെന്ററി പാർട്ടിക്കിൾസ്. അത് എവിടെ ഇരിക്കുന്നത്? ഇറ്റ് ഇസ് എംബഡഡ് ഇൻ ദ ഇന്നർ മെംബ്രെയിൻ ഓഫ് മൈറ്റോകോൺഡ്രിയ. ഇവിടെ പറയുന്ന ഏത് മെംബ്രെയിൻ എന്നാ? ഔട്ടർ മെംബ്രെയിൻ എന്നാ. ഇന്നർ മെംബ്രെയിൻ്റെ അകത്ത് ഇൻഫോൾഡിംഗ് ഉണ്ട് ക്രിസ്റ്റേ. ആ ക്രിസ്റ്റയ്ക്കകത്ത് അറ്റാച്ച് ചെയ്ത് ആ ഇൻഫോൾഡിങ്ങിൽ അറ്റാച്ച് ചെയ്ത് അല്ലെങ്കിൽ ഇന്നർ മെംബ്രെയിനിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്ത് ധാരാളം ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്ന എൻസൈംസ് ഉണ്ട്. ദേ ആർ F0 F1 പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ATP സിന്തേസുകളുണ്ട് അല്ലേ. സോ ഇറ്റ് ഈസ് ഫൗണ്ട് അറ്റാച്ച്ഡ് ഇൻ ദ ഇന്നർ മെംബ്രെയിൻ ആണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റിൽ തെറ്റ് വന്നല്ലോ. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇന്നർ മെംബ്രെയിൻ ഇസ് കൺവല്യൂട്ടഡ് വിത്ത് ഇൻഫോൾഡിംഗ്. ഇന്നർ മെംബ്രെയിനകത്ത് ധാരാളം കൺവല്യൂഷൻസ് ഉണ്ട്, അകത്തോട്ട് ഫോൾഡിങ്സ് ഉണ്ട്. വിച്ച് ക്യാൻ ബി കോൾഡ് ആസ് ക്രിസ്റ്റേ. നമ്മൾ പഠിച്ചതാണ്. ദേ ക്യാൻ ബി കോൾഡ് ആസ് ക്രിസ്റ്റേ. Then fourth one, mitochondrial matrix contains a single circular DNA and ribosome. സ്വന്തമായിട്ട് DNA റൈബോസോം ഉള്ളത് കൊണ്ടാണല്ലോ അവരെ നമ്മൾ സെമി ഓട്ടോണോമസ് ഓർഗനൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് എൻസൈംസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ആർ എംബഡഡ് ഇൻ ഔട്ടർ മെംബ്രെയിൻ. ഔട്ടർ മെംബ്രെയിൻ മാറി എന്ത് വരണോ അത് ശരിയാവണമെങ്കിൽ ഇന്നർ മെംബ്രെയിൻ വന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയാകും. സോ ആൻസർ ഇസ് ബി. Now moving into the next question, that is question number 7. Which of the following is true for nucleolus? Nucleolus എന്ന് പറഞ്ഞ സ്ട്രക്ചറിനെ കുറിച്ച് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ന്യൂക്ലിയോലസ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ എടുത്താൽ നമുക്കറിയാം ന്യൂക്ലിയസ് എന്ന് പറയുന്ന സ്ട്രക്ചറിന്റെ ഉള്ളിൽ കാണുന്ന സ്ട്രക്ചറാണ് ആര്? ന്യൂക്ലിയോലസ് എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് നോക്കാം. ഇറ്റ് ടേക്സ് പാർട്ട് ഇൻ സ്പിൻഡിൽ ഫോർമേഷൻ. സ്പിൻഡിൽ ഫൈബർ ഫോം ചെയ്യാൻ ന്യൂക്ലിയോലസ് സഹായിക്കും. 2, ഇറ്റ് ഈസ് എ മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ. അതിന് ചുറ്റും ഒരു മെംബ്രെയിൻ കൊണ്ട് കവേർഡ് ആണ്. 3, ലാർജർ ന്യൂക്ലിയോലൈ ആർ പ്രസന്റ് ഇൻ ഡിവൈഡിംഗ് സെൽ. ഡിവിഷനിൽ പങ്കെടുക്കുന്ന സെല്ലിൻ്റെ അകത്ത് ലാർജർ ന്യൂക്ലിയോലൈ ഉണ്ട്. 4, ഇറ്റ് ഇസ് എ സൈറ്റ് ഫോർ ആക്റ്റീവ് റൈബോസോമൽ RNA സിന്തസിസ്. RNA സിന്തസിസ് നടക്കുന്ന മേജർ സൈറ്റ് ആണ് ന്യൂക്ലിയോലസ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. ഇറ്റ് ടേക്ക് പാർട്ട് ഇൻ സ്പിൻഡിൽ ഫോർമേഷൻ. സെല്ല് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന സ്ട്രക്ചേഴ്സ് ആണ് സ്പിൻഡിൽ ഫൈബേഴ്സ്. ഈ സ്പിൻഡിൽ ഫൈബർ ഡെവലപ്പ് ചെയ്ത് വരുന്ന എവിടെ നിന്നാണ്? ഇറ്റ് ഈസ് ഫോംഡ് ഫ്രം സെൻട്രിയോളിൽ നിന്നാണ്.
സെൻട്രിയോളിൽ നിന്നാണ് എന്ത് ഫോം ചെയ്യുന്നത്? സ്പിൻഡിൽ ഫൈബർ ഫോം ചെയ്യുന്നത്. അല്ലാതെ ന്യൂക്ലിയോലസിന് സ്പിൻഡിൽ ഫൈബർ ഫോർമേഷനിൽ യാതൊരു റോളും ഇല്ല എന്ന് പറയുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇറ്റ് ഇസ് എ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത രണ്ടും ഇറ്റ് ഇസ് എ മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ ആണ്. നമുക്കറിയാം ന്യൂക്ലിയസിന്റെ അകത്ത് കാണുന്ന ഓർഗനലാണ് ന്യൂക്ലിയോലസ്. ഇതിന്റെ കണ്ടന്റും ന്യൂക്ലിയോപ്ലാസത്തിന്റെ കണ്ടന്റും കണ്ടിന്യൂസ് ആണ്. ഇതിന്റെ കണ്ടന്റ് തന്നെയാണ് ആരുമായിട്ട് മിക്സ് ചെയ്ത് കിടക്കുക? ന്യൂക്ലിയോപ്ലാസത്തിലുള്ള കണ്ടന്റുമായിട്ട് മിക്സ് ചെയ്ത് കിടക്കുക എന്ന് പറയുമ്പോൾ ഇതൊരു മെംബ്രെയിൻ കൊണ്ട് കവേർഡ് ആണെന്ന് പറയാൻ പറ്റുമോ? അല്ല, ഇത് എ മെംബ്രെയിൻലെസ് ഓർഗനൽ ആണ് അല്ലെ. അതിനെന്തില്ല? മെംബ്രെയിൻ ഇല്ല എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായി? ഇറ്റ് ബിക്കംസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. അടുത്ത മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ലാർജർ ന്യൂക്ലിയോലൈ ആർ പ്രസന്റ് ഇൻ ഡിവൈഡിംഗ് സെൽ. ഒരു സെല്ല് ഡിവിഷനിൽ പങ്കെടുക്കുന്ന സമയത്ത്, ഡിവൈഡ് ചെയ്യാൻ തുടങ്ങുന്ന സമയം, അതായത് സെൽ ഡിവിഷൻ്റെ അകത്ത് പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടിലോഫേസ് എന്ന 4 സ്റ്റേജ് ഉണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റേജ് ആണ് പ്രോഫേസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജ് അത് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങുന്ന ഫസ്റ്റ് സ്റ്റേജ് ആണ് പ്രോഫേസ്. ഈ ഒരു സ്റ്റേജിലോട്ട് സെല്ല് കയറി കഴിയുമ്പം തന്നെ അതിന് ന്യൂക്ലിയർ മെംബ്രെയിനും ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ന്യൂക്ലിയർ മെംബ്രെയിനും ന്യൂക്ലിയോലസ് ഒക്കെ എന്ത് ചെയ്യും? അതെല്ലാം ഡിസപ്പിയർ ചെയ്ത് പോകും. ഒരിക്കലും ഒരു ഡിവൈഡിങ് സെല്ലിൽ എന്ത് കാണില്ല? ന്യൂക്ലിയോലസ് കാണത്തില്ല. ന്യൂക്ലിയോലൈ ആബ്സെന്റ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താണ്? ലാർജർ ന്യൂക്ലിയോലൈ ആർ പ്രസന്റ് ഇൻ ഡിവൈഡിങ് സെൽ എന്നാണ്. ഡിവിഷനിൽ പങ്കെടുക്കുന്ന സെല്ലിന്റെ അകത്ത് ലാർജ് ന്യൂക്ലിയോലൈ ഉണ്ടെന്നാണ്. അതിന്റെ ഫസ്റ്റ് ഡിവൈഡിങ് സെല്ല് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങുന്ന ഫസ്റ്റ് സ്റ്റേജ് പ്രോഫേസ് ആവുമ്പോൾ തന്നെ ന്യൂക്ലിയോലസും ന്യൂക്ലിയർ മെംബ്രെയിനൊക്കെ ഡിസപ്പിയർ ചെയ്ത് പോവുകയാണ്. അപ്പോൾ പിന്നെ അവിടെ എന്തില്ല? ന്യൂക്ലിയോലസ് കാണില്ല എന്ന് പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇറ്റ് ഇസ് എ സൈറ്റ് ഫോർ ആക്റ്റീവ് റൈബോസോമൽ RNA സിന്തസിസ്. നമുക്കറിയാം റൈബോസോംസ് എടുത്താൽ ദേ ആർ ഫോം ഓഫ് rRNA ആൻഡ് പ്രോട്ടീൻസ് ആണ്. rRNA പ്ലസ് പ്രോട്ടീൻ ആണ് റൈബോസോം എന്ന് പറയുന്നത്. ഈ റൈബോസോമിന്റെ RNA ഫോർമേഷൻ, rRNA എല്ലാം ഫോം ചെയ്യുക റൈബോസോമൽ RNA. ഇത് ഫോം ചെയ്യുന്ന എവിടാണ്? അതാണ് ന്യൂക്ലിയോലസിന്റെ അല്ലേ. അപ്പൊ ന്യൂക്ലിയോലസിന്റെ മെയിൻ ഫംഗ്ഷൻ തന്നെ അതാണ്. ഇറ്റ് ഈസ് എ സൈറ്റ് ഫോർ ദ ആക്റ്റീവ് റൈബോസോമൽ RNA സിന്തസിസ്. അപ്പൊ ഈ 4 സ്റ്റേറ്റ്മെന്റിലും ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സൈറ്റ് ഫോർ ആക്റ്റീവ് റൈബോസോമൽ RNA സിന്തസിസ്. Now moving into the next question. That is question number 8. Select a wrong statement. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യുക. ഓപ്ഷൻ എ പറയുന്നത് സ്യൂഡോപോഡിയ ആർ ലോക്കോമോട്ടറി ആൻഡ് ഫീഡിംഗ് സ്ട്രക്ചേഴ്സ് ഇൻ സ്പോറോസോവൻ. ഓപ്ഷൻ ബി പറയുന്നത് മഷ്റൂംസ് ബിലോങ് ടു ബസിഡിയോമൈസീ. Option C, a cell wall is present in fungi and plantae. Option D, mitochondria are the powerhouse of the cell in all the kingdom except Monera. നമുക്ക് നോക്കാം ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് സ്യൂഡോപോഡിയ ആർ ലോക്കോമോട്ടറി ആൻഡ് ഫീഡിംഗ് സ്ട്രക്ചേഴ്സ് ഇൻ സ്പോറോസോവൻ. ഇത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇതിലെ ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് നമ്മൾ ബയോളജി ക്ലാസിഫിക്കേഷനിൽ കിങ്ഡം പ്രൊട്ടിസ്റ്റ പഠിക്കുമ്പോൾ കിങ്ഡം പ്രൊട്ടിസ്റ്റയ്ക്കകത്ത് 5 മെമ്പേഴ്സ് ഉണ്ട് അല്ലേ. ഇറ്റ് ഇൻക്ലൂഡ് ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലാജെലേറ്റ്സ്, യുഗ്ലിനോയിഡ്സ്, സ്ലൈം മൗൾഡ് ആൻഡ് പ്രോട്ടോസോവൻസ് എന്ന് പറഞ്ഞാൽ 5 മെമ്പേഴ്സ് ഉണ്ട് അല്ലെ. പ്രോട്ടോസോവൻസിനെ പിന്നെ ക്ലാസിഫൈ ചെയ്യുന്നത് they are classified to amoeboid protozoans, ciliated protozoans, then flagellated protozoans, and there are sporozoans ഉണ്ട്. സ്പോറോസോവനിൽ വരുന്ന മെമ്പർ ആണ് പ്ലാസ്മോഡിയം വൈവാക്സ്, which is a malarial parasite ആണ്. പ്ലാസ്മോഡിയം വൈവാക്സ് മലേറിയൽ പാരസൈറ്റ് ആണ്. ഇവർക്ക് ലോക്കോമോട്ടറി ഓർഗൻസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ദേ ഹാവ് നോ ലോക്കോമോട്ടറി ഓർഗൻസ് അല്ലേ. അമീബോയിഡ് പ്രോട്ടോസോവൻസ് എടുത്താൽ ദേ ഹാവ് സ്യൂഡോപോഡിയ ഫോർ മൂവ്മെന്റ്. സീലിയേറ്റഡ് പ്രോട്ടോസോവൻ എടുത്താൽ ദേ ഹാവ് സീലിയ ഫോർ മൂവ്മെന്റ്. ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവൻ എടുത്താൽ ഫ്ലജല്ല ഫോർ മൂവ്മെന്റ്. സ്പോറോസോവൻസിന് ലോക്കോമോട്ടറി ഓർഗൻസ് ഒന്നും തന്നെ ഇല്ല. ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് സ്യൂഡോപോഡിയ ആർ ദ ലോക്കോമോട്ടറി ആൻഡ് ദ ഫീഡിംഗ് സ്ട്രക്ചേഴ്സ് ഇൻ സ്പോറോസോവൻ. സ്പോറോസോവൻസ് മൂവ് ചെയ്യാനും അവരെ പ്രേയെ ട്രാപ്പ് ചെയ്ത് കഴിക്കാനും ഉപയോഗിക്കുന്ന ഫീഡിംഗ് സ്ട്രക്ചേഴ്സിന്റെ പറയുന്ന പേരാണ് സ്യൂഡോപോഡിയ എന്നാണ്.
സ്യൂഡോപോഡിയ ഉണ്ട്. ആർക്കാണ്? അമീബോയിഡ് പ്രോട്ടോസോവിന്റെ കേസ് എടുത്താൽ അമീബ മൂവ് ചെയ്യുന്നതും അവരെ പ്രേ ട്രാപ്പ് ചെയ്യുന്നതും ഫോൾസ് ലെഗ് ആയിട്ടുള്ള സ്യൂഡോപോഡിയ ഉപയോഗിച്ചാണ്. അമീബോയിഡ് പ്രോട്ടോസോവൻ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ശരിയാണ്. എന്നാൽ ഇവിടെ തന്നിരിക്കുന്ന സ്പോറോസോവൻ എന്ന സ്പോർ പ്രൊഡ്യൂസിങ് പ്രോട്ടോസോവന. അവർക്ക് ഈ പറഞ്ഞ ലോക്കോമോട്ടറി ഓർഗൻസോ അവർ പക്ക പാരസൈറ്റ് ആണ്, 100% പാരസൈറ്റ് ആണ്. അപ്പൊ അവരൊരിക്കലും പ്രേ ട്രാപ്പ് ചെയ്തൊന്നും പിടിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് വരുന്നില്ല? സ്യൂഡോപോഡിയ എന്ന് പറഞ്ഞ സ്ട്രക്ചർ വരുന്നില്ല. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണല്ലോ. നൗ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇതും ബയോളജി ക്ലാസിഫിക്കേഷനിൽ കിങ്ഡം ഫംഗസിൽ വരുന്ന കിങ്ഡം ഫഞ്ചിയിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. മഷ്റൂം ബിലോങ് ടു ബെസിഡിയോമൈസീസ്. 4 ടൈപ്പ് ഫംഗസ് നമ്മൾ പഠിക്കുന്നുണ്ട് ക്ലാസിഫിക്കേഷൻ. ഫൈക്കോമൈസീറ്റ്സ്, ബെസിഡിയോമൈസീറ്റ്സ്, ആസ്കോമൈസീറ്റ്സ് ആൻഡ് ഡ്യൂട്രോമൈസീറ്റ്സ്. അല്ലെ, മഷ്റൂം എന്ന് പറഞ്ഞാൽ ഈ കൊട പോലെ നിൽക്കുന്ന സാധനമാണ് അല്ലെ മഷ്റൂംസ് എന്ന് പറയുമ്പോൾ. ഈ കൊട പോലത്തെ ഈ സ്ട്രക്ചറിനെ ബെസിഡിയോ കാർപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് ദേ ക്യാൻ ബി കോൾഡ് ക്ലബ് ഫഞ്ചായി, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന മറ്റൊരു ഗ്രൂപ്പാണ് ബെസിഡിയോമൈസീറ്റ് എന്നുള്ള പേര്. അപ്പോൾ മഷ്റൂം എന്ന് പറഞ്ഞ ഫംഗസ് എടുത്താൽ അഗാരിക്കസ് അല്ലെ, മഷ്റൂം എന്ന് പറഞ്ഞ ഫംഗസ് എടുത്താൽ ഇറ്റ് ബിലോങ് ടു കിങ്ഡം അല്ല, ഇറ്റ് ബിലോങ് ടു ക്ലാസ് ബെസിഡിയോമൈസീറ്റ്സ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓക്കെ, തേർഡ് ഓപ്ഷൻ പറയുന്നത് സെൽ വോൾ ഇസ് പ്രസന്റ് ഇൻ ഫഞ്ചി ആൻഡ് പ്ലാന്റ്. നമുക്കറിയാം ലിവിങ് ഓർഗാനിസത്തിനകത്ത് ആനിമൽ സെല്ലെടുത്താൽ വിത്തൗട്ട് സെൽ വോൾ ആണ്. എന്നാൽ പ്ലാന്റ് സെൽസും ഫംഗൽ സെൽസും എടുത്താൽ ദേ ആർ ഫോംഡ് ഓഫ് എ സെൽ വോൾ ആണ്. അല്ലെ, ഏറ്റവും ഫോംഡ് ഓഫ് അല്ല, ദേ ആർ കവേർഡ് ബൈ എ സെൽ വോൾ. അപ്പോൾ സെൽ വോൾ പ്രസന്റ് ആണ് ബോത്ത് ഇൻ കിങ്ഡം ഫഞ്ചി ആൻഡ് കിങ്ഡം പ്ലാന്റ്. അപ്പോൾ ഫംഗസുകൾക്കും കിങ്ഡം പ്ലാന്റിൽ വരുന്ന എല്ലാ മെമ്പേഴ്സിനും എന്തുണ്ട്? സെൽ വോൾ പ്രസന്റ് ആണ്, വിച്ച് ഇസ് മേഡപ്പ് ഓഫ് സെല്ലുലോസ്. ഫംഗസ് ആണെങ്കിൽ ദ സെൽ വോൾ ഇസ് മേഡപ്പ് ഓഫ് കൈറ്റിൻ. ഫംഗസിൻ്റെ അകത്ത് സെൽ വോൾ ഉണ്ടാക്കുന്ന കൈറ്റിൻ കൊണ്ടും പ്ലാന്റ്സിൻ്റെ അകത്ത് സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടുമാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റും എന്താണ്? ശരിയാണ്. Now the fourth one, mitochondria are the powerhouse of the cell in all the kingdom except Monera. Monera ഒഴികെ ബാക്കി എല്ലാ കിങ്ഡം, ഏതാണ് കിങ്ഡം പ്രൊട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചി, കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം അനിമേലിയ, ഇവിടെ എല്ലായിടത്തും മൈറ്റോകോൺട്രിയ അറിയപ്പെടുന്ന എന്താണ്? പവർ ഹൗസ് ഓഫ് എ സെൽ എന്നാണ്. കിങ്ഡം മൊണീറയ്ക്കകത്ത് അവർക്ക് മൈറ്റോകോൺട്രിയയിൽ, കാരണം മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ ആബ്സെന്റ് ആണ് കിങ്ഡം മൊണീറയ്ക്കകത്ത്. പ്രോക്യാരിയോട്ടിക് ഓർഗാനിസം വരുന്ന ഗ്രൂപ്പാണ് കിങ്ഡം മൊണീറ. അവിടെ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഇല്ല. മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ഒരു മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലാണ്. സോ ഇറ്റ് ഇസ് ആബ്സെന്റ് ഇൻ പ്രോക്യാരിയോട്ടിക് സെൽ അല്ലെങ്കിൽ കിങ്ഡം മൊണീറ. പകരം മൈറ്റോകോൺട്രിയയ്ക്ക് പകരം അവരുടെ പ്ലാസ്മ മെംബ്രെയിൻ്റെ അകത്ത് മീസോസോംസ് ഉണ്ട്, ഇൻഫോൾഡിങ്സ് ഉണ്ട്, വിച്ച് ആർ കോൾഡ് മീസോസ്. അപ്പോൾ ഇത് ബാക്ടീരിയയുടെ സെല്ലാണെങ്കിൽ ഇത് ബാക്ടീരിയയുടെ സെൽ വോൾ, അതിൻ്റെ അകത്ത് സെൽ മെംബ്രെയിൻ അല്ലെ. ഈ സെൽ മെംബ്രെയിൻ അവനകത്തോട്ട് ഇങ്ങനെ ഇൻഫോൾഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദീസ് ഇൻഫോൾഡിങ്സ് ആർ കോൾഡ് മീസോസോംസ് എന്ന് പറയും, മീസോസോംസ് ആണല്ലോ. സം ഓഫ് ദ മീസോസോം കണ്ടെയ്ൻ റെസ്പിറേറ്ററി എൻസൈംസ്. ചില മീസോസോംസിൻ്റെ അകത്ത് എന്തുണ്ട്? റെസ്പിറേഷന് വേണ്ടിയുള്ള എൻസൈംസ് ഉണ്ട്. സോ മീസോസോംസ് ആർ കൺസിഡേർഡ് ആസ് എ മൈറ്റോകോൺട്രിയ ഓഫ് എ ബാക്ടീരിയൽ സെൽ. അപ്പോൾ ബാക്ടീരിയ സെല്ലിൻ്റെ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ആരാണ്? മീസോസോം ആണ്. അവർക്ക് ഒറിജിനൽ ആയിട്ടുള്ള മൈറ്റോകോൺട്രിയ ഇല്ല. സോ മൈറ്റോകോൺട്രിയ ആർ ദ പവർ ഓഫ് ദ സെൽ ഇൻ ഓൾ കിങ്ഡം എക്സെപ്റ്റ് മൊണീറ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പോൾ നമ്മുടെ ചോദ്യം സെലക്ട് ദ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ ഈ പറഞ്ഞതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഓപ്ഷൻ എ ആണ്. ദാറ്റ് ഇസ് സ്യൂഡോപോഡിയ ആർ ലോക്കോമോട്ടറി ആൻഡ് ഫീഡിംഗ് സ്ട്രക്ചേഴ്സ് ഇൻ സ്പോറോസോമൻസ്. Now moving into the next question number 9. Many ribosomes may associate with a single mRNA to form multiple copies of a polypeptide simultaneously. Such strings of ribosomes are termed as plastidome, polyhedral bodies, polysomes, nucleosomes. റൈബോസോംസ് സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിൽ കാണുന്നത് സ്മോൾ സബ് യൂണിറ്റും ലാർജ് സബ് യൂണിറ്റും സെപ്പറേറ്റ് ചെയ്താണ്. റൈബോസോമിന് ഒരു ചെറിയ സബ് യൂണിറ്റും ഉണ്ട്, വലിയ സബ് യൂണിറ്റും ഉണ്ട്. ഇവർ രണ്ടും സെല്ലിൻ്റെ അകത്ത് സെപ്പറേറ്റ് ചെയ്താണ് കിടക്കുന്നത്. only at the time of protein synthesis. പ്രോട്ടീൻ സിന്തസിസിൻ്റെ സമയമാകുമ്പം എന്ന് പറയുമ്പം ന്യൂക്ലിയസിൻ്റെ അകത്തുള്ള DNA യിൽ നിന്ന് ആദ്യം mRNA ഫോം ചെയ്യണം അല്ലേ, ബൈ എ പ്രോസസ് കോൾഡ് ട്രാൻസ്ക്രിപ്ഷൻ. ന്യൂക്ലിയസിനകത്തുള്ള DNA യിൽ നിന്ന് mRNA ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ. ഈ mRNA എന്ത് ചെയ്യും? ഇതിൻ്റെ അകത്തുള്ള ന്യൂക്ലിയോ മെംബ്രെയിനിലുള്ള ന്യൂക്ലിയർ പോർ വഴി പുറത്തേക്ക് വരും. mRNA നേരെ പുറത്ത് വന്നു, ഇറ്റ് റീച്ചസ് ദ സൈറ്റോപ്ലാസം. ഈ സൈറ്റോപ്ലാസത്തിൽ വന്നതിന് ശേഷം mRNAക്കകത്തോട്ട്, ഇതിപ്പം mRNA ആണെന്ന് കരുതുക, ഇതിന്ന് പുറത്തിറങ്ങി വന്ന mRNA ഇതിലേക്ക് സ്മോൾ സബ് യൂണിറ്റും ലാർജ് സബ് യൂണിറ്റുമായിട്ടുള്ള റൈബോസോംസ് വന്നിങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടാണ് ഇറ്റ് ഹെൽപ്സ് ഇൻ ദ സിന്തസിസ് ഓഫ് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ mRNAയിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാകുന്ന പ്രോസസ്സാണ് ട്രാൻസ്ലേഷൻ.
ഓക്കെ, അപ്പോൾ ഈ mRNA-യിലോട്ട് ഈ ചെറിയ സബ് യൂണിറ്റുകളും വലിയ സബ് യൂണിറ്റും വന്ന് അസോസിയേറ്റ് ചെയ്ത് ഒരു പോളിപെപ്റ്റൈഡ് ചെയിൻ ഫോം ചെയ്യും. ഈ ഉണ്ടാവുന്ന ചെയിനെ വിളിക്കുന്ന പേരെന്താണ് എന്നാണ് ചോദ്യം. സച്ച് സ്ട്രിങ്സ് ഓഫ് റൈബോസോം, ഒരു മാലയ്ക്കകത്ത് മുത്ത് അല്ലെ, നൂലിൻ്റെ അകത്ത് മുത്ത് കോർത്ത് കിടന്നാൽ എങ്ങനെ ഇരിക്കും? അതേപോലെയാണ് mRNA-യിൽ റൈബോസോം വന്ന് ജോയിൻ ചെയ്ത് കിടക്കുന്നത്. ഈ ഉണ്ടാവുന്ന സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരെന്താ? ഇത് പോളിസോംസ് എന്നാണ്. ഒന്നിൽ കൂടി റൈബോസോം ഒരു mRNA-യിൽ ഒരു സ്ട്രിങ് പോലെ വന്ന് അറ്റാച്ച് ചെയ്താൽ then it is called പോളിസോംസ് എന്ന് പറയും. ഓക്കെ, പ്ലാസ്റ്റിഡോം ഇറ്റ് ഇസ് എന്താണ് പ്രൈമറി സ്റ്റേജ് ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ആണ്. ക്ലോറോപ്ലാസ്റ്റ് ഒക്കെ ഫോം ചെയ്യുന്നതിൻ്റെ ഒരു പ്രൈമറി സ്റ്റേജ് ആണ് പ്ലാസ്റ്റിഡോം. അതിന് റൈബോസോംസോട് യാതൊരു ബന്ധവും ഇല്ല. ദെൻ പോളിഹെഡ്രൽ ബോഡീസ്. പോളിഹെഡ്രൽ ബോഡീസ് എന്ന് പറഞ്ഞാൽ പല സൈഡിലുള്ള ചെറിയ ബോഡീസ് ആണ്. നമ്മളിപ്പം വൈറസ് ഒക്കെ എടുത്താൽ നമുക്ക് പോളിഹെഡ്രൽ സ്ട്രക്ചർ ആണെന്നൊക്കെ പറയില്ലേ, അതേപോലെ പോളിഹെഡ്രൽ ബോഡീസ്. ന്യൂക്ലിയോസോം എന്താണ്? DNA-ക്കകത്ത് DNA എന്ന് പറഞ്ഞ ക്രൊമാറ്റിൻ റെറ്റിക്കുലം, DNA-ക്കകത്തോട്ട് ഹിസ്റ്റോൺ പ്രോട്ടീൻ വന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഹിസ്റ്റോൺ പ്രോട്ടീൻസ് വന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസോംസ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് റൈബോസോംസ് ഒരു mRNA-യിൽ വന്ന് ജോയിൻ ചെയ്ത് ഉണ്ടാവുന്ന സ്ട്രിങ്ങിനെ വിളിക്കുന്ന പേരെന്തെന്നാണ്. ഒരുപാട് റൈബോസോംസ് വന്ന് mRNA ജോയിൻ ചെയ്ത് ഉണ്ടാവുന്ന സ്ട്രിങ്ങിനെ വിളിക്കുന്ന പേര് ഇറ്റ് ഈസ് കോൾഡ് പോളിസോംസ് എന്ന് പറയും. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി, പോളിസോം. Now the next question, that is question number 10. Which of the following cell organelle is responsible for extracting energy from carbohydrate to form ATP? കാർബോഹൈഡ്രേറ്റിൽ നിന്ന് ATP ഉണ്ടാവാൻ സഹായിക്കുന്ന, കാർബോഹൈഡ്രേറ്റിൽ നിന്ന് ATP എന്ന് പറഞ്ഞ എനർജി മോളിക്യൂളിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ സഹായിക്കുന്ന സെൽ ഓർഗനൽ ഏതാണ്? The cell organelle that is responsible for extracting energy from carbohydrate. കാർബോഹൈഡ്രേറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി റിലീസ് ചെയ്യണം. ഏത് ഫോമിൽ? ATP ഫോമിൽ. അതിന് സഹായിക്കുന്ന ഓർഗനൽ ഏതാണ്? ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നമുക്ക് നോക്കാം ഓപ്ഷൻസ്. ഓപ്ഷൻ എ റൈബോസോം, ഓപ്ഷൻ ബി ക്ലോറോപ്ലാസ്റ്റ്, ഓപ്ഷൻ സി മൈറ്റോകോൺട്രിയോൺ ആൻഡ് ഓപ്ഷൻ ഡി ലൈസോസോം. റൈബോസോമിന്റെ ജോലി എന്താണ്? ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് റൈബോസോമിന്റെ ജോലി എന്താണ്? ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് പ്രോട്ടീൻ സിന്തസിസ് ആണ്. റൈബോസോം എടുത്താൽ അത് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യാൻ സഹായിക്കുന്ന സെൽ ഓർഗനലാണ്. ക്ലോറോപ്ലാസ്റ്റ് എടുത്താൽ an organelle that is present only in plant cell ആണ് ക്ലോറോപ്ലാസ്റ്റ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഫോട്ടോസിന്തസിസ് അല്ലേ. ആ സെല്ലിനെ ഫോട്ടോസിന്തസിസ് ചെയ്യാൻ സഹായിക്കുന്ന ഓർഗനലാണ് ക്ലോറോപ്ലാസ്റ്റ്. മൈറ്റോകോൺട്രിയോൺ എന്ന് പറയുമ്പോൾ they are the organelles that are concerned with they are called as a power house of a cell. ഒരു സെല്ലിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നതാണ് മൈറ്റോകോൺട്രിയ. കാരണം ദേ ആർ എൻഗേജ്ഡ് ഇൻ ATP സിന്തസിസ്. അവർ ATP സിന്തസൈസ് ചെയ്യാൻ സഹായിക്കും. ഓൾസോ ഹെൽപ്സ് ഇൻ ATP സ്റ്റോറേജ്. ATP സ്റ്റോർ ചെയ്യാൻ സഹായിക്കും. എവിടെ നിന്ന് ATP ഫോം ചെയ്യും? നമ്മൾ കഴിക്കുന്ന ഫുഡ് മെറ്റീരിയൽസ്, അതായത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, ഇതിനെയൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യും. മെയിനായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റാണ്. കാർബോഹൈഡ്രേറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രോസസ്സാണ് റെസ്പിറേഷൻ. ആ സമയത്ത് എന്ത് റിലീസ് ചെയ്യും? എനർജി റിലീസ് ചെയ്യും. ഇപ്പോൾ റെസ്പിറേഷൻ ഒക്കെ സഹായിക്കുന്ന മെയിൻ ഓർഗനൽ എന്ന് പറയുമ്പോൾ ഇത് മൈറ്റോകോൺട്രിയ. ലൈസോസോംസിന് പൊതുവെ അറിയപ്പെടുന്നത് എന്താണ്? ദേ ആർ കോൾഡ് ആസ് സൂയിസൈഡൽ ബാഗ്സ് അല്ലേ. അത് സ്വയം നശിക്കുകയും ചെയ്യും. ഏതെങ്കിലും ഒരു ഫോറിൻ പാർട്ടികൾ അതിൻ്റെ അകത്തോട്ട് കയറി വന്നാൽ അതിനെ നശിപ്പിക്കുകയും ചെയ്യും. അതിനുള്ള ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് ധാരാളം ഉള്ളതാണ് ലൈസോസോംസ്. അപ്പം നമ്മുടെ ചോദ്യം ഇവിടെ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അതായത് ATP എനർജിയെ കാർബോഹൈഡ്രേറ്റിൽ നിന്ന് ATP എനർജി ഫോം ചെയ്യാൻ സഹായിക്കുന്ന ഓർഗനൽ ഏതാണ്? ഇറ്റ് ഈസ് ക്ലിയർലി അണ്ടർസ്റ്റുഡ് ഫ്രം ദ ഓപ്ഷൻ ദാറ്റ് ഇറ്റ് ഈസ് മൈറ്റോകോൺട്രിയോൺ ആണ്. ഇറ്റ് ഈസ് കോൾഡ് ആസ് എ പവർ ഹൗസ് ഓഫ് ദ സെൽ. കാരണം അവർ ഫുഡ് മെറ്റീരിയൽസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിൽ നിന്ന് എന്ത് റിലീസ് ചെയ്യും? എനർജി ആയിട്ടുള്ള ATP റിലീസ് ചെയ്യും. ആ എനർജി എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് അതിനെ പവർ ഹൗസ് ഓഫ് എ സെൽ എന്നൊക്കെ വിളിക്കുന്നത്. ഓക്കെ, നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. That is question number 11. Select the mismatch. ഇതിൽ mismatching ആയിട്ടുള്ള ഓപ്ഷൻ കണ്ടുപിടിക്കുക. A. Gas vacuoles green bacteria. B. Large central vacuole animal cell. C. Protist eukaryote. Fourth one, that is a methanogen prokaryote. ഇതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? Gas vacuoles are present in green bacteria. ബാക്ടീരിയക്കകത്ത് അവർക്ക് മൂവ് ചെയ്യാൻ സഹായിക്കുന്ന അല്ലെ, അവരെ മൊട്ടൈലാക്കുന്നത് അതിൻ്റെ ഉള്ളിലുള്ള ഗ്യാസ് ഫിൽഡ് വാക്യൂൾസ് ആണ്. ഇപ്പം ബാക്ടീരിയയ്ക്ക് ഈ പറയുന്ന ഓട്ടോട്രോഫിക് ബാക്ടീരിയ എടുത്താൽ ദേ മൂവ് ഇൻ വാട്ടർ. സയാനോ ബാക്ടീരിയ, ഇപ്പോൾ ഗ്രീൻ ബാക്ടീരിയ എന്ന് പറയുമ്പോൾ സയാനോ ബാക്ടീരിയ എടുക്കുക, നോസ്റ്റോക്ക് അല്ലെങ്കിൽ അനബീന ഇപ്പോഴുള്ള ബാക്ടീരിയ എടുത്താൽ ദേ മൂവ് ഇൻ വാട്ടർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗ്യാസ് ഫിൽഡ് വാക്യൂൾസ് ആണ്.
So gas vacuoles are present in bacteria. Then large central vacuole is present in an animal cell. നമ്മളൊരു animal cell എടുത്താൽ animal cellന്റെ അകത്ത് there are ഏറ്റവും നടുക്ക് ഇവിടെ പറയുന്ന large central vacuole എന്നാണ്. ഏറ്റവും നടുക്കിരിക്കുന്ന ന്യൂക്ലിയസ് ആണ്. ഏറ്റവും സെൻട്രലി കാണുന്ന ഇത് ന്യൂക്ലിയസ് ആണ് animal cell എടുത്താൽ. അവിടെ വാക്യൂൾസ് ഉണ്ട്, വളരെ സ്മോൾ വാക്യൂൾസ് ആണ്. അങ്ങായിട്ട് സ്കാറ്റർ ചെയ്ത് നമുക്ക് എന്ത് കാണാം? വാക്യൂൾസ് കാണാം. നമ്മളൊരു പ്ലാന്റ് സെൽ എടുത്താലോ, പ്ലാന്റ് സെൽ എടുത്താൽ ഏറ്റവും പുറമെ സെൽ വോൾ ഉണ്ട്, അതിൻ്റെ അകത്താണ് സെൽ മെംബ്രെയിൻ. ആൻഡ് ദേ ഹാവ് എ ലാർജ് വാക്യൂൾ ദാറ്റ് ഇസ് സെൻട്രലി ലൊക്കേറ്റഡ്. നടുക്ക് ലൊക്കേറ്റ് ചെയ്യുന്ന ആരുണ്ട്? വാക്യൂൾ ഉണ്ട്. ന്യൂക്ലിയസ് കാണുന്നത് പെരിഫറൽ സൈറ്റോപ്ലാസത്തിലാണ്. അപ്പം പ്ലാന്റ് സെല്ലിൻ്റെ അകത്താണെങ്കിൽ ദേ ഹാവ് എ സെൻട്രൽ ലാർജ് വാക്യൂൾ ഉണ്ട്. ആനിമൽ സെല്ലിൻ്റെ അകത്ത് നടുക്ക് കാണുന്ന ന്യൂക്ലിയസ് ആണ്, വളരെ കുഞ്ഞു കുഞ്ഞു വാക്യൂൾസ് ആണ് അവർക്കുള്ളത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ലാർജ് സെൻട്രൽ വാക്യൂൾ ഇൻ ആനിമൽ സെൽ എന്ന് പറയുന്ന ഓപ്ഷൻ തെറ്റാണല്ലോ. അടുത്ത 3 പ്രൊട്ടിസ്റ്റ് യൂകാരിയോട്ട്. കിങ്ഡം പ്രൊട്ടിസ്റ്റ് എടുത്താൽ ഇറ്റ് ഇൻക്ലൂഡ് യൂണിസെല്ലുലാർ യൂകാരിയോട്ടിക് ഓർഗാനിസം, ദാറ്റ് ഈസ് ദ ഓർഗാനിസം ഹാവിങ് എ ട്രൂ ന്യൂക്ലിയസ്. ന്യൂക്ലിയർ മെംബ്രെയിനും ന്യൂക്ലിയോലസും ഒക്കെയുള്ള ഒരു ട്രൂ ന്യൂക്ലിയസ് ഉള്ളവരാണ് യൂകാരിയോട്സ്. അതാണ് ആര്? കിങ്ഡം പ്രൊട്ടിസ്റ്റയിലെ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ. അപ്പം കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ വരുന്ന എല്ലാ മെമ്പേഴ്സും യൂകാരിയോട്ടിക് ആണ്. സോ ആ ഓപ്ഷനും ശരിയാണ്. മെത്തനോജൻസ് പ്രോകാരിയോട്ട്. മീഥൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആർക്കിയ ബാക്ടീരിയ വിളിക്കുന്ന പേരാണ് മെത്തനോജൻ. ദേ പ്രൊഡ്യൂസ് മീഥൈൻ ഗ്യാസ്. ബാക്ടീരിയയുടെ പ്രത്യേകത എന്താണ്? ദേ ആർ പ്രോകാരിയോട്ട് ആണ്. ദേ ഹാവ് നോ ട്രൂ ന്യൂക്ലിയ. അവർക്ക് എന്തില്ല? ട്രൂ ന്യൂക്ലിയസ് ഇല്ല എന്ന് പറയുമ്പം മെത്തനോജൻസ് ബിലോങ് ടു പ്രോകാരിയോട്സ്. അതും ശരിയാണ്. അപ്പോൾ ഇതിലെ മിസ്മാച്ച് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഓപ്ഷൻ ബി, ലാർജ് സെൻട്രൽ വാക്യൂൾ ഇസ് പ്രസന്റ് ഇൻ ആനിമൽ സെൽ എന്ന് പറയുന്നതാണ് മിസ്മാച്ച്. ലാർജ് സെൻട്രൽ വാക്യൂൾ വരുന്നത് എവിടെയാണ്? പ്ലാന്റ് സെല്ലിലാണ്. ആനിമൽ സെല്ലിൻ്റെ അകത്ത് പെരിഫറലി ലൊക്കേറ്റഡ് വാക്യൂൾസ് ആണ്. ഇത് സൈറ്റോപ്ലാസത്തിന്റെ അരികത്ത് കിടക്കുന്ന വാക്യൂൾസ് ആണ്. ആൻഡ് ദേ ആർ മോർ ഇൻ നമ്പർ. സ്മോൾ സൈസ് ആണ്, മോർ നമ്പർ ഓഫ് വാക്യൂൾസും ഉണ്ട്. ഓക്കെ, നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 12. Select the wrong statement. Option A, a bacterial cell wall is made up of a peptidoglycan. Option B, pili and fimbriae are mainly involved in motility of bacterial cell. Option C, cyanobacteria lack flagellated cells. Option D, mycoplasma is a wall-less microorganism. ഇതും രണ്ട് ചാപ്റ്ററിൻ്റെ ഒരു കോമ്പിനേഷൻ ആണ്. അതായത് ഈ പറയുന്ന ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലുള്ള ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. മാച്ച് ദ ഫോളോയിങ് അല്ല, റോങ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനല്ലേ, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മൾ സെൽ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ക്വസ്റ്റ്യനും വരുന്നുണ്ട്. നമുക്ക് നോക്കാം. ബാക്ടീരിയൽ സെൽ വോൾ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൻ. ബാക്ടീരിയ എടുത്താൽ അവർക്ക് ഏറ്റവും പുറമെ ഒരു കവറിംഗ് ഉണ്ട്, വിച്ച് ഇസ് കോൾഡ് സെൽ വോൾ. ആൻഡ് ദിസ് സെൽ വോൾ ഇസ് ഫോംഡ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൻ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇത് ഇസ് ഫോംഡ് ഓഫ് മ്യൂക്കോപെപ്റ്റൈഡ് അല്ലെ. പെപ്റ്റിഡോഗ്ലൈക്കൻ സെൽ വോൾ ആണ് ആർക്കുള്ളത്? ബാക്ടീരിയയ്ക്കുള്ളത്. ഇറ്റ്സ് എ പോളിമർ ഓഫ് N-acetyl glucosamine and N-acetyl ന്യൂറാമിക് ആസിഡ്. ഇത് രണ്ടും കൊണ്ട്, ഈ രണ്ട് കാർബോഹൈഡ്രേറ്റ് കൊണ്ട് ഫോം ചെയ്യുന്നതാണ് പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ട്. അതുകൊണ്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? ബാക്ടീരിയയുടെ സെൽ വോൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, പില്ലായി ആൻഡ് ഫിംബ്രിയെ ആർ മെയിൻലി ഇൻവോൾവ് ഇൻ മോട്ടിലിറ്റി ഓഫ് ബാക്ടീരിയൽ സെൽ. ബാക്ടീരിയ മൂവ് ചെയ്യാൻ സഹായിക്കുന്ന സ്ട്രക്ചേഴ്സ് ആണ് പില്ലായി ആൻഡ് ഫിംബ്രിയെ. ബാക്ടീരിയ ഒരിടത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്ത് പോകണമെങ്കിൽ അവർക്ക് സഹായിക്കുന്ന സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരെന്താണ്? ദേ ആർ കോൾഡ് ഫ്ലജല്ല എന്നാണ്. ഫ്ലജല്ല വിച്ച് ഇസ് ഫോംഡ് ഓഫ് എ പ്രോട്ടീൻ കോൾഡ് ഫ്ലജെല്ലിൻ. ഫ്ലജെല്ലിൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ കൊണ്ട് ഫോം ചെയ്യുന്ന ഫ്ലജെല്ല ഉപയോഗിച്ചാണ് ബാക്ടീരിയ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്ത് പോകുന്നത്. പിന്നെ എന്തായി? പില്ലയും ഫിംബ്രിയും. പില്ലായി എന്ന് പറയുന്നത് ദേ ആർ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. ഇവർ തമ്മിൽ കമ്പയർ ചെയ്താൽ പില്ലായും ഫിംബ്രിയുടെയും ലെങ്ത് വെച്ച് കമ്പയർ ചെയ്താൽ പില്ലായി കുറച്ചുകൂടെ ലോങ് ആണ്, ഫിംബ്രി ചെറുതാണ്, സ്മോൾ ആണ്. അപ്പോൾ പില്ലായി ആർ ലോങ് ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് വിച്ച് ഹെൽപ്സ് ഇൻ കോൺജുഗേഷൻ. ബാക്ടീരിയയുടെ റീപ്രൊഡക്ഷൻ മെത്തേഡാണ് കോൺജുഗേഷൻ. ഒരു ബാക്ടീരിയത്തിനടുത്ത് വേറൊരു ബാക്ടീരിയം വരും. അത് നമുക്ക് ഒരു ബാക്ടീരിയനെ F+ എന്നും ഒരു ബാക്ടീരിയനെ F- എന്നും പറയാം. അതായത് F+ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ ഹാവിങ് പ്ലാസ്മിഡ് ആണ് F+. അവർക്ക് പ്ലാസ്മിഡ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ക്രോമസോമൽ DNA ഉണ്ടെങ്കിൽ ദേ ആർ കോൾഡ് F+. F- എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ വിത്തൗട്ട് പ്ലാസ്മിഡ് ആണ്, അവർക്ക് എന്തില്ല? പ്ലാസ്മിഡ് ഇല്ല. അപ്പം F+ന്റെ അകത്ത് പ്ലാസ്മിഡ് ഉണ്ട്, F- പ്ലാസ്മിഡ് ഇല്ല. ഈ രണ്ട് ബാക്ടീരിയ റീപ്രൊഡക്ഷൻ്റെ സമയമാകുമ്പം പരസ്പരം അടുത്തടുത്ത് വരും. അടുത്തടുത്ത് വന്നതിന് ശേഷം F+ ബാക്ടീരിയയുടെ പില്ലായി, ഇവരുടെ സർഫസിൽ ധാരാളം പില്ലായി ഉണ്ട്. പില്ലായി എന്ന് പറഞ്ഞാൽ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇതെന്ത് ചെയ്യും? ഇറ്റ് വിൽ ഫോം എ കോൺജുഗേഷൻ ട്യൂബ് ഫോം ചെയ്യും.
അല്ലേ? ആ പില്ലായി എക്സ്റ്റെൻഡ് ചെയ്തൊരു കോൺജുഗേഷൻ ട്യൂബ് ഉണ്ടാവും. ഈ ട്യൂബ് ചെന്ന് F- അറ്റാച്ച് ചെയ്യും. അതിനുശേഷം ഈ പ്ലാസ്മിഡിൻ്റെ ഒരു കോപ്പിയും കൂടെ സിന്തസൈസ് ചെയ്യും. ഇതിൻ്റെ ഒരു കോപ്പിയും കൂടെ ഫോം ചെയ്യും. കോപ്പി ഫോം ചെയ്തിട്ട് അത് ഈ കോൺജുഗേഷൻ ട്യൂബ് വഴി എങ്ങോട്ട് പോകും? F- പോകും. അപ്പോൾ F- എന്തായി മാറും? F+ ആയിട്ട് മാറും. അപ്പം ബാക്ടീരിയയെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആയിട്ടുള്ള കോൺജുഗേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് സഹായിക്കുന്ന സ്ട്രക്ചേഴ്സാണ് പില്ലായി. അത് കുറച്ചും കൂടെ ഹെയർ ലൈക്ക് ആണ്, കുറച്ചും കൂടെ ലോങ് ആണ്, ലെങ്ത് കൂടുതലാണ്. ആരെ വെച്ച് കമ്പയർ ചെയ്യുമ്പം? ഫിംബ്രിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ലെങ്ത് കൂടുതലാണ്. ഇനി എന്താ ഫിംബ്രി? ഫിംബ്രി എന്ന് പറഞ്ഞാൽ ദേ ആർ സ്മോൾ ബ്രിസ്റ്റിൽ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. നമ്മൾ പല്ല് തേക്കുന്ന ബ്രഷ് ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലുള്ള ബ്രിസ്റ്റിൽ പോലുള്ള ബ്രിസ്റ്റിൽ ലൈക്ക് സ്ട്രക്ചേഴ്സിനെ പറയുന്ന പേരാണ് ഫിംബ്രി. ഈ ഫിംബ്രിയെ സഹായിക്കുന്നത് ബാക്ടീരിയ ഏതെങ്കിലും സർഫസിൽ ചെന്ന് അറ്റാച്ച് ചെയ്തിരിക്കാനാണ് സഹായിക്കുന്നത്. അപ്പോൾ ബാക്ടീരിയ ഒരു സർഫസിലോട്ട് അറ്റാച്ച് ചെയ്യാൻ സഹായിക്കുന്ന സ്ട്രക്ചറാണ് ഫിംബ്രിയെ. പില്ലായി എന്ന് പറയുമ്പോൾ ബാക്ടീരിയ കോൺജുഗേഷൻ പ്രോസസ്സ് നടത്താൻ സഹായിക്കുന്ന സ്ട്രക്ചേഴ്സാണ്. ഇവ രണ്ടും ബാക്ടീരിയ മൂവ് ചെയ്യാൻ സഹായിക്കില്ല. ഇവിടെ ഓപ്ഷൻ പറയുന്നത് എന്താണ്? പില്ലായി ആ ഫിംബ്രി ആർ മെയിൻലി ഇൻവോൾവ് ഇൻ മോട്ടിലിറ്റി ഓഫ് ബാക്ടീരിയൽ സെൽ എന്നാണ്. അല്ല, ബാക്ടീരിയ സെല്ല് മൂവ് ചെയ്യണമെങ്കിൽ ദേ ഷുഡ് ഹാവ് ഫ്ലജല്ല. പില്ലായി ഫിംബ്രിയയ്ക്കും മോട്ടിലിറ്റിയുമായിട്ട് യാതൊരു റോളും ഇല്ല. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. സയാനോ ബാക്ടീരിയ ലാക്ക് ഫ്ലജല്ലേറ്റഡ് സെൽ. സയാനോ ബാക്ടീരിയ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗി എടുത്താൽ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞു ഇവർ വെള്ളത്തിൽ മൂവ് ചെയ്യുന്ന അപ്പ് ആൻഡ് ഡൗൺ ആണ്. അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യാൻ അവരെ സഹായിക്കുന്നത് ഗ്യാസ് വെസിക്കിൾസ് അല്ലെങ്കിൽ ഗ്യാസ് വാക്യൂൾസ് ആണ്. ഗ്യാസ് ഫില്ല് ചെയ്യുന്ന അനുസരിച്ചാണ് ഇവർ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യുന്നത്. അവർക്ക് എന്തില്ല? ഫ്ലജലേറ്റഡ് സെൽസ് ഒന്നും തന്നെ ഇല്ല, ഫ്ലജലയുള്ള സെൽസ് ഇല്ല എന്ന് പറയുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അടുത്ത ഓപ്ഷൻ ഡി, മൈക്രോപ്ലാസ്മ ഇസ് എ വോൾലെസ് മൈക്രോ ഓർഗാനിസം. മൈക്രോപ്ലാസ്മ എന്ന് പറയുന്നത് സെൽ വോൾ ഇല്ലാത്ത ഒരു ഓർഗാനിസമാണ്, മൈക്രോ ഓർഗാനിസം അല്ലെ. മൈക്രോപ്ലാസ്മ എടുത്താൽ ഇറ്റ് ബിലോങ് ടു കിങ്ഡം മൊണീറ. കിങ്ഡം മൊണീറയിൽ വരുന്ന മെമ്പറാണ്. കിങ്ഡം മൊണീറ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കിങ്ഡം ഓഫ് പ്രോകാരിയോട്ടിക് ഓർഗാനിസം എന്ന് പറയുമ്പോൾ ബാക്ടീരിയ, മൈക്രോപ്ലാസ്മ, ആക്ടിനോമൈസിറ്റ് എന്നൊക്കെ പറയുന്ന മെമ്പേഴ്സ് വരുന്ന ഗ്രൂപ്പാണ് കിങ്ഡം മൊണീറ. അപ്പോൾ ബാക്ടീരിയയും മൈക്രോപ്ലാസ്മയും തമ്മിലുള്ള വ്യത്യാസം തന്നെ ദേ ആർ സിമിലർ ടു ബാക്ടീരിയ. ആരാണ് ഈ മൈക്രോപ്ലാസ്മ എന്ന് പറയുന്നത്? ഏറ്റവും ചെറിയ സ്മോളസ്റ്റ് ലിവിങ് ഓർഗാനിസം ആണ് മൈക്രോപ്ലാസ്മ, അല്ലെങ്കിൽ മറ്റൊരു പേര് PPLO, പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസംസ്. ഇവരെന്ന് പറയുന്നത് ദേ ആർ സിമിലർ ടു ബാക്ടീരിയമാണ്, ബട്ട് വിത്തൗട്ട് എ സെൽ വോൾ. അവർക്ക് എന്തില്ല? സെൽ വോൾ ഇല്ല. സെൽ വോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ദേ ആർ പ്ലിയോമോർഫിക് ആണ്. പ്ലിയോമോർഫിക് ആണ്. അവർക്ക് ഏത് മോർഫോളജിയും അറ്റൈൻ ചെയ്യാൻ പറ്റും. സോ ദേ ആർ കോൾഡ് ആസ് ജോക്കേഴ്സ് ഓഫ് മൈക്രോബയോളജി അല്ലെ. മൈക്രോബയോളജി, മൈക്രോ ഓർഗാനിസത്തിന്റെ വേൾഡ് എടുത്താൽ അവിടുത്തെ ജോക്കേഴ്സ് എന്നറിയപ്പെടുന്ന ആരെയാണ്? മൈക്രോപ്ലാസ്മകളാണ്. കാരണം സെൽ വോൾ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ഏത് ഫോമിലും ഷേപ്പിലും നിൽക്കാനായിട്ട് പറ്റും. സെൽ വോൾ ആണെങ്കിൽ ഒരു റിജിഡ് ഷേപ്പ് കൊടുക്കുന്നത്, ഇവർക്ക് സെൽ വോൾ ഇല്ല, അതുകൊണ്ട് ഇവർക്ക് ഏത് ഷേപ്പിലും ഏത് ഫോമിലും നിൽക്കാം. സോ ദേ ആർ കോൾഡ് ആസ് ദ ജോക്കേഴ്സ് ഓഫ് മൈക്രോബയോളജി. അപ്പോൾ മൈക്രോപ്ലാസ്മ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ലിവിങ് ഓർഗാനിസം ആണ്. അവർ ബാക്ടീരിയയ്ക്ക് സിമിലർ ആണ്, പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം വ്യത്യാസം. എന്ത്? ഇവർക്ക് സെൽ വോൾ ഇല്ല. സെൽ വോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ പല മോർഫോളജി ഇവർക്ക് അറ്റൈൻ ചെയ്യാം. ദേ ആർ പ്ലിയോമോർഫിക് ആണ്. ആൻഡ് സോ ദേ ആർ കോൾഡ് ആസ് ദ ജോക്കേഴ്സ് ഓഫ് മൈക്രോബയോളജി എന്ന് പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. പിന്നെ റോങ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് Philae and Fimbriae are mainly involved in motility of bacterial cells. Now moving into the next question, that is question number 30. A cell organelle containing hydrolytic enzyme. Hydrolytic enzyme ഉള്ള cell organelle ഏതാണ്? ഓപ്ഷൻ എ ലൈസോസോം, ഓപ്ഷൻ ബി മൈക്രോസോം, ഓപ്ഷൻ ബി റൈബോസോം, ഓപ്ഷൻ ഡി മീസോസോം. എല്ലാ ഓപ്ഷനും ശ്രദ്ധ നോക്കുക. ഒന്ന് ലൈസോസോം, സൂയിസൈഡൽ ബാഗ്സ് എന്നാണ് അവരെ വിളിക്കുന്നത്. അങ്ങനെ വിളിക്കാനുള്ള കാരണം എന്താണ്? അതിൻ്റെ ഉള്ളിൽ ധാരാളം ഹൈഡ്രോളിറ്റിക് എൻസൈംസ് ഉണ്ട് അല്ലേ. ലിപ്പേസ്, പ്രോട്ടിയേസ്, ഈ പറയുന്ന ലൈസോസോമിൻ്റെ ഉള്ളിൽ ഏതാണ്ട് 40 to 50 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൈഡ്രോളിറ്റിക് എൻസൈംസ് ഉണ്ട്. എൻസൈംസ് ലൈക്ക് പ്രോട്ടിയേസ് which helps in the breakdown of protein, lipase which helps in the breakdown of lipids, amylase which helps in the breakdown of starch, nuclease which helps in the breakdown of nucleic acid like DNA, RNA. അപ്പോൾ ഇതിനെയൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന എൻസൈം ഇതിൻ്റെ ഉള്ളിലുണ്ട്, ലൈസോസോമിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തുണ്ട്? ധാരാളം ഹൈഡ്രോളിറ്റിക് എൻസൈംസ് ഉണ്ട്.
മൈക്രോസോംസ് എന്ന് പറയുന്നത് സെല്ലിൻ്റെ അകത്ത് കാണുന്ന വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള എന്തിനെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ബോഡീസ് ആണ് മൈക്രോസോം. മൈന്യൂട്ട് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ് അവർ ജോലി എന്ന് പറയുന്ന എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുക. റൈബോസോം സെല്ലിൻ്റെ അകത്ത് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യാൻ സഹായിക്കുന്ന മെയിൻ ഓർഗനിലാണ് റൈബോസോം അല്ലെ. അതിൻ്റെ അകത്ത് എൻസൈംസ് ഒന്നും തന്നെ ഇല്ല. ദേ ആർ മേഡ് അപ്പ് ഓഫ് RNA ആൻഡ് പ്രോട്ടീൻ ആണ്. റൈബോസോമൽ RNA പ്രോട്ടീനും കൊണ്ട് ഫോം ചെയ്യുന്ന റൈബോ പ്രോട്ടീനീഷ്യസ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ്. റൈബോ പ്രോട്ടീനീഷ്യസ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ് എന്ന് പറയുമ്പോൾ ദേ ആർ ഫോംഡ് ഓഫ് RNA പ്ലസ് പ്രോട്ടീൻ ആണ്. ആര് ഈ പറയുന്ന റൈബോസോം എന്ന് പറയുന്നത്. മീസോസോം എന്തുവാ? ബാക്ടീരിയക്കകത്ത് ബാക്ടീരിയയുടെ പ്ലാസ്മ മെംബ്രെയിൻ, അവരെ പ്ലാസ്മ മെംബ്രെയിൻ അകത്തോട്ട് ഇൻഫോൾഡ് ചെയ്തുണ്ടാകുന്ന സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് മീസോസോം. ദേ ആർ കോൾഡ് മീസോസോംസ്. ബാക്ടീരിയക്ക് സെൽ വോൾ ഉണ്ട്, അതിൻ്റെ ഉള്ളിലുള്ള പ്ലാസ്മ മെംബ്രെയിൻ ഇൻഫോൾഡ് ചെയ്തുണ്ടാകുന്ന സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് മീസോസോംസ് എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് ഹൈഡ്രോലിറ്റിക് എൻസൈംസ് ഉള്ള സെൽ ഓർഗൻ ഏതാണ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഏതാണ്? ഇറ്റ് ഈസ് ലൈസോസോം. അപ്പോൾ നമുക്ക് പറയാം ആൻസർ ഇസ് ഓപ്ഷൻ എ, ദാറ്റ് ഇസ് ലൈസോസോം. Now moving into the next question, that is question number 14. Mitochondria and chloroplast are രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. എ എന്നും ബി എന്നും പറഞ്ഞ രണ്ട് സ്റ്റേറ്റ്മെന്റ്. ഏത് സ്റ്റേറ്റ്മെന്റ് ശരി, ഏത് സ്റ്റേറ്റ്മെന്റ് തെറ്റെന്ന് കണ്ടുപിടിക്കാനാണ്. അല്ലെ മൈറ്റോകോൺട്രിയ ആൻഡ് ക്ലോറോപ്ലാസ്റ്റ് ആർ. എ പറയുന്നത് സെമി ഓട്ടോണോമസ് ഓർഗനൽസ്. മൈറ്റോകോൺട്രിയയും ക്ലോറോപ്ലാസ്റ്റിനെയും വിളിക്കുന്നത് സെമി ഓട്ടോണോമസ് ഓർഗനൽ എന്നാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. ബി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഫോംഡ് ബൈ ഡിവിഷൻ ഓഫ് പ്രീ എക്സിസ്റ്റിംഗ് ഓർഗനൽ ആൻഡ് ദേ കണ്ടെയ്ൻ DNA ബട്ട് ലാക്ക് എ പ്രോട്ടീൻ സിന്തസൈസിംഗ് മെഷീനറി. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ ഇസ് കറക്റ്റ്? അല്ല ആദ്യത്തെ ഓപ്ഷൻ പറഞ്ഞ് സെമി ഓട്ടോണോമസ് ഓർഗനലാന്ന് പറഞ്ഞത്. നമുക്കറിയാം മൈറ്റോകോൺട്രിയ എടുത്താൽ ദേ ഹാവ് ആൻ ഔട്ടർ മെംബ്രെയിൻ ആൻഡ് ഇന്നർ മെംബ്രെയിൻ വിത്ത് ഇൻഫോൾഡിങ്സ് ആൻഡ് ദീസ് ഇൻഫോൾഡിങ്സ് ആർ കോൾഡ് ആസ് ക്രിസ്റ്റേ. Inside the inner membrane, they have a protein-filled region called stroma. Stroma contain a single circular DNA, and it also contains ribosomes. Ribosomes ഉണ്ട്. അപ്പോൾ സ്വന്തമായി DNA-യും റൈബോസോമും അല്ലെ, സ്വന്തമായിട്ട് DNA-യും റൈബോസോംസും ഉള്ളത് കൊണ്ടാണ് the organelle is called a semi-autonomous organelle. അപ്പോൾ A എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് is true. അടുത്ത രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ബി. ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദ ഡിവിഷൻ ഓഫ് പ്രീ എക്സിസ്റ്റിംഗ് ഓർഗനൽ. മൈറ്റോകോൺട്രിയ ഫോം ചെയ്യുന്നത് ബൈനറി ഫിഷൻ വഴിയാണ്. ഓൾറെഡി ഉള്ള മൈറ്റോകോൺട്രിയ ഫിഷൻ വഴി ഡിവൈഡ് ചെയ്ത് ഡോട്ടർ മൈറ്റോകോൺട്രിയാസ് ആയി മാറും. ശരി, ഓക്കെ. ആൻഡ് ദേ കണ്ടെയ്ൻ DNA. അതിൻ്റെ ഉള്ളിൽ DNA ഉണ്ട്, അതും ശരി. ബട്ട് ലാക്ക് പ്രോട്ടീൻ സിന്തസൈസിങ് മെഷീനറി. പക്ഷേ എന്തില്ലെന്നാ പറയുന്നത്? പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്ന മെഷീനറി ഇല്ല. ആരാ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്ന മെഷീനറി? ഇറ്റ് ഈസ് റൈബോസോം അല്ലേ. സെല്ലിൻ്റെ അകത്ത് പ്രോട്ടീൻ സിന്തസൈസിന് ഉണ്ടാക്കുന്ന ആൾ റൈബോസോമാണ്. ഇവർ പറയുന്നത് മൈറ്റോകോൺട്രിയ റൈബോസോം ആബ്സെന്റ് എന്നാണ്. ആണോ? മൈറ്റോകോൺട്രിയക്ക് സ്വന്തമായിട്ട് റൈബോസോം ഉണ്ട്, DNA ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞവരാ സെമി ഓട്ടോണോമസ് ഓർഗനൽ. അപ്പോൾ ബി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന്റെ രണ്ട് പോയിന്റ് ശരിയാ. അതുണ്ടാവുന്നത് പ്രീ എക്സിസ്റ്റിംഗ് ഓർഗനിന്റെ ഫിഷൻ പ്രോസസ്സ് വഴിയും അവർക്ക് DNA-യും ഉണ്ട്, പക്ഷേ റൈബോസോം ഇല്ല എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ പോയിന്റ് തെറ്റാണ്. അപ്പം നമുക്ക് പറയാം ഓപ്ഷൻ അല്ല, ഇതിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ അല്ല, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ബി എന്ന് പറയുന്നത് ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. എന്നാൽ എ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ട്രൂ ആണ്. ഇനി നമുക്ക് ഓപ്ഷൻ നോക്കിയാൽ എ ഇസ് ട്രൂ, ബി ഇസ് ഫോൾസ്. ബോത്ത് എ ആൻഡ് ബി ആർ ഫോൾസ്. എ ആൻഡ് ബി ആർ കറക്റ്റ്. ബി ഇസ് ട്രൂ ബട്ട് എ ഇസ് ഫോൾസ്. നമ്മൾ ക്ലിയർ ആണല്ലേ? ഇറ്റ് ഈസ് എ ഇസ് എ ട്രൂ ബട്ട് ബി ഇസ് എ ഫോൾസ് എന്ന് പറയുന്ന ആൻസർ ആണ് അവിടെ ശരിയായിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ, ദാറ്റ് ഇസ് എ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. മൈറ്റോകോൺട്രിയ ഇസ് എ സെമി ഓട്ടോണോമസ് ഓർഗനൽ സിൻസ് ഇറ്റ് കണ്ടെയ്ൻ ഇറ്റ്സ് ഓൺ DNA ആൻഡ് റൈബോസോം. ബി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ രണ്ട് പോയിന്റ് ശരിയാണ്, പക്ഷെ മൂന്നാമത്തെ പോയിന്റ് തെറ്റിപ്പോയി. അവർ പറയുന്നത് അവർക്ക് ലാക്ക് പ്രോട്ടീൻ സിന്തസൈസിങ് മെഷീനറി എന്നാണ്. ആ ഒരു സാധനം ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷെ എന്താണ്? മൈറ്റോകോൺട്രിയക്ക് റൈബോസോംസ് ഉണ്ട്. So answer is option A. Now moving into the next question, question number 15. Microtubules are the constituents of. Microtubule എന്തിന്റെ ഭാഗമാണ്? Option A, centriole, spindle fiber and chromatin. Option B, a centrosome, nucleosome, a centriole. Option C, cilia, a flagella, a peroxisome. Option D, a spindle fibers, a centrioles and cilia. മൈക്രോട്യൂബ്യൂൾ എന്ന് പറയുമ്പം സൈറ്റോപ്ലാസ്മിൽ കാണുന്ന നെറ്റ്വർക്ക് ഓഫ് പ്രോട്ടീനിയസ് സ്ട്രക്ചേഴ്സ് ആണ്.
ട്യൂബുലിൻ എന്നൊക്കെ പറഞ്ഞ പ്രോട്ടീൻ ഫോം ചെയ്യുന്നത്. ട്യൂബുലിൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ ഒരു എക്സാമ്പിൾ ഫോർ എ മൈക്രോ ട്യൂബ്യൂൾ ആണ്. ഇപ്പോൾ ഇവിടെ പറയുന്നത് മൈക്രോ ട്യൂബ്യൂൾ എന്ന് പറഞ്ഞ സ്ട്രക്ചർ എന്തിൻ്റെയൊക്കെ കോൺസ്റ്റിറ്റ്യൂവൻസ് എന്നാണ് ചോദ്യം. ഒന്ന് പറയുന്നത് സെൻട്രിയോൾ, സ്പിൻഡിൽ ഫൈബർ ആൻഡ് ക്രൊമാറ്റിൻ. സെൻട്രിയോൾ എടുത്താൽ ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് മൈക്രോ ട്യൂബ്യൂൾ. സ്പിൻഡിൽ ഫൈബേഴ്സ് എടുത്താലും ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് ട്യൂബുലിൻ പ്രോട്ടീൻ. സോ മൈക്രോ ട്യൂബ്യൂൾ ആണ്. പക്ഷേ ക്രൊമാറ്റിൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ് കമ്പസ്ഡ് ഓഫ് DNA പ്ലസ് ഹിസ്റ്റോൺ പ്രോട്ടീൻ പ്ലസ് നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻ ആണ്. ഇത് മൂന്നും കൂടെ ചേരുന്നതല്ലേ ക്രൊമാറ്റിൻ എന്ന് പറയുമ്പോൾ അവിടെ എന്ത് വരുന്നില്ല? മൈക്രോ ട്യൂബ്യൂൾസ് വരുന്നില്ല. അപ്പോൾ ഓപ്ഷൻ തെറ്റാണ് അല്ലേ? ഈ ഓപ്ഷൻ നമുക്ക് പറയാനായിട്ട് പറ്റില്ല. രണ്ടാമത്തെ എടുത്താൽ സെൻട്രോസോം, ന്യൂക്ലിയോസോം, സെൻട്രിയോൾ. സെൻട്രോസോം ഓക്കെ, ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് മൈക്രോ ട്യൂബ്യൂൾ ആണ്. ന്യൂക്ലിയോസോം എന്ന് പറയുമ്പോൾ എന്തുവാ? DNA ഈ പറയുന്ന ഹിസ്റ്റോൺ പ്രോട്ടീനുമായിട്ട് ചേർന്നുണ്ടാവുന്ന സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസോംസ്. അവിടെ ന്യൂക്ലിയോസോമിൽ എന്ത് വരില്ല? മൈക്രോ ട്യൂബ്യൂൾസ് ഇല്ല. എന്നാൽ മൂന്നാമത്തെ സെൻട്രിയോൾ എടുത്താലോ അവിടെ മൈക്രോ ട്യൂബ്യൂൾ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ന്യൂക്ലിയോസോം എടുത്താൽ ഇറ്റ് ഈസ് നോട്ട് ഫോംഡ് ഓഫ് മൈക്രോ ട്യൂബ്യൂൾസ്. അടുത്ത മൂന്നാമത്തെ ഓപ്ഷൻ സീലിയ, ഫ്ലജെല്ല ആൻഡ് പെറോക്സിസോം. സീലിയ എടുത്താൽ ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് മൈക്രോ ട്യൂബ്യൂൾ ആണ്, ട്യൂബുലിൻ കൊണ്ടാണ്. ഫ്ലജെല്ല എടുത്താലും അത് ഡിറൈവ് ചെയ്യുന്ന ബേസൽ ബോഡി, സെൻട്രിയോളിന്റെ ബേസൽ ബോഡി നിന്നാണ്. സോ ഇറ്റ് ഈസ് ഓൾസോ എ ഫോം ഓഫ് എ പാർട്ട് ഓഫ് മൈക്രോ, ഇറ്റ് ഓൾസോ കൺസിസ്റ്റ് ഓഫ് മൈക്രോ ട്യൂബ്യൂൾ. എന്നാൽ പെറോക്സിസോംസ് എടുത്താലും, പെറോക്സിസോം എന്ന് പറയുന്നത് സെല്ലിൻ്റെ അകത്ത് ഫോട്ടോ റെസ്പിറേഷന് സഹായിക്കുന്ന ഓർഗൻ അല്ല. ഇറ്റ് ഹെൽപ്സ് ഇൻ ഫോട്ടോ റെസ്പിറേഷൻ. അവിടെ ആര് വരുന്നില്ല? മൈക്രോ ട്യൂബ്യൂളുടെ യാതൊരു ബന്ധവും ഇല്ല. നൗ മൂവിങ് ഇൻ ഓപ്ഷൻ നമ്പർ D, that is spindle fibers, centriole and cilia. Spindle fibers that helps in cell division. It is formed of tubulin protein. ശരിയാണ്. സെൻട്രിയോൾ എടുത്താൽ അതിൻ്റെ അകത്ത് മൈക്രോ ട്യൂബ്യൂൾസ് ഉണ്ട്. ദാറ്റ് ഈസ് സെൻട്രിയോളിൻ്റെ അകത്ത് ഇറ്റ് ഹാസ് മൈക്രോ ട്യൂബ്യൂൾ ഓഫ് 9+2 അറേഞ്ച്മെൻറ്റ് അല്ലേ സെൻട്രിയോളിൻ്റെ അകത്തും. സോ അതും ഈ പറയുന്ന സെൻട്രിയോളിൻ്റെ അകത്ത് 9+2 അല്ല, സോറി, ഇറ്റ് ഇസ് 9+0 അറേഞ്ച്മെൻറ്റ്. ഫ്ലജെല്ല, സീലിയ ആണ് 9+2, സോറി, സെൻട്രിയോളിൻ്റെ അകത്ത് 9+0 അറേഞ്ച്മെൻറ്റ്. മൈക്രോ ട്യൂബ്യൂൾസ് കൊണ്ടാണല്ലോ ഫോം ചെയ്യുന്നത്. സീലിയ എടുത്താൽ ഇറ്റ് ഈസ് എ 9+2 അറേഞ്ച്മെൻറ്റ്. 9 മൈക്രോ ട്യൂബ്യൂൾ പെരിഫറൽ സൈഡിലും 2 നടുക്കും. ഇവിടെയാണെങ്കിൽ സെൻട്രിയോളിലാണെങ്കിൽ 9 പെരിഫറൽ, നടുക്കൊന്നുമില്ല. സോ ഇറ്റ്സ് എ 9+0. ഇവിടെ അങ്ങനെ 9+2 അറേഞ്ച്മെൻറ്റ് ഓഫ് മൈക്രോ ട്യൂബ്യൂൾസ് ആണ്. അപ്പം സ്പിൻഡിൽ ഫൈബേഴ്സ് ഫോം ചെയ്യുന്ന ട്യൂബുലിൻ പ്രോട്ടീൻ കൊണ്ടാണ്. സെൻട്രിയോൾ ഫോം ചെയ്യുന്ന 9+0 മൈക്രോ ട്യൂബുൾ അറേഞ്ച്മെൻ്റ് ആണ്. സീലിയ ഫോം ചെയ്യുന്ന 9+2 മൈക്രോ ട്യൂബുൾ അറേഞ്ച്മെൻ്റ് ആണ്. അപ്പം മൈക്രോ ട്യൂബ്യൂൾസ് ആണ് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ഏത് ഓപ്ഷൻ ആണ് റൈറ്റ്? ഇറ്റ് ഇസ് ഓപ്ഷൻ D, ദാറ്റ് ഇസ് സ്പിൻഡിൽ ഫൈബർ, സെൻട്രിയോൾസ് ആൻഡ് സീലിയ. Now the next question, question number 16. Which one of the following cell organelle is enclosed by a single membrane? സിംഗിൾ മെംബ്രെയിൻ കൊണ്ട് കവർ ചെയ്ത ഓർഗനൽസ് ഏതാണ്? നമ്മൾ ഓർഗനൽസ് പഠിച്ചപ്പോൾ 3 ടൈപ്പ് ഓർഗനൽസ് പഠിച്ചു. ദർ ആർ സിംഗിൾ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഉണ്ട്, ഡബിൾ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഉണ്ട്, ദെൻ മെംബ്രെയിൻ ലെസ് ഓർഗനൽ ഉണ്ട്, മെംബ്രെയിൻ ഇല്ലാത്ത ഓർഗനൽ. ഇത് പറയുമ്പോൾ ഒറ്റ മെംബ്രെയിൻ കൊണ്ട് കവർ ചെയ്ത ഓർഗനൽ. ഡബിൾ മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ 2 മെംബ്രെയിൻ ഉണ്ട്. ദേ ഹാവ് ഔട്ടർ മെംബ്രെയിനും ഇന്നർ മെംബ്രെയിനും ഉണ്ട്. മെംബ്രെയിൻ ലെസ് എന്ന് പറയുമ്പോൾ എന്താ? ഇവർക്ക് ഈ പറയുന്ന മെംബ്രെയിൻ കാണില്ല. ദേ ഹാവ് നോ മെംബ്രെയിൻ. ഈ മെംബ്രെയിൻ എന്ന് പറഞ്ഞ സാധനം ഇല്ല. പകരം അവർക്കൊരു കവറുണ്ട്. അത് നമുക്ക് മെംബ്രെയിൻ എന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല. കാരണം ഇറ്റ് ഈസ് നോട്ട് ഫോംഡ് ഓഫ് ലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻ. ഒരു മെംബ്രെയിൻ നമ്മൾ ബയോ മെംബ്രെയിൻ എന്ന് പറയണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഫോംഡ് ഓഫ് ലിപ്പിഡ് ആൻഡ് പ്രോട്ടീൻ. ലിപ്പിഡും പ്രോട്ടീൻ കൊണ്ട് ഫോം ചെയ്താൽ മാത്രമേ അത് എന്തായി മാറത്തുള്ളൂ? ഒരു ബയോ മെംബ്രെയിൻ അല്ലെങ്കിൽ ഒരു പ്ലാസ്മ മെംബ്രെയിൻ ഒക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇവിടെ ഇവർക്കൊരു ലിമിറ്റിംഗ് കവർ ഉണ്ടെന്നേ ഉള്ളൂ. അതിന് മെംബ്രെയിൻ്റെ ഒരു പ്രോപ്പർട്ടിയും ഇല്ല. അത് നമുക്കതിനെ മെംബ്രെയിൻ എന്ന് വിളിക്കാനായിട്ട് സാധിക്കില്ല. ഇവിടെ ചോദ്യം ഇതാണ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സെൽ ഓർഗനൽ ഇസ് എൻക്ലോസ്ഡ് ബൈ സിംഗിൾ മെംബ്രെയിൻ? സിംഗിൾ മെംബ്രെയിൻ ഓർഗനിൽ വരുന്നതാണ് ദ മെംബ്രെയിൻസ് ലൈക്ക് റൈബോസോംസ്, സോറി റൈബോസോം അല്ല, മെംബ്രെയിൻസ് ലൈക്ക് ലൈസോസോംസ് അല്ലേ. ഡബിൾ മെംബ്രെയിനിൽ വരുന്നതാണ് മെംബ്രെയിൻ ലൈക്ക് മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ്, ന്യൂക്ലിയസ്. മെംബ്രെയിൻ ഇല്ലാത്തവരാണ് റൈബോസോംസ്, ന്യൂക്ലിയോലസ് ഒക്കെ എടുത്താൽ മെംബ്രെയിൻലെസ് ഓർഗനാണ്. സിംഗിൾ മെംബ്രെയിൻ കൊണ്ട് കവർ ചെയ്തത് ലൈസോസോംസ് ഉണ്ട്, ഇനിയുണ്ട് ഗോൾജി ബോഡീസ് ഉണ്ട്, വാക്യൂൾ ഉണ്ട്. ഇതെല്ലാം സിംഗിൾ മെംബ്രെയിൻ ബോണ്ട് ഓർഗനലാണ്. ഇതിൽ ചോദ്യം വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഓർഗനൽസ് സിംഗിൾ മെംബ്രെയിൻ ബോണ്ട്? നമുക്ക് ഓപ്ഷൻ നോക്കാം, 4 എണ്ണം. ഓപ്ഷൻ എ ലൈസോസോം,
ഓപ്ഷൻ ബി ന്യൂക്ലിയായി, ഓപ്ഷൻ സി മൈറ്റോകോൺഡ്രിയ, ഓപ്ഷൻ ഡി ക്ലോറോപ്ലാസ്റ്റ്. ഇതിൽ ന്യൂക്ലിയസ്, മൈറ്റോകോൺഡ്രിയ, ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ദേ ആർ ഡബിൾ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ആണ്. എന്നാൽ ലൈസോസോം എടുത്താൽ ഇറ്റ് ഈസ് എ സിംഗിൾ മെംബ്രെയിൻ ബൗണ്ട് ഓർഗൻ. അവർക്ക് ചുറ്റും ഒരു മെംബ്രെയിനേ ഉള്ളൂ. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ എ, ദാറ്റ് ഇസ് ലൈസോസോം. Now moving into the next question, that is question number 17. ഇതൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ് ആൻഡ് ഐഡന്റിഫൈ ദ കറക്റ്റ് ഓപ്ഷൻ. അതിൽ കോളം 1ൽ കിടക്കുന്നത് തൈലക്കോയിഡ്സ്, ക്രിസ്റ്റേ, സിസ്റ്റർനെ, ക്രോമാറ്റിൻ. കോളം 2ൽ കിടക്കുന്നത് ഡിസ്ക് ഷേപ്ഡ് സാക്കിൻ ഗോൾജി അപ്പാരറ്റസ്, കണ്ടൻസ് സ്ട്രക്ചർ ഓഫ് DNA, ഫ്ലാറ്റ് മെംബ്രേനിയസ് സാക്കിൻ സ്ട്രോമ, ഇൻഫോൾഡിങ്സ് ഇൻ മൈറ്റോകോൺഡ്രിയ. ഇവിടെ ഓപ്ഷൻസ് എടുത്ത് എഴുതിയിട്ടില്ല, ഓരോരോ ഓപ്ഷൻസ് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെ മാച്ച് ചെയ്യാം. അല്ലെ, തൈലക്കോയിഡ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞ ഓർഗനലിനെടുത്താൽ ഇറ്റ് ഹാസ് എൻ ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, ഇന്നർ മെംബ്രെയിൻ ഉണ്ട്. ഇന്നർ മെംബ്രെയിൻ്റെ ഉള്ളിൽ ദർ ഈസ് എ പ്രോട്ടീൻ ഫിൽഡ് മാട്രിക്സ് ഉണ്ട് വിച്ച് ക്യാൻ ബി കോൾഡ് സ്ട്രോമ. അല്ലെ, സ്ട്രോമയിൽ എംബഡ് ചെയ്ത് ഒരുപാട് കോയിൻ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട് വിച്ച് ആർ കോൾഡ് തൈലക്കോയിഡ്സ്. കോയിൻ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട് വിച്ച് ആർ കോൾഡ് തൈലക്കോയിഡ്സ്. എഗെയിൻ തൈലക്കോയിഡ്സ് ചേർന്ന് എന്തുണ്ടാവും? ഗ്രാന ഫോം ചെയ്യും ആണല്ലോ. അപ്പോൾ നമുക്കിവിടെ പറയുന്ന ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കോളം 1A എന്ന് പറയുന്നത് തൈലക്കോയിഡ് ആണ്. ഏത് ഓപ്ഷനോട് മാച്ച് ചെയ്യും? തൈലക്കോയിഡ്സ് എടുത്താൽ ദേ ആർ ദ ഫ്ലാറ്റ് മെംബ്രേനിയസ് സാക്ക് ഇൻ സ്ട്രോമ. ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രോമയിൽ കാണുന്ന ഫ്ലാറ്റ് ആയിട്ടുള്ള മെംബ്രെയിൻ കൊണ്ട് കവർ ചെയ്ത സാക്കുകളെ വിളിക്കുന്ന പേരാണ് തൈലക്കോയിഡ്സ്. ദേ ആർ കോയിൻ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്, അല്ലെങ്കിൽ മെംബ്രെയിൻ കൊണ്ട് കവർ ചെയ്ത സാക്കുകളാണ്. എവിടെ കാണും? ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രോമയിൽ കാണും. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ഇവർ തമ്മിൽ നമുക്ക് മാച്ച് ചെയ്യാന്ന് പറയും, A and 3. Now the second one, B, that is ക്രിസ്റ്റേ എടുത്താൽ. ക്രിസ്റ്റേ എവിടെയാണ് പഠിച്ചത്? മൈറ്റോകോൺഡ്രിയയ്ക്ക് 2 മെംബ്രെയിൻ ഉണ്ട്, ഔട്ടർ മെംബ്രെയിനും ഇന്നർ മെംബ്രെയിനും. ഇന്നർ മെംബ്രെയിൻ്റെ അകത്തുള്ള ഇൻഫോൾഡിങ്സിനെ വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റേ ആണല്ലോ. സോ ക്രിസ്റ്റേ എന്ന് പറയുന്നത് ദേ ആർ ദ ഇൻഫോൾഡിങ്സ് ഇൻ മൈറ്റോകോൺഡ്രിയ. ക്രിസ്റ്റേ B4, ഇൻഫോൾഡിങ്സ് ഇൻ മൈറ്റോകോൺഡ്രിയ. ദെൻ അടുത്ത സിസ്റ്ററിനെ പഠിച്ച എവിടെയാണ്? നമ്മൾ ഗോൾജി ബോഡി പഠിക്കുമ്പോൾ ഗോൾജി ബോഡിക്കകത്ത് ഒരുപാട് സാക്ക്, ഫ്ലാറ്റൻഡ് സാക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. സിസ് സൈഡ് ഉള്ളതും അതിൻ്റെ ലാസ്റ്റ് വരുന്ന ട്രാൻസ് സൈഡുകളുമുള്ള ഒരുപാട് സാക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഈ സാക്കുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ദേ ക്യാൻ ബി കോൾഡ് സിസ്റ്റർനെ എന്ന് പറയാം. ഇതെവിടെ വരുന്നത്? ഗോൾജി അപ്പാരറ്റസ് അല്ലെങ്കിൽ ഗോൾജി ബോഡീസിലാണ് അല്ലേ. സോ ദേ ആർ ദ ഡിസ്ക് ഷേപ്ഡ് സാക്ക് ഇൻ ഗോൾജി അപ്പാരറ്റസ്. അടുത്ത ഓപ്ഷൻ ഡി നോക്കാം. ദാറ്റ് ഇസ് ലാസ്റ്റ് വൺ, ദാറ്റ് ഇസ് ക്രോമാറ്റിൻ ആണ് അല്ലേ, കോളം 1ൽ. ക്രോമാറ്റിൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ കണ്ടൻസ്ഡ് സ്ട്രക്ചർ ഓഫ് DNA കണ്ടൻസ് ചെയ്തിരിക്കുന്നത് ഹിസ്റ്റോൺ പ്രോട്ടീൻസുമായിട്ട് ചേർന്ന് കണ്ടൻസ് ചെയ്തിരിക്കുന്നത് നമ്മൾ പറയുന്ന പേരാണ് ക്രോമാറ്റിൻ. നമുക്ക് മാച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ തൈലക്കോയിഡ്സ് ദേ ആർ ദ ഫ്ലാറ്റ് മെംബ്രെയിൻ സാക്ക് ഇൻ സ്ട്രോമ, ക്രിസ്റ്റേ ഇൻഫോൾഡിങ്സ് ഇൻ മൈറ്റോകോൺഡ്രിയ, സിസ്റ്റർനെ ഡിസ്ക് ഷേപ്ഡ് സാക്ക് ഇൻ ഗോൾജി അപ്പാരറ്റസ്, ക്രോമാറ്റിൻ ഇറ്റ് ഈസ് ദ കണ്ടൻസ് സ്ട്രക്ചർ ഓഫ് DNA. ഓക്കെ, now the next question. അടുത്തത് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 18 ആണ്. Which of the following structure is not found in a prokaryotic cell? ഒരു പ്രോക്യാരിയോട്ടിക് സെല്ലിൽ ഇല്ലാത്ത സ്ട്രക്ചർ ഏതാണ്? നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ മീസോസോം, ഓപ്ഷൻ ബി പ്ലാസ്മ മെംബ്രെയിൻ, ഓപ്ഷൻ സി ന്യൂക്ലിയർ എൻവലപ്പ് ആൻഡ് ഓപ്ഷൻ ഡി റൈബോസോം. മീസോസോംസ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ എടുത്താൽ ഒരു പ്രോക്യാരിയോട്ടിക് സെല്ലിൻ്റെ, ഫോർ എക്സാമ്പിൾ ബാക്ടീരിയയുടെ സെൽ മെംബ്രെയിനിൽ കാണുന്ന ഇൻഫോൾഡിങ്സിനെ പറയുന്ന പേരല്ലേ മീസോസോംസ്? ഇൻഫോൾഡിങ്സ് ആണ്. എവിടെയുള്ള? പ്രോക്യാരിയോട്ടിക് സെല്ലിൻ്റെ പ്ലാസ്മ മെംബ്രെയിനിലുള്ള ഇൻഫോൾഡിങ്സിനെ പറയുന്ന പേരാണ് മീസോസോം. സോ ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ എ പ്രോക്യാരിയോട്ടിക് സെൽ. 2 പ്ലാസ്മ മെംബ്രെയിൻ. നമുക്ക് എല്ലാ ലിവിങ് ഓർഗാനിസത്തിനും ഇറ്റ് ഇസ് കവേർഡ് ബൈ എ പ്ലാസ്മ മെംബ്രെയിൻ ആണല്ലോ. ആനിമൽ സെല്ലാണെങ്കിൽ ഏറ്റവും പുറമേ കാണുന്ന പ്ലാസ്മ മെംബ്രെയിൻ ആണ്. പ്രോക്യാരിയോട്ടിക് സെൽസ്, അതായത് ബാക്ടീരിയൽ സെല്ലിലും പ്ലാന്റ് സെല്ലിൻ്റെ അകത്തും ഫംഗൽ സെല്ലിൻ്റെ അകത്തും ഇന്നർ ടു ദ സെൽ വോളായിട്ട് ആരുണ്ട്? പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. സോ പ്ലാസ്മ മെംബ്രെയിൻ പ്രസൻ്റ് ആണ്. Then third one, nuclear envelope. ന്യൂക്ലിയർ എൻവലപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് ന്യൂക്ലിയസ് ആണല്ലോ. നമ്മൾ ന്യൂക്ലിയസ് എടുത്താൽ അതിനെ കവേർഡ് ബൈ ഒരു ന്യൂക്ലിയർ എൻവലപ്പ്, അല്ലെങ്കിൽ നമുക്കിനെ പറയാം ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയാം. ന്യൂക്ലിയർ എൻവലപ്പ് അല്ലെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് ന്യൂക്ലിയർ മെംബ്രെയിൻ. സോ എവറി ന്യൂക്ലിയസ് ഇസ് കവേർഡ് ബൈ എ ന്യൂക്ലിയർ എൻവലപ്പ് ഓർ എ ന്യൂക്ലിയർ മെംബ്രെയിൻ. എഗെയിൻ ഇതിൻ്റെ ഉള്ളിലാണ് there is a ന്യൂക്ലിയോപ്ലാസം ഉണ്ട്, ന്യൂക്ലിയോപ്ലാസം ഉണ്ട്. ദെൻ there is a ന്യൂക്ലിയോലസ് എന്ന് പറഞ്ഞ ഓർഗൻ ഉണ്ട്, ന്യൂക്ലിയോലസ് ഉണ്ട്.
ആണ്. ഇങ്ങനെ ന്യൂക്ലിയർ മെംബ്രെയിനും ന്യൂക്ലിയോപ്ലാസവും ന്യൂക്ലിയലസും ഉള്ള ന്യൂക്ലിയസ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇറ്റ് ഈസ് കോൾഡ് എ ട്രൂ ന്യൂക്ലിയസ് or it can be called as a eukaryotic nucleus. Eukaryotic nucleus എന്ന് പറയും. ഇവിടെ prokaryotic cells എടുത്താൽ they have a primitive type of nucleus ആണ്. Primitive type of nucleus. എന്താ primitive nucleus എന്ന് പറയുമ്പോൾ nucleus without nuclear membrane ആണ് അല്ലേ. ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ലാത്ത ന്യൂക്ലിയസിനെ പറയുന്ന പേരാണ് a primitive nucleus. അത് prokaryotic സെല്ലിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അപ്പം prokaryotic സെൽ എടുത്താൽ അവിടെ എന്ത് കാണില്ല? ന്യൂക്ലിയർ എൻവലപ്പ് കാണില്ല. Then അടുത്ത നാലാമത്തെ ഓപ്ഷൻ റൈബോസോം എടുത്താലോ. റൈബോസോം ഇസ് എ മെംബ്രെയിൻലെസ് ഓർഗനൽ ആണ് which is found in all living organism. എല്ലാ ലിവിങ് ഓർഗാനിസത്തിലും ഉള്ള ഒരു മെംബ്രെയിൻ ഇല്ലാത്ത ഓർഗനലാണ് റൈബോസോം. അപ്പോൾ ഇതിൽ പ്രോക്യാരിയോട്ടിക് സെല്ലിൽ കാണാത്ത ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് ഓപ്ഷൻ സി, ദാറ്റ് ഇസ് ന്യൂക്ലിയർ എൻവലപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 19 ആണ്. സെൽ ഓർഗനൽസ് വിത്ത് മെംബ്രെയിൻസ് ആണ്. മെംബ്രെയിൻ ഉള്ള സെൽ ഓർഗനൽസ് ഏതൊക്കെയാണ്? നമ്മൾ 3 ടൈപ്പ് സെൽ ഓർഗനൽസ് പഠിച്ചിട്ടുണ്ട്. ദേ ആർ സിംഗിൾ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ്, ഡബിൾ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ആൻഡ് മെംബ്രെയിൻലെസ് ഓർഗനൽസ് അല്ലെ. മെംബ്രെയിൻ ഇല്ലാത്ത ഓർഗനൽസിനെ പറയുന്ന പേരാണ് മെംബ്രെയിൻലെസ് ഓർഗനൽ. ഡബിൾ മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ ദേ ഹാവ് ആൻ ഔട്ടർ മെംബ്രെയിൻ ആൻഡ് ആൻ ഇന്നർ മെംബ്രെയിൻ. സിംഗിൾ മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ ഒരൊറ്റ മെംബ്രെയിൻ ഉള്ളത്. ഇപ്പോൾ 3 ടൈപ്പ് ഓർഗനൽസ് ഉണ്ട്. മെംബ്രെയിൻ ഇല്ലാത്ത ഓർഗനൽസ് ഉണ്ട്, 2 മെംബ്രെയിനുള്ള ഔട്ടർ മെംബ്രെയിൻ ഇന്നർ മെംബ്രെയിനുള്ള ഡബിൾ മെംബ്രെയിൻ ഓർഗനൽസ് ഉണ്ട്, സിംഗിൾ മെംബ്രെയിനുള്ള സിംഗിൾ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസും ഉണ്ട്. ഇതിൽ നമ്മൾ ലൈസോസോംസ് എടുത്താൽ ലൈസോസോംസ്, ഗോൾജി ബോഡീസ് ഒക്കെ എടുത്താൽ ദേ ആർ സിംഗിൾ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ആണ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഇതെല്ലാം സിംഗിൾ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലാണ്. മൈറ്റോകോൺട്രിയ ക്ലോറോപ്ലാസ്റ്റ് ഇവരെയൊക്കെ എടുത്താലോ ദേ ആർ ഡബിൾ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ആണ്. Why? Ribosomes, nucleolus ഒക്കെ എടുക്കുകയാണെങ്കിൽ ദേ ആർ മെംബ്രെയിൻലെസ് ഓർഗനൽ ആണ്. അറിയാലോ. അപ്പോൾ നമുക്ക് നോക്കാം. സെല്ലുലാർ ഓർഗനൽസ് വിത്ത് മെംബ്രെയിൻസ് ആണ്. മെംബ്രെയിൻ ഉള്ള ഓർഗനൽസ് ഏതൊക്കെ? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റൈബോസോം, ന്യൂക്ലിയർ. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഇറ്റ് ഇസ് എ സിംഗിൾ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ, റൈബോസോം എടുത്താൽ മെംബ്രെയിൻലെസ് ആണ്, ഇവർക്ക് മെംബ്രെയിൻ ഇല്ല. ന്യൂക്ലിയർ എടുത്താൽ ഇറ്റ് ഇസ് എ ഡബിൾ മെംബ്രെയിനിയസ് ഓർഗനൽ ആണ്. അപ്പോൾ അതിൽ എന്തില്ല? റൈബോസോം എടുത്താൽ അവർക്ക് മെംബ്രെയിൻ ഇല്ല. അടുത്ത രണ്ടാമത്തെ ഓപ്ഷൻ ലൈസോസോം സിംഗിൾ മെംബ്രെയിൻ ഓർഗനൽ, ഗോൾജി അപ്പാരറ്റസ് സിംഗിൾ മെംബ്രെയിൻ ഓർഗനൽ, മൈറ്റോകോൺട്രിയ ഇറ്റ് ഇസ് എ ഡബിൾ മെംബ്രെയിനിയസ് ഓർഗനൽ. അതിനകത്ത് വരുന്ന 3 പേർക്ക് എന്തുണ്ട്? മെംബ്രെയിൻ പ്രസന്റ് ആണ്. തേർഡ് ഓപ്ഷൻ ന്യൂക്ലിയായി ഡബിൾ മെംബ്രെയിനിയസ്, റൈബോസോം വിത്തൗട്ട് മെംബ്രെയിൻ, മൈറ്റോകോൺട്രിയ ഇറ്റ് ഇസ് എ ഡബിൾ മെംബ്രെയിൻ. അപ്പോൾ ഇതിൽ റൈബോസോം വരുന്നത് നമുക്ക് ആ ഓപ്ഷൻ എടുക്കാനായിട്ട് പറ്റില്ല. അടുത്ത ഫോർത്ത് ഓപ്ഷൻ ക്രോമസോംസ് ഇറ്റ് ഇസ് നോട്ട് എ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ അല്ല, അവരൊരു ഓർഗനൽ അല്ല, ഇറ്റ്സ് എ സ്ട്രക്ചർ ദാറ്റ് ഇസ് ഫൗണ്ട് ഇൻസൈഡ് ദ ന്യൂക്ലിയസ് ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഓർഗനൽ എന്ന് തന്നെ പറയാനായിട്ട് പറ്റും. ഇറ്റ് ഇസ് നോട്ട് ആൻ, ഇതൊരു ഓർഗനൽ അല്ല, നോട്ട് ആൻ ഓർഗനൽ, ഇതൊരു ഓർഗനൽ എന്ന് പറയാനായിട്ട് സാധിക്കില്ല. റൈബോസോം എടുത്താൽ ഇറ്റ് ഇസ് നോട്ട് കവേർഡ് ബൈ എനി മെംബ്രെയിൻ. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം സിംഗിൾ മെംബ്രെയിൻ. അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണ്? ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ സിംഗിൾ മെംബ്രെയിൻ ഓർഗനൽസ് സെൽ ഓർഗനൽസ് വിത്ത് മെംബ്രെയിൻ ഏതൊക്കെയെന്നാണ്? ദേ ആർ ലൈസോസോംസ്, ഗോൾജി അപ്പാരറ്റസ് ആൻഡ് മൈറ്റോകോൺട്രിയ. ദാറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ്. ലൈസോസോം സിംഗിൾ മെംബ്രെയിൻ, ഗോൾജി അപ്പാരറ്റസ് സിംഗിൾ മെംബ്രെയിൻ ആൻഡ് മൈറ്റോകോൺട്രിയ ഇസ് എ ഡബിൾ മെംബ്രെയിനിയസ് ഓർഗനൽ. Okay, now moving into the next question, question number 20. Which of the following are not membrane bound? തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. Which of the following are not membrane bound? മെംബ്രെയിൻ ഇല്ലാത്ത ഓർഗനൽ ഏതാണ്? നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് ഓപ്ഷൻ 4 ഓപ്ഷൻസിൽ 1 ലൈസോസോംസ്, ബി മീസോസോം, സി വാക്യൂൾ, ഡി റൈബോസോംസ്. ക്ലിയർ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മെംബ്രെയിൻ ഇല്ലാത്ത ഓർഗൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് റൈബോസോം ആണ്. പിന്നെ പറഞ്ഞുള്ളത് ആരാ? ഇറ്റ് ഇസ് ന്യൂക്ലിയോലസ് അല്ലെ. ന്യൂക്ലിയോലസ് എടുത്താലും ഇറ്റ് ഇസ് എ നോൺ മെംബ്രെയിനിയസ് ഓർഗനൽ ആണ്, നോട്ട് കവേർഡ് ബൈ എ മെംബ്രെയിൻ. ലൈസോസോംസ് മെംബ്രെയിൻ കൗണ്ട് ആണ്. മീസോസോം ഒരു ഓർഗനൽ അല്ല, ഇറ്റ് ഇസ് ആൻ ഇൻഫോൾഡിംഗ് ആണ്. വാക്യൂൾ ഇസ് ആൻ ഓർഗനൽ ആണ് which is also covered by a single membrane. Now the next question, question number 21. DNA is not present in, DNA ഇല്ലാത്തത് എവിടെ? A nucleus, B mitochondria, C chloroplast, D ribosomes. ന്യൂക്ലിയസ് എടുത്താൽ ഇറ്റ് കണ്ടെയ്ൻസ് എ ജനറ്റിക് മെറ്റീരിയൽ കോൾഡ് DNA or RNA. ന്യൂക്ലിയസ് ആണ് നമ്മുടെ ബോഡിയിലെ എല്ലാ പ്രോസസ്സിനെയും കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഹെറിഡിറ്ററി മെറ്റീരിയലിനെ ക്യാരി ചെയ്യുന്നത് ന്യൂക്ലിയസിനുള്ളിലാണ്. ആരെ ഹെറിഡിറ്ററി മെറ്റീരിയൽ എന്ന് പറയുന്നത് DNA ആണ്. അപ്പം ന്യൂക്ലിയസ് എടുത്താൽ ഇറ്റ് കണ്ടെയ്ൻസ് DNA. DNA ഇവിടെ പ്രസന്റ് ആണ്.
മൈറ്റോകോൺട്രിയ അറിയപ്പെടുന്നത് തന്നെ സെമി ഓട്ടോണമസ് ഓർഗനൽ ആണ്. കാരണം എന്തുകൊണ്ടാണ്? സിൻസ് ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ DNA ആൻഡ് റൈബോസോം. അപ്പോൾ മൈറ്റോകോൺട്രിയയിൽ എന്ത് പ്രസന്റ് ആണ്? DNA പ്രസന്റ് ആണ്. Chloroplast, it is also called a semi-autonomous organ since it has its own DNA and ribosome. അപ്പോൾ അവിടെയും DNA പ്രസന്റ്. ഇവർ രണ്ടുപേരും പൊതുവെ വിളിക്കുന്നത് സെമി ഓട്ടോണോമസ് ഓർഗനൽ എന്നാണ്, since they have their own DNA. While ribosome എടുത്താൽ it is formed of rRNA, that is rRNA and proteins ആണ്. rRNAയും പ്രോട്ടീനും കൊണ്ടാണ് ആര് ഫോം ചെയ്യുന്നത്? റൈബോസോംസ് ഫോം ചെയ്യുന്നത്. അവിടെ ആരില്ല? DNA ആബ്സെന്റ് ആണ്. So DNA is not present in എന്ന് പറയുമ്പോൾ അതിന്റെ ആൻസർ it is option D, that is ribosomes ആണ്. Now the next question, that is 22. Nuclear envelope is a derivative of. എന്തിൽ നിന്നാണ് ന്യൂക്ലിയർ എൻവലപ്പ് എന്ന സ്ട്രക്ചർ ഡിറൈവ് ചെയ്ത് വരുന്നത്? ഓപ്ഷൻ എ മൈക്രോട്യൂബ്യൂൾസ്, ഓപ്ഷൻ ബി റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഓപ്ഷൻ സി സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഓപ്ഷൻ ഡി മെംബ്രെയിൻ ഓഫ് ഗോൾജി കോംപ്ലക്സ്. നമുക്കറിയാം സെൽ ഡിവിഷൻ്റെ തുടങ്ങുന്ന സ്റ്റേജ്, അതായത് പ്രോഫേസ് എന്ന് പറഞ്ഞ സ്റ്റേജ് എത്തുമ്പോൾ വെൻ സെൽ അണ്ടർഗോ ഡിവിഷൻ, സെല്ല് ഡിവൈഡ് ചെയ്യുന്ന പ്രോഫേസ് എന്ന് പറഞ്ഞ സ്റ്റേജ് എത്തുമ്പം ന്യൂക്ലിയർ മെംബ്രെയിൻ ഡിസപ്പിയർ ചെയ്ത് പോകും അല്ലേ, അല്ലെങ്കിൽ ന്യൂക്ലിയർ എൻവലപ്പ് ഡിസപ്പിയർ ചെയ്ത് പോകും. ഈ അപ്പിയർ ചെയ്ത് പോയിട്ട് അറ്റ് ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് സെൽ ഡിവിഷൻ വിച്ച് ഇസ് ടീലോഫേസ് എത്തുമ്പോഴാണ് ഇത് തിരിച്ച് റീഅപ്പിയർ ചെയ്യുന്നത്. ഇങ്ങനെ ഇവരെ റീഅപ്പിയർ ചെയ്യാൻ സഹായിക്കുന്നത് ഇറ്റ് ഈസ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്നാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഈ പറഞ്ഞ ന്യൂക്ലിയർ എൻവലപ്പ് ഡിറൈവ് ചെയ്ത് വരുന്നത്. സോ ന്യൂക്ലിയർ എൻവലപ്പ് എടുത്താൽ ഇറ്റ് ഈസ് എ ഡെറിവേറ്റീവ് ഓഫ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. RERൽ നിന്നാണ് ന്യൂക്ലിയർ മെംബ്രെയിൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ എൻവലപ്പ് ടീലോഫേസ് ആകുമ്പോൾ റീഅപ്പിയർ ചെയ്ത് വരുന്നത്. ഓക്കെ, now the next question number 23. The structures that are formed by a stacking of organized flattened membrane sac in the chloroplast are. ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളില് സാക്കിലേക്ക് അടിങ്ങിയിരിക്കുന്ന സാക്ക് ലൈക്ക് സ്ട്രക്ചറിന് പറയുന്ന പേര്. സ്ട്രക്ചർ ദാറ്റ് ആർ ഫോംഡ് ബൈ സ്റ്റാക്കിംഗ് ആണ്. ഒന്നിന് മുകളിൽ ഒന്നൊന്നായി അടുക്കി വെച്ച് ഉണ്ടാകുന്ന സ്ട്രക്ചർ. എന്തിനടുക്കി വെച്ചാൽ? കുറേ ഫ്ലാറ്റൻഡ് മെംബ്രെയിൻ സാക്കുകൾ അടുക്കി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സ്ട്രക്ചറിന് പറയുന്ന പേര്. നമുക്കറിയാം, നമ്മൾ ക്ലോറോപ്ലാസ്റ്റ് സ്ട്രക്ചർ എടുത്താൽ ഇത് ഡബിൾ മെംബ്രെയിനിയസ് ഓർഗനൽ വിത്ത് ആൻ ഔട്ടർ മെംബ്രെയിൻ ആൻഡ് ആൻ ഇന്നർ മെംബ്രെയിൻ. അതിനൊരു ഔട്ടർ മെംബ്രെയിനും ഉണ്ട്, ഒരു ഇന്നർ മെംബ്രെയിനും ഉണ്ട്. In between the two membrane there is a space called periplastidal space. Inner membrane അകത്തായിട്ട് there is a protein filled fluid ഉണ്ട് which can be called as stroma. ഈ സ്ട്രോമയ്ക്കകത്ത് എംബഡ് ചെയ്തുകൊണ്ട് there are many coin like structures ഉണ്ട്, coin പോലത്തെ structures ഉണ്ട് which can be called as thylakoids. These are called as thylakoids. തൈലക്കോയിഡ്സ് ഒറ്റയായിട്ടല്ല ഇരിക്കുന്നത്. ദേ ആർ സ്റ്റാക്ക്ഡ് ടുഗെദർ. ആ മെംബ്രെയിനിയസ് ആയിട്ടുള്ള സാക്കിനെ അടുക്കി വെച്ച് കഴിഞ്ഞാൽ ടുഗെദർ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഗ്രാന. നമ്മൾ തന്നെ ഗ്രാന എന്ന് പറയും. ആൻഡ് അഗെയിൻ ദീസ് ഗ്രാനാസ് ആർ ഇന്റർ കണക്റ്റഡ് ബൈ, പരസ്പരം ഇന്റർ കണക്ട് ചെയ്തിട്ടുണ്ട് ബൈ മീൻസ് ഓഫ് സ്ട്രക്ചർ കോൾഡ് FRET, ഫ്രെറ്റ്. ക്ലോറോപ്ലാസ്റ്റ് കണ്ടെയ്ൻ ഇറ്റ്സ് ഓൺ റൈബോസോംസ്. സ്വന്തമായിട്ട് റൈബോസോം ഉണ്ട്, സ്വന്തമായിട്ട് DNA ഉണ്ട് ക്ലോറോപ്ലാസ്റ്റിന്. ഇതാണല്ലോ സ്ട്രക്ചർ ഓഫ് എ ക്ലോറോപ്ലാസ്റ്റ്. അപ്പോൾ ഇതിൽ ഈ പറയുന്ന മെംബ്രെയിനിയസ് സാക്ക്, ഫ്ലാറ്റ് ആയിട്ടുള്ള മെംബ്രെയിനിയസ് സാക്ക് അടുങ്ങി ഉണ്ടാകുന്ന സ്ട്രക്ചറിനെ വിളിക്കുന്ന പേര്. ആ മെംബ്രെയിനിയസ് സാക്ക് എന്ന് പറഞ്ഞാൽ ഇത് തൈലക്കോയിഡ് ആണ്. തൈലക്കോയിഡ്സിനെയാണ് മെംബ്രെയിനിയസ് സാക്ക് എന്ന് പറയുന്നത്. അവർ അടുങ്ങി ഉണ്ടാകുന്ന സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ക്ലിയർ ഫ്രം ദ ഓപ്ഷൻ ദാറ്റ് ഇറ്റ് ഇസ് ഗ്രാന. സ്ട്രോമൽ ലാമെല്ല അല്ല. സ്ട്രോമൽ ലാമെല്ല എന്ന് പറഞ്ഞാൽ ഫ്രെറ്റിന്റെ വേറൊരു പേരാണ്. രണ്ട് ഗ്രാനുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആളാണ് സ്ട്രോമൽ ലാമെല്ല. സിംഗിൾ യൂണിറ്റുകളാണത്. സ്ട്രോമ എന്ന് പറഞ്ഞാൽ ഇത് പ്രോട്ടീൻ ഫിൽഡ് മാട്രിക്സ് ആണ്. ഇന്നർ മെംബ്രെയിൻ്റെ അകത്ത് കാണുന്ന പ്രോട്ടീൻ ഫിൽഡ് റീജിയനെ പറയുന്ന പേരാണ് സ്ട്രോമ. ഇനി ക്രിസ്റ്റ എന്താണ്? ക്രിസ്റ്റ വരുന്നത് ക്ലോറോപ്ലാസ്റ്റിലെ അല്ല, ഇത് പ്രസന്റ് ഇൻ മൈറ്റോകോൺട്രിയയിലാണ്. മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെംബ്രെയിൻ ഇൻഫോൾഡ് ചെയ്തുണ്ടാകുന്ന സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റി അല്ലേ. പിന്നെ വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഗ്രാന ആണ്. തൈലക്കോയിഡ്സ് അടുങ്ങി ഇരുന്നാൽ നമ്മൾ ആ സ്റ്റാക്ക് ഓഫ് കോയിൻ ലൈക്ക് സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ഇറ്റ് ഈസ് കോൾഡ് ഗ്രാന. It is a region where light reaction takes place. ഫോട്ടോസിന്തസിന്റെ ലൈറ്റ് റിയാക്ഷൻ നടക്കുന്ന റീജിയൻ ആണ് ആര്? ഗ്രാന. ഡാർക്ക് റിയാക്ഷൻ നടക്കുന്ന റീജിയൻ സ്ട്രോമയാണ്. ഡാർക്ക് റിയാക്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നത് സ്ട്രോമയിലും ലൈറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നത് ഗ്രാനയിലുമാണ്. ഓക്കെ, now the next question, that is question number 24. Select the correct matching in the following pair. ഈ തന്നിരിക്കുന്നതിൽ കറക്റ്റ് മാച്ചിങ് പെയറിനെ കണ്ടുപിടിക്കുക. ഒന്ന്, ഫസ്റ്റ് വൺ പറയുന്നത് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം സിന്തസിസ് ഓഫ് ഗ്ലൈക്കോജൻ.
Second one, rough endoplasmic reticulum, oxidation of fatty acid. 3. Smooth endoplasmic reticulum, oxidation of phospholipid. 4. Smooth endoplasmic reticulum, synthesis of lipid. നമുക്കറിയാം there are two types of endoplasmic reticulum. There are rough endoplasmic reticulum ഉണ്ട്, smooth endoplasmic reticulum ഉണ്ട്. അതിൽ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്തിനു സഹായിക്കും? അവരുടെ സർഫസ് മൊത്തം റൈബോസോംസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ they help in the synthesis of protein. ഇവർ സഹായിക്കുന്നത് പ്രോട്ടീൻ സിന്തസിസ് ചെയ്യാനാണ്. SCR എടുത്തോ, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എടുത്താലോ, അവിടെ റൈബോസോംസ് ആബ്സെന്റ് ആണ്. ദേ ആർ കൺസേൺ വിത്ത് ദ സിന്തസിസ് ഓഫ് ലിപ്പിഡ്സ് ആണ്, സിന്തസിസ് ഓഫ് ലിപ്പിഡ്സ്. അപ്പോൾ ഇതിലെ മാച്ചിങ് പെയർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി, ദാറ്റ് ഈസ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഈസ് കൺസേൺ വിത്ത് ദ സിന്തസിസ് ഓഫ് ലിപ്പിഡ്സ് ആണ്. Okay, now moving into the next question. That is question number 25. The chromosome in which centromere is situated close to one end. ഏത് ക്രോമോസോമിലാണ് സെൻട്രോമിയർ നിയർ ടു ഇറ്റ് എൻഡ് ആയിട്ട് സിറ്റുവേറ്റ് ചെയ്ത് കാണുന്നത്? നമ്മൾ ഡിപ്പെൻഡിങ് ഓൺ ദ പൊസിഷൻ ഓഫ് സെൻട്രോമിയർ 4 ടൈപ്പ് ക്രോമോസോംസ് പറഞ്ഞിട്ടുണ്ട്. 4 ടൈപ്പ് ക്രോമോസോംസിൽ ഒന്നെന്ന് പറഞ്ഞിട്ട് മെറ്റാസെൻട്രിക് ക്രോമോസോം ആണ്. മെറ്റാസെൻട്രിക് ക്രോമോസോം എന്ന് പറയുമ്പോൾ എന്താണ്? ദ സെൻട്രോമിയർ ഇസ് എക്സാക്ട്ലി അറ്റ് ദ സെന്റർ ആണ്, കൃത്യം നടുക്കാണ് സെൻട്രോമിയർ അല്ലേ. അതിന്റെ 2 ആംസും ഈക്വൽ ലെങ്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ 2 ആമും ഒരേ ലെങ്തിൽ വരുവാണ്. കാരണം എന്താ? സെൻട്രോമിയർ ഇസ് ലൊക്കേറ്റഡ് എക്സാക്ട്ലി അറ്റ് ദ സെന്റർ, കൃത്യം നടുക്കാണ് സെൻട്രോമിയർ കാണുന്നെങ്കിൽ ദ ക്രോമോസോം ഇസ് കോൾഡ് മെറ്റാസെൻട്രിക്, ഓർ ഇറ്റ് ക്യാൻ ബി ഓൾസോ കോൾഡ് വി ഷേപ്ഡ് ക്രോമോസോംസ്. അത് സെൻട്രോമിയർ കറക്റ്റ് നടുക്കാണ്. നമ്മുടെ ഓപ്ഷനിൽ പറഞ്ഞേക്കുന്നത് ക്ലോസ് ടു വൺ എൻഡ് എന്നാണ്. അടുത്ത നമ്മൾ രണ്ടാമത്തെ ടൈപ്പ് എടുത്താൽ ഇത് സബ് മെറ്റാസെൻട്രിക്. സബ് മെറ്റാസെൻട്രിക് എന്ന് പറയുമ്പോൾ എന്താ? ദ ക്രോമോസോം ഇസ് എവേ ഫ്രം ദ സെന്റർ, കറക്റ്റ് സെന്ററിലില്ല, കുറച്ച് മാറിയാണ് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു ലോങ് ആമും കാണും, ഒരു ഷോർട്ട് ആമും കാണും ആണല്ലോ. ക്രോമോസോം ഇസ് നോട്ട് എക്സാക്ട്ലി അറ്റ് ദ സെന്റർ, കൃത്യം നടുക്കല്ല, കുറച്ച് മാറി എവേ ഫ്രം ദ സെന്റർ ആയിട്ടാണ് നിൽക്കുമ്പോൾ. അപ്പോൾ ഇറ്റ് ഹാസ് എ ലോങ് ആം, പിന്നെ സെൻട്രോമിയർ എഗൈൻ ഇറ്റ് ഹാസ് എ ഷോർട്ട് ആം. സോ ദ ക്രോമോസോം ഇസ് ഓൾസോ കോൾഡ് എൽ ഷേപ്ഡ് ക്രോമോസോം. ഈ ക്രോമോസോം നമുക്ക് എൽ ഷേപ്ഡ് ക്രോമോസോം എന്ന് പറയും. നെക്സ്റ്റ് വൺ, മെറ്റാ സബ് മെറ്റാ നടുവിൽ അക്രോസെൻട്രിക് ക്രോമോസോം. അക്രോസെൻട്രിക് ക്രോമോസോം എടുത്താൽ ദ സെൻട്രോമിയർ ഇസ് നിയർ ദ ടിപ്പ് ആണ്. ആ സെൻട്രോമിയർ കാണുന്നത് ക്രോമോസോമിന്റെ ഓൾമോസ്റ്റ് ടിപ്പ് റീജിയനിലാണ്, ഓൾമോസ്റ്റ് ദ ടിപ്പ് റീജിയൻ. നമുക്ക് പറയാം ഇറ്റ് ഇസ് കണ്ടോ, ഓൾമോസ്റ്റ് നിയർ ദ ടിപ്പ് ആണ്, ആ എൻഡിനോട് ചേർന്നാണ് കാണുന്നത്. സോ ഇറ്റ് ഹാസ് എ വെരി ഷോർട്ട് ആം ആൻഡ് എ വെരി ലോങ് ആം. ഒത്തിരി ചെറിയ ആമും ഒത്തിരി വലിയ ആമും ഉണ്ട്. ഇറ്റ് ഹാസ് എ വെരി ഷോർട്ട് ആം ആൻഡ് എ വെരി ലോങ് ആം ഉണ്ട്. ദെൻ ദ ക്രോമോസോം ഇസ് കോൾഡ് അക്രോസെൻട്രിക് ക്രോമോസോം. നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ജെ ഷേപ്ഡ് ക്രോമോസോം എന്നാണ്. ഇറ്റ് ഈസ് കോൾഡ് ജെ ഷേപ്ഡ് ക്രോമോസോം, ജെ. ആൻഡ് ദ നെക്സ്റ്റ് ഫോർത്ത് വൺ ഇസ് ടീലോസെൻട്രിക് ക്രോമോസോം. ടീലോസെൻട്രിക് ക്രോമോസോം എന്ന് പറഞ്ഞാൽ ദ സെൻട്രോമിയർ ഇസ് എക്സാക്ട്ലി അറ്റ് ദ ടിപ്പ്. അവിടെ ടിപ്പിലാണ് സെൻട്രോമിയർ ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഒരാമേ കാണത്തുള്ളൂ ആ ക്രോമോസോമിന്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് റെപ്രസെന്റഡ് ബൈ ദ ആൽഫബറ്റ് ഐ. അപ്പം വി ഷേപ്ഡ് ക്രോമോസോം ഇസ് മെറ്റാസെൻട്രിക്, എൽ ഷേപ്ഡ് ഇസ് സബ് മെറ്റാസെൻട്രിക്, then J shaped is acrocentric, I shaped is telocentric ആണ്. ഇനി നമ്മുടെ ചോദ്യം, the chromosome in which centromere is situated close to one end, ഒരു എൻഡിനോട് ചേർന്ന്, കാരണം നിയർ ദ ടിപ്പ് ആണ്, നിയർ ദ ടിപ്പ് വരുന്നത് ഇത് J shaped chromosome, or it can be called as acrocentric chromosome അല്ലെ, it is acrocentric ആണ്. Telocentric is I, submetacentric is L, meta is V, while acro is J shaped. So J shaped chromosome, acrocentric chromosome il centromere is present near to the tip part. Okay. Now moving into the next question. Question number 26. The osmotic expansion of a cell kept in water is chiefly regulated by. ഒരു സെല്ലിൻ്റെ അകത്തുള്ള വാട്ടർ കണ്ടന്റ്, ഫ്ലൂയിഡിനെ റെഗുലേറ്റ് ചെയ്യുവാണ് ഓസ്മോട്ടിക് റെഗുലേഷൻ. ബോഡി ഫ്ലൂയിഡിനെ റെഗുലേറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ബോഡി ഫ്ലൂയിഡ്സ്. ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഓസ്മോട്ടിക് റെഗുലേഷൻ എന്ന് പറയുന്നത്. ദ ഓസ്മോട്ടിക് എക്സ്പാൻഷൻ ഓഫ് എ സെൽ കെപ്റ്റ് ഇൻ വാട്ടർ. അപ്പം ഒരു സെല്ലിനെ എടുത്ത് നമ്മൾ വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ബോഡി ഫ്ലൂയിഡിന്, ആ സെല്ലിൻ്റെ അകത്തുള്ള കണ്ടന്റിൻ്റെ അതിനെ റെഗുലേറ്റ് ചെയ്യുന്ന ആരാണ്? ഇറ്റ് ഈസ് മൈറ്റോകോൺട്രിയ ആണോ, വാക്യൂൾസ്, പ്ലാസ്റ്റിഡ് ഓർ റൈബോസോം? നമുക്കറിയാം പാരാമീസിയം എന്ന് പറഞ്ഞ ഓർഗൻ, പാരാമീസിയം എന്ന് പറഞ്ഞ പ്രോട്ടിസ്റ്റയ്ക്കകത്ത് യൂണിസെല്ലുലാർ യൂക്കാരിയോട്ട് പ്രോട്ടിസ്റ്റൻ, ഇറ്റ് ഇസ് എ സീലിയേറ്റഡ് പ്രോട്ടോസോമനാണ്.
Then Euglena എന്ന് പറഞ്ഞ organism, Euglena, വെള്ളത്തിൽ കാണുന്ന organisms ആണ് Euglena. It is belong to Euglenoid kingdom protistid. Then amoeba എടുത്താൽ അമീബോയിഡ് പ്രോട്ടോസോമിൽ വരുന്ന അമീബ എടുത്താൽ അതും വെള്ളത്തിൽ കാണുന്ന ഒരു ഓർഗാനിസം ആണ്. ഈ ഓർഗാനിസത്തിൻ്റെ അകത്തെല്ലാം അവരെ ബോഡി ഫ്ലൂയിഡിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ദേ ഹാവ് സ്ട്രക്ചേഴ്സ് കോൾഡ് കോൺട്രാക്റ്റൈൽ വാക്യൂൾസ് ഉണ്ട് അല്ലേ. ഈ കോൺട്രാക്റ്റൈൽ വാക്യൂൾ എന്ത് ചെയ്യും? അവരുടെ ഉള്ളിലുള്ള ഫ്ലൂയിഡ് കണ്ടിനെ റെഗുലേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് ഒരു സെല്ലിൻ്റെ ഓസ്മോട്ടിക് എക്സ്പാൻഷനെ റെഗുലേറ്റ് ചെയ്യുന്ന ആര്, അതായത് ബോഡി ഫ്ലൂയിഡ് കണ്ടന്റ് റെഗുലേറ്റ് ചെയ്യുന്ന ആര്? ഇറ്റ് ഈസ് വാക്യൂൾസ് ആണ് അല്ലേ. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി, കോൺട്രാക്റ്റൈൽ വാക്യൂൾ ആണ്. ഹിയർ ദ ഓപ്ഷൻ ഇസ് ഗിവൻ ആസ് വാക്യൂൾ. ഓക്കെ, നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 27. മാച്ച് ദ ഫോളോയിങ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് ആൻസർ. നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട് കോളം 1-ൽ, 4 ആൻസേഴ്സ് ഉണ്ട് കോളം 2-ൽ. നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ഇറ്റ് ഇസ് സെൻട്രിയോൾ, ദ സെക്കൻഡ് വൺ ഇസ് ക്ലോറോഫിൽ, ദ തേർഡ് വൺ ഇസ് ക്രിസ്റ്റേ, ദ ഫോർത്ത് വൺ ഇസ് റൈബോസോം. കോളം 2 എടുത്താൽ ഇൻഫോൾഡിങ്സ് ഇൻ മൈറ്റോകോൺഡ്രിയ, തൈലക്കോയിഡ്സ്, ന്യൂക്ലിക് ആസിഡ്, ദ ബേസൽ ബോഡി ഓഫ് സീലിയ ഓർ ഫ്ലജല്ല. എന്താ സെൻട്രിയോൾ എന്ന് പറഞ്ഞാൽ? സെൻട്രിയോൾ എന്ന് പറയുമ്പോൾ സെൻട്രോസോമിൽ കാണുന്ന 2 സിലിണ്ടർ ഷേപ്ഡ് സ്ട്രക്ചേഴ്സ് ആണ് സെൻട്രിയോൾ. They form the basal body of motile structures like cilia or flagella. Ciliയും ഫ്ലജല്ലയുടെയും basal body ആയിട്ട് നിൽക്കുന്ന ആരാണിത്? സെൻട്രിയോൾ ആണ്. So centriole is the basal body of cilia or flagella. Now the second one, that is chlorophyll. Chlorophyll എന്ന് പറഞ്ഞ പിഗ്മെന്റ്, ഇറ്റ് ഇസ് എ പിഗ്മെന്റ് ആണ് which is present inside chloroplast. ഇവിടെ ക്ലോറോപ്ലാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു സ്ട്രക്ചർ അത് തൈലക്കോയിഡ് ആണ്. നമുക്കറിയാം ക്ലോറോഫിൽ പ്രസന്റ് കാണുന്ന എവിടെയാ? തൈലക്കോയിഡിന്റെ മെംബ്രെയിനിൽ അറ്റാച്ച് ചെയ്താണ് അല്ലേ. തൈലക്കോയിഡിന്റെ മെംബ്രെയിനിൽ, തൈലക്കോയിഡ് എന്തുവാ? ഒരു ഫ്ലാറ്റൻഡ് മെംബ്രെയിൻ സാക്ക് ആണ്. ഒരു മെംബ്രെയിൻ കൊണ്ട് കവർ ചെയ്ത അറ അല്ലെങ്കിൽ സാക്ക് ആണ് തൈലക്കോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഉള്ളിൽ സ്പേസ് ഉണ്ട് വിച്ച് ക്യാൻ ബി കോൾഡ് ലൂമൻ. ഇതിനെ കവർ ചെയ്യുന്ന നമുക്ക് ഇതിനെ മെംബ്രെയിൻ എന്ന് പറയാം. ഇതിൽ ക്ലോറോഫിൽ പിഗ്മെന്റ് ഇരിക്കുന്നത് ഈ മെംബ്രെയിനിൽ അറ്റാച്ച് ചെയ്താണ്. അപ്പം ക്ലോറോഫിൽ പിഗ്മെന്റ് ഇസ് പ്രസന്റ് ഇൻ ദ തൈലക്കോയിഡ്സ്. Now the cristae എന്ന് പറയുമ്പോൾ എന്താണ്? They are the infoldings of mitochondria. മൈറ്റോകോൺഡ്രിയയുടെ ഇന്നർ മെംബ്രെയിൻ ഇൻഫോൾഡ് ചെയ്ത് ഉണ്ടാവുന്ന ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സിനെ പറയുന്ന പേരാണ് ക്രിസ്റ്റേ. So cristae are the infoldings in mitochondria. Then the last one, ribosomes. Ribosomes എന്ന് പറയുമ്പോൾ they are RNAs ആണ്. That means they are a part of a nucleic acid. So centriole, it is a basal body of cilia or flagella. Chlorophyll, thylakoid, cristae, infoldings in mitochondria, ribosomes are the nucleic acids. Okay, now moving to question number 28. The Golgi complex plays a major role, option A, as energy transferring organelles, B, in post-translational modification of protein and glycosylation of lipid, C, in trapping the light and transforming it into chemical energy, D, in digesting proteins and carbohydrates. നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. ഗോൾജി കോംപ്ലക്സിന്റെ മെയിൻ റോൾ എന്തെന്നാണ്? ഗോൾജി കോംപ്ലക്സിന്റെ മെയിൻ റോൾ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തേക്ക് വരുന്ന, അതായത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്ന് വരുന്ന പ്രോട്ടീൻസിന് അല്ലെങ്കിൽ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ വരുന്ന ലിപ്പിഡ്സിനെ എല്ലാം പ്രോപ്പറായിട്ട് പാക്കേജ് ചെയ്ത് അയക്കുന്ന ജോലിയാണ് ആർക്കുള്ളത്? ഈ പറയുന്ന ഗോൾജി അപ്പാരറ്റസിനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ആസ് എനർജി ട്രാൻസ്ഫറിങ് ഓർഗനൽസ്. എനർജി ട്രാൻസ്ഫർ ചെയ്യുന്ന ഓർഗനൽ എന്ന് പറയുമ്പോൾ എനർജിയായിട്ട് റിലേറ്റ് ചെയ്തിരുന്ന ഓർഗനൽ ഇറ്റ് ഈസ് മൈറ്റോകോൺഡ്രിയ അല്ലേ. മൈറ്റോകോൺഡ്രിയ ഇസ് കൺസേൺ വിത്ത് എനർജി ട്രാൻസ്ഫർ, എനർജി സിന്തസിസ്, എനർജി സ്റ്റോറേജ് എക്സെട്ര. ATP ആയിട്ടുള്ള എല്ലാ ബന്ധവും മൈറ്റോകോൺഡ്രിയക്കാണ്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ പറയാൻ പറ്റില്ല. 2, ഇൻ പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻ ഓഫ് പ്രോട്ടീൻ ആൻഡ് ഗ്ലൈക്കോസിലേഷൻ ഓഫ് ലിപ്പിഡ്. പോസ്റ്റ് ട്രാൻസ്ലേഷൻ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ കഴിഞ്ഞിട്ട് ഉണ്ടാവുന്ന പ്രോട്ടീനെ മോഡിഫൈ ചെയ്യുക. നമുക്കറിയാം DNA യിൽ നിന്ന് mRNA ഉണ്ടാവുന്ന പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ. ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ് ആണ്. ഈ mRNA യിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാവുന്ന പ്രോസസ്സാണ്. mRNA റൈബോസും കൂടെ ചേർന്ന് പോളിസോംസ് ആവുമല്ലോ. ഇവരിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാവുന്ന പ്രോസസ്സാണ് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്ന, അതായത് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്ന് ട്രാൻസ്ലേഷൻ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്ന പ്രോട്ടീൻ എവിടെ ചെന്ന് കയറും? ഗോൾജി ബോഡീസിൽ ചെന്ന് കയറും. അവിടെ വെച്ച് ഇറ്റ് അണ്ടർഗോ പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻ അല്ലേ. അതിന് മോഡിഫിക്കേഷൻസ് ഉണ്ടാവും എന്ന് പറയുമ്പം അതിൻ്റെ അകത്തുനിന്ന് വേണ്ടാത്തവരെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് അതിനൊരു ആക്റ്റീവ് പ്രോട്ടീൻ ആക്കി മാറ്റും.
കൃത്യമായിട്ട് ഫോൾഡ് ചെയ്ത് കറക്റ്റ് സ്ട്രക്ചറിലൊക്കെ ഫോൾഡ് ചെയ്ത് അതിനൊരു ആക്റ്റീവ് പ്രോട്ടീൻ ആക്കി മാറ്റും. ഇനി ലിപ്പിഡ് ആണ് വരുന്നതെങ്കിൽ, സ്മൂത്ത് എൻഡോപ്ലാസ്മ എന്നത് ലിപ്പിഡ് ആണ് വരുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് ഗ്ലൈക്കോസിൽ ഗ്രൂപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് അതിനെ ഗ്ലൈക്കോ ലിപ്പിഡ്സ് ആക്കി മാറ്റും. അതിനാണ് നമ്മൾ പാക്കേജിങ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള പാക്കേജിങ് ജോലിയൊക്കെ ചെയ്യുന്ന ആരാണ്? ഇറ്റ് ഈസ് എക്സാക്ട്ലി ഇത് ഗോൾജി കോംപ്ലക്സ്. അത് ചെയ്യുന്നതെല്ലാം ഗോൾജി കോംപ്ലക്സ് ആണ്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ പറഞ്ഞ എന്താണ്? ഇൻ ട്രാപ്പിംഗ് ദ ലൈറ്റ് ആൻഡ് ട്രാൻസ്ഫോമിംഗ് ഇറ്റ് ഇൻ കെമിക്കൽ എനർജി. സണ്ണിൽ നിന്ന് ലൈറ്റ് എനർജിയെ ട്രാപ്പ് ചെയ്ത് അതിനെ കെമിക്കൽ എനർജി, ഫുഡ് ഇസ് എ ഫോം ഓഫ് കെമിക്കൽ എനർജി, ഫുഡ് ആക്കി മാറ്റുന്ന പ്രോസസ്, ദാറ്റ് ഇസ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് ചെയ്യുന്നത് ആരാ? ഇറ്റ് ഇസ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞ ഓർഗനാണ് ക്ലോറോപ്ലാസ്റ്റ്. അവിടെയും ഗോൾജിക്ക് റോളൊന്നുമില്ല. ദെൻ ഇൻ ഡൈജസ്റ്റിംഗ് പ്രോട്ടീൻസ് ആൻഡ് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസിനെയും കാർബോഹൈഡ്രേറ്റ്സിനെയൊക്കെ ഡൈജസ്റ്റ് ചെയ്യുക. ഡൈജസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്തുവാ? അതിനെയൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സിമ്പിളാക്കി മാറ്റുക. സിമ്പിളാക്കി മാറ്റുന്നതിൻ്റെ ഫലമായിട്ട് എനർജി റിലീസ് ചെയ്യുന്നു. അപ്പോൾ ഈ പറയുന്ന ഈ ഫുഡ് മെറ്റീരിയൽസ് ഗ്ലൂക്കോസിനെയൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്ത്, കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീനെയൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന, കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രോസസ്സാണ് ഗ്ലൈക്കോളിസിസ്. ഇത് നടക്കുന്നത് സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിലാണ്. ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നത് സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിൽ വെച്ചാണ്. ഇവിടെ പറയുന്ന ഗോൾജി കോംപ്ലക്സിന്റെ റോൾ എന്താണ്? ഇറ്റ് ഈസ് ക്ലിയർ ഫ്രം ദ ഓപ്ഷൻ ദാറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, in a post translational modification of protein and glycosylation of lipids. Okay. Now moving to question number 29. Question number 29, which one of the following organelle in the figure correctly matches with its function? ഈ തന്നിരിക്കുന്ന ഫിഗറും ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസും തമ്മിൽ മാച്ച് ചെയ്യുന്നത്, അത് ഫംഗ്ഷനോട് വെച്ച് എങ്ങനെ മാച്ച് ചെയ്യാം നോക്കാം. ഈ തന്നിരിക്കുന്ന ഡയഗ്രാം എന്താണ്? ഈ കാണിച്ചിരിക്കുന്ന ഇറ്റ് ഈസ് ന്യൂക്ലിയസ് ആണല്ലോ. ഇത് ന്യൂക്ലിയർ മെംബ്രെയിൻ ആണ്, ന്യൂക്ലിയർ മെംബ്രെയിൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ എൻവലപ്പ് ആണ്. ആ ന്യൂക്ലിയർ എൻവലപ്പിൻ്റെ അകത്ത് ഇങ്ങനെ ഇൻഫോൾഡ് ചെയ്ത് ആരിയിരിക്കുന്നത്? ഇറ്റ് ഈസ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. എൻഡോപ്ലാസ്മിക് രണ്ടുണ്ട്, റഫും ഉണ്ട് സ്മൂത്തും ഉണ്ട്. നമുക്ക് കാണാം ഇതിന്റെ സർഫസിൽ മൊത്തം റൈബോസോംസ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാണാം അല്ലേ. സോ ഇത് ഏത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമായി? ഇറ്റ് ഈസ് RERI. സോ ദിസ് ഇസ് ദ ഡയഗ്രാം ഓഫ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണല്ലോ. ഇനി നമുക്ക് ഒരു ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ, ഗോൾജി അപ്പാരറ്റസ് ഫോർമേഷൻ ഓഫ് ഗ്ലൈക്കോലിപ്പിഡ്. ഇത് ഗോൾജി അപ്പാരറ്റസിന്റെ പടമല്ല, അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ തെറ്റാണ്. ഓപ്ഷൻ ബി, റഫ് എൻഡോപ്ലാസ്മ റെറ്റിക്കുലം പ്രോട്ടീൻ സിന്തസിസ്, RER അല്ലെ, റൈബോസോം അറ്റാച്ച് ചെയ്തിരിക്കുന്ന എൻഡോപ്ലാസ്മ റെറ്റിക്കുലം ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അതിന്റെ ഫംഗ്ഷൻ എന്ത് തന്നെയാണ്? ഇറ്റ് ഈസ് എ സിന്തസിസ് ഓഫ് പ്രോട്ടീൻ. അപ്പോൾ ഓപ്ഷൻ ബി ശരിയാണല്ലോ. ഓപ്ഷൻ സിയും പറയുന്നത് റഫ് എൻഡോപ്ലാസ്മ റെറ്റിക്കുലം ഫോർമേഷൻ ഓഫ് ഗ്ലൈക്കോ പ്രോട്ടീൻ. ഇത് തന്നിരിക്കുന്ന RERന്റെ പടമാണ്, അതിന്റെ ഫംഗ്ഷൻ ഫോർമേഷൻ ഓഫ് ഗ്ലൈക്കോ പ്രോട്ടീൻ ആണ്. ഗ്ലൈക്കോ പ്രോട്ടീൻ ഒക്കെ ഫോം ചെയ്യണമെങ്കിൽ അത് എവിടെ പോകണം? ഗോൾജി ബോഡി പോകണം. എന്ന് പറഞ്ഞാൽ പാക്കിംഗ് കഴിഞ്ഞാലേ ഗ്ലൈക്കോ പ്രോട്ടീൻ ഉണ്ടാവും. സോ ഗോൾജി ബോഡിയുടെ ജോലിയാണ് ഇത് ഗ്ലൈക്കോ പ്രോട്ടീൻ ഒക്കെ ആക്കി മാറ്റുന്നത്. ഇത് പ്രോട്ടീൻ മാത്രമേ ഫോം ചെയ്യുന്നുള്ളൂ. ദെൻ അപ്പോൾ സി ഓപ്ഷൻ ശരിയല്ല. ഡി, ഗോൾജി അപ്പാരറ്റസ് പ്രോട്ടീൻ, അഗെയിൻ a wrong statement. So the correct answer is option B, that is rough endoplasmic reticulum, which is concerned with the protein synthesis. Now moving into the next question. Question number 30. A major site for synthesis of lipid synthesis main ആയിട്ട് നടക്കുന്നത് എവിടെ? ഓപ്ഷൻസ് ഒന്ന് സിംബ്ലാസ്റ്റ്, ബി ന്യൂക്ലിയോപ്ലാസം, സി RER and D ഇത് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഫംഗ്ഷൻ ആണ് എന്ത്? ഇറ്റ് ഈസ് ദ സിന്തസിസ് ഓഫ് ലിപ്പിഡ്സ് എന്ന് പറയുന്നത്. ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ ആവശ്യമൊന്നുമില്ല. ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി, ദാറ്റ് ഈസ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. RERന്റെ ഫംഗ്ഷൻ പ്രോട്ടീൻ സിന്തസിസ് ആണ്, സ്മൂത്ത് എൻഡോപ്ലാസ്മിന്റെ ഫംഗ്ഷൻ സിന്തസിസ് ഓഫ് ലിപ്പിഡ്സ്. Now the next question 31. The term glycocalyx is used for. Glycocalyx എന്ന് പറഞ്ഞ വാക്ക് എവിടെയാണ് ഉപയോഗിച്ചത്? ഓപ്ഷൻ എ, a layer present between a cell wall and membrane of bacteria. B, a cell wall of bacteria. C, a bacterial cell glyco-engineered to possess N-glycosylated protein. D, a layer surrounding the cell wall of bacteria. Glycocalyx എവിടെ? നമ്മൾ ബാക്ടീരിയയുടെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ they have a cell wall ഉണ്ട്, which is formed of mucopeptide or peptidoglycan. സെൽ വോളിന്റെ അകത്ത് they have a plasma membrane ഉണ്ടല്ലോ. ഇനി external to the cell wall, ഈ സെൽ വോളിന്റെ വെളിയിലായിട്ട് some bacteria have an additional covering. ഇതിന്റെ പുറമേ അല്ലെ ഇത് സെൽ വോൾ ആയിരുന്നെങ്കിൽ ഈ സെൽ വോളിന് പുറമെ ബാക്ടീരിയക്ക് ഒരു അഡീഷണൽ കവറിങ് വരും. ഈ അഡീഷണൽ കവറിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലൈക്കോകാലിക്സ്. ഈ ഗ്ലൈക്കോകാലിക്സ് തിക്ക് ആൻഡ് ടഫ് ആണെങ്കിൽ, ഇറ്റ് ഈസ് കോൾഡ് ആസ് ക്യാപ്സ്യൂൾ എന്ന് പറയും. അത് നമ്മൾ ക്യാപ്സ്യൂൾ എന്ന് വിളിക്കും. ഇഫ് ഇറ്റ് ഈസ് തിൻ ആൻഡ് ലൂസ് ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് സ്ലൈം ലെയർ.
slime layer. Capsule ulla bacterium virulent aanu, pathogenic aanu when compared to a non-capsulated bacterium. ആണല്ലോ. അപ്പോൾ glycocalyx എന്ന വാക്ക് എവിടെ വരുന്നത്? It is a layer that surrounds the cell wall of a bacterium. നാലാമത്തെ ഓപ്ഷൻ ഡി ആണ്. ബാക്ടീരിയയുടെ സെൽ വാളിനെ സറൗണ്ട് ചെയ്ത് കാണുന്ന ലെയറിന് പറയുന്ന പേരാണ് glycocalyx. Now, the next question 32. Which of the following type of plastic does not contain stored food material? ഏത് പ്ലാസ്റ്റിക്കിലാണ് ഫുഡ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്ത് വെക്കാം? നമ്മൾ 3 ടൈപ്പ് പ്ലാസ്റ്റിക് പഠിച്ചു. There are 3 types. They are chloroplast, chromoplast and leucoplast. Chloroplast എന്ന് പറയുമ്പോൾ ഗ്രീൻ കളേർഡ് പിഗ്മെന്റ് സ്റ്റോർ ചെയ്യുന്നവരാണ് ക്രോമോപ്ലാസ്റ്റ്. അവർ പിഗ്മെന്റ് ആണ് സ്റ്റോർ ചെയ്യുന്നത്, പിഗ്മെന്റ് സ്റ്റോർ ചെയ്ത് വെക്കും. ക്രോമോപ്ലാസ്റ്റ് എടുത്താലോ യെല്ലോ, ഓറഞ്ച്, റെഡ് കളേർഡ് പിഗ്മെന്റ് സ്റ്റോർ ചെയ്യുന്നവരാണ് ക്രോമോപ്ലാസ്റ്റ്. ഇതും യെല്ലോ, ഓറഞ്ച്, റെഡ് പിഗ്മെന്റ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. ലൂക്കോപ്ലാസ്റ്റ് എടുത്താലോ ദേ ആർ കളർലെസ് ആണ്, കളർലെസ് പ്ലാസ്റ്റിക് ആണ്. അവിടെ പിഗ്മെന്റ് ഒന്നുമല്ല, പകരം എന്ത് സ്റ്റോർ ചെയ്തിരിക്കും? ദേ സ്റ്റോർ ഫുഡ് മെറ്റീരിയൽസ് അല്ലെ. ഫുഡ് മെറ്റീരിയലിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നവരാണ് ലൂക്കോപ്ലാസ്റ്റ്. ഈ ലൂക്കോപ്ലാസ്റ്റിന് 3 ടൈപ്പ് വന്നു. ഏതൊക്കെയാണ്? ദ ഫസ്റ്റ് വൺ ഇസ് എലായോപ്ലാസ്റ്റ് that can store oil. A second one aleuroplast which can store protein. Then a third one amyloplast that can store starch. ആണല്ലോ. അപ്പോൾ ഫുഡ് മെറ്റീരിയൽ സ്റ്റോർ ചെയ്യുന്നവരാണ് എലായോപ്ലാസ്റ്റ്, എലിറോപ്ലാസ്റ്റ് ആൻഡ് അമൈലോപ്ലാസ്റ്റ്. ഇനി ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ക്രോമോപ്ലാസ്റ്റ്. ക്രോമോപ്ലാസ്റ്റ് എന്താ ചെയ്യുന്നത്? അവർ യെല്ലോ, ഓറഞ്ച്, റെഡ് പിഗ്മെന്റ് സ്റ്റോർ ചെയ്യുന്നവരാണ് ക്രോമോപ്ലാസ്റ്റ്. എലായോപ്ലാസ്റ്റ് ആണെങ്കിൽ ഓയിൽ, എലിറോപ്ലാസ്റ്റ് ആണെങ്കിൽ പ്രോട്ടീൻ, അമൈലോപ്ലാസ്റ്റ് ആണെങ്കിൽ സ്റ്റാർച്ച്. അപ്പോൾ ഇവിടെ ഏത് പ്ലാസ്റ്റിനാണ് സ്റ്റോർഡ് ഫുഡ് മെറ്റീരിയൽസ് വെക്കാത്തതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് കളർ പിഗ്മെന്റ് സ്റ്റോർ ചെയ്യുന്ന ക്രോമോപ്ലാസ്റ്റ് ആണ്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ എ. Okay, now the next one, question number 33. Select the incorrect statement from the following regarding cell membrane. ഈ പറയുന്നത് സെൽ മെംബ്രെയിനെ കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ചെയ്തു. First one, sodium and potassium ions move across cell membrane by passive transport. 2, proteins make up to 60 to 70% of cell membrane. 3, lipids are arranged in a bilayer with the polar head towards the inner part. Option D, a fluid mosaic model of cell membrane was proposed by Singer and Nicholson. Questions 4 വായിച്ചു വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓപ്ഷനിൽ സ്പോട്ട് ചെയ്യാൻ പറ്റും. It is a fluid mosaic model of cell membrane was proposed by Singer and Nicholson in 1972 ആണ് എന്നുള്ളത്. എന്നാൽ നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ നോക്കാം. Sodium and potassium ions move across cell membrane by passive transport. സോഡിയം പൊട്ടാസ്യവും മെംബ്രെയിൻ കടന്നു പോകണമെങ്കിൽ ഇറ്റ് റിക്വയർ എനർജി അല്ലേ. കാരണം ലോ കോൺസെൻട്രേഷനിൽ നിന്ന് ഹൈ കോൺസെൻട്രേഷനിലോട്ടാണ് സോഡിയം പൊട്ടാസ്യം അയോൺസ് മൂവ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എനർജി ആണ്. സോ ഇറ്റ് ഈസ് നോട്ട് ബൈ പാസീവ് ട്രാൻസ്പോർട്ട്, ഇറ്റ് ഈസ് ബൈ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റതാണ്. 2, പ്രോട്ടീൻസ് മേക്ക് അപ് ടു 60 to 70% ഓഫ് സെൽ മെംബ്രെയിൻ. അത്രത്തോളം പ്രോട്ടീൻ ഇല്ല, അതിനെക്കാട്ടി കുറവാണ്. ഇറ്റ് ഇസ് 40 to 50% ആര് വരുന്നോളൂ? പ്രോട്ടീൻസ് വരുന്നുള്ളൂ. 40 to 50% ആണ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. Then lipids are arranged in a bilayer with a polar head towards the inner part. നമ്മൾ ലിപ്പിഡ് ബൈലെയർ വരച്ചു കഴിഞ്ഞാൽ they have polar head ഉണ്ട്, നോൺ പോളാർ ടെയിലും ഉണ്ട്. നമ്മളിങ്ങനെ ബൈലെയർ ആണ് ലിപ്പിഡിന്റെ ബൈലെയർ അല്ലേ. ഇതിൽ പോളാർ ഹെഡ് എങ്ങോട്ടാ? പുറത്തോട്ടും. പോളാർ ഹെഡ് ഫേസ് ചെയ്യുന്ന പുറത്തോട്ടും, അതിന്റെ ടെയിൽ റീജിയൻ ആണ് ഇങ്ങോട്ട് അകത്തോട്ടും ഇരിക്കുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? ലിപ്പിഡ്സ് ആർ അറേഞ്ച് ഇൻ എ ബൈലെയർ വിത്ത് പോളാർ ഹെഡ് ടുവേർഡ്സ് ഇന്നർ പാർട്ട് എന്നാണ് ഓപ്ഷനിൽ. പക്ഷെ ഇന്നർ പാർട്ട് അല്ല വരേണ്ടത്, ഇറ്റ് ഈസ് ഔട്ടർ പാർട്ടാണ് അല്ലേ. ആ 3 സ്റ്റേറ്റ്മെന്റിലും തെറ്റുകൾ മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് പറയുന്നത് കറക്റ്റ് ആൻസർ ഇസ് ഫ്ലൂയിഡ് മൊസൈക് മോഡൽ ഓഫ് സെൽ മെംബ്രെയിൻ വാസ് പ്രപ്പോസ്ഡ് ബൈ സിംഗർ ആൻഡ് നിക്കോൾസൺ ഇൻ ദ ഇയർ 1972. Now question number 34. What is true about ribosome? Ribosome കുറിച്ച് ശരിയായിട്ടുള്ള എന്താണ്? The prokaryotic ribosomes are ATS where S stands for sedimentation coefficient. Second one, these are composed of ribonucleic acids and proteins. Third one, these are found only in eukaryotic cell. Fourth one, these are self-splicing introns of some RNAs. ഓപ്ഷൻ വെച്ച് നോക്കിയാൽ ആദ്യം ദ പ്രോകാരിയോട്ടിക് റൈബോസോംസ് ആർ 80S എന്നാണ് ഓപ്ഷനിൽ പറയുന്നത്. പ്രോകാരിയോട്ടിക് റൈബോസോം 70S,
യൂക്കാരിയോട്ടിക് റൈബോസോം എടുത്താൽ ഇറ്റ് ഇസ് 80S1. എസ് എന്ന് തന്നെയാണ് സെഡിമെന്റേഷൻ കോഎഫിഷ്യന്റ് ഒക്കെ തന്നെയാണ്. പക്ഷേ ആ സ്റ്റേറ്റ്മെന്റിലെ തെറ്റെന്താണ്? അവിടെ യൂക്കാരിയോട്ടിക് റൈബോസോം ആണ് എന്ത് വരുന്നത് 80 വരുന്നത്. അപ്പോൾ പ്രോകാരിയോട്ടിക് റൈബോസോം വന്നാൽ 70യും യൂക്കാരിയോട്ടിക് വന്നാൽ 80യും വരണം. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റായി. രണ്ട്, ദീസ് ആർ കമ്പോസ്ഡ് ഓഫ് റൈബോന്യൂക്ലിക് ആസിഡ് ആൻഡ് പ്രോട്ടീൻ. റൈബോന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ആരാ? RNA പ്ലസ് പ്രോട്ടീൻ. നമുക്കറിയാം റൈബോസോംസിന് ലാർജ് സബ് യൂണിറ്റും സ്മോൾ സബ് യൂണിറ്റും ഉണ്ട്. ദേ ആർ ഫോംഡ് ഓഫ് RNA ആൻഡ് പ്രോട്ടീൻ അല്ലെ. RNAയും പ്രോട്ടീനും കൊണ്ടാണ് അവർ ഫോം ചെയ്യുന്നത്. തേർഡ് വൺ, ദീസ് ആർ ഫൗണ്ട് ഓൺലി ഇൻ യൂക്കാരിയോട്ടിക് സെൽ. റൈബോസോം എടുത്താൽ ഇറ്റ് ഇസ് എ മെംബ്രെയിൻലെസ് ഓർഗനിലാണ്, മെംബ്രെയിൻ ഇല്ലാത്ത ഓർഗനിലാണ്. which is found in all living organism. എന്ന് പറയുമ്പോൾ ആരിലൊക്കെ ഉണ്ട്? പ്രോകാരിയോട്സിലും ഉണ്ട് യൂക്കാരിയോട്സിലും ഉണ്ട്. അപ്പോൾ ഈ only എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അവിടെ തെറ്റാണ്. 4, they are self splicing. സ്വയം സ്പ്ലൈസ് ചെയ്യാൻ കഴിവുള്ള, സ്വയം മുറിയാൻ കഴിവുള്ള, സെൽഫായിട്ട് മുറിയാൻ കഴിവുള്ള ഇൻട്രോൺസ് ആണ് എന്നാണ് നാലാമത്തെ ദിവസം പറയുന്നത്. അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. So the correct answer is option D. These are compounds of ribonucleic acid and protein. Okay. Now moving into the next one, question number 35. Which one of the following does not differ in E. coli and Chlamydomonas? E. coli and Chlamydomonasലും വ്യത്യാസം വരാത്തത് എന്ത്? A. റൈബോസോം. റൈബോസോംസ് എടുക്കുകയാണെങ്കിൽ E. coli എടുത്താൽ it is a bacterium ആണ് which belong to prokaryotes. Chlamydomonas എടുത്താൽ it is a eukaryote ആണ്. കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ വരുന്ന മെമ്പർ ആണ്. സോ ഇറ്റ് ഇസ് എ യൂകാരിയോട്ട് ആണ്. അപ്പോൾ പ്രോകാരിയോട്ടിലും യൂകാരിയിലും ഡിഫറൻസ് ഇല്ലാത്ത ആരാണ്? റൈബോസോം. നമുക്കറിയാം പ്രോകാരിയോട്ടിന്റെ റൈബോസോം എടുത്താൽ ഇത് 70Sഉം യൂകാരിയോട്ടിന്റെ റൈബോസോം എടുത്താൽ ഇത് 80Sഉമാണ്. അപ്പോൾ അത് വ്യത്യാസമാണല്ലോ. അടുത്ത രണ്ട്, ക്രോമസോമൽ ഓർഗനൈസേഷൻ. ക്രോമസോം എങ്ങനെ അറേഞ്ച് ചെയ്യുന്നു? പ്രോകാരിയോട്സിനകത്ത് ക്രോമസോം വിത്തൗട്ട് ഹിസ്റ്റോൺ പ്രോട്ടീൻ ആണ് ഇരിക്കുന്നതെങ്കിൽ യൂകാരിയോട്സിനകത്ത് ഹിസ്റ്റോൺ പ്രോട്ടീൻ പ്രസന്റ് ആണ്. അവിടെ ന്യൂക്ലിയോസോംസ് ആയിട്ടാണ് ക്രോമസോം ഇരിക്കുന്നത്. അപ്പോൾ അതും വ്യത്യാസമാണ്. സെൽ വോൾ. പ്രോകാരിയോട്ടിന്റെ സെൽ വോൾ എടുത്താൽ ഇറ്റ് ഇസ് ഫോംഡ് ഓഫ് മ്യൂക്കോപെപ്റ്റൈഡ് കൊണ്ടാണ് സെൽ വോൾ ഫോം ചെയ്യുന്നത്. വൈൽ യൂകാരിയോട്ടിൽ പ്ലാന്റ്സിലാണെങ്കിൽ ദ സെൽ വോൾ ഇസ് ഫോംഡ് ഓഫ് സെല്ലുലോസ്. ഫംഗസിലാണെങ്കിൽ ദ സെൽ വോൾ ഇസ് ഫോംഡ് ഓഫ് കൈറ്റിൻ അല്ലെ. വ്യത്യസ്തമായ കെമിക്കലാണ്. സോ ഇറ്റ് ഈസ് ഓൾസോ ഡിഫറെന്റ്. സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിൻ എടുത്താൽ ദേ ആർ ഓൾമോസ്റ്റ് സിമിലർ ഇൻ എ പ്രോകാരിയോട്ടിക് ആൻഡ് യു. രണ്ടുപേരും എന്താണ്? ഇറ്റ് ഇസ് എ ബയോ മെംബ്രെയിൻ ആണ് സെൽ മെംബ്രെയിൻ വിച്ച് ഇസ് ഫോംഡ് ഓഫ് ലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻസ്. ലിപ്പിഡ്സും പ്രോട്ടീൻസും കൊണ്ട് ഫോം ചെയ്യുന്ന സെൽ മെംബ്രെയിൻ ആർക്കുള്ളത്? ബോത്ത് ഇൻ എ പ്രോകാരിയോട്ട് ആൻഡ് യൂകാരിയോട്ട്. സോ ദ ആൻസർ ഇസ് സെൽ മെംബ്രെയിൻ. Now the next question. Question number 36. Which one of the following cellular part is correctly described? Correct ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഒന്ന്, thylakoids are flattened membranous sac forming the grana of chloroplast. B. Centrioles are the site for active synthesis. Centrioles അതിനൊരു ഹൈഫൻ. Centrioles the site for active RNA synthesis. C. Ribosomes on chloroplast are larger while those in the cytoplasm are smaller, 70S. D. Lysosomes optically active at a pH of about 8.5. Which one of the following cellular part is correctly described? Correct explanation ആർക്കാണ്? Thylakoids എന്ന് പറയുമ്പോൾ എന്താണ്? They are the flattened membrane sac forming the grana of chloroplast. അല്ലേ, ക്ലോറോപ്ലാസ്റ്റിൻ്റെ അകത്ത് കാണുന്ന ഫ്ലാറ്റൻഡ് മെംബ്രെയിൻ സാക്കിലേക്കാണ് ഇവർ ചേർന്നാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഗ്രാന ഫോം ചെയ്യുന്നത്. ശരിയാണല്ലോ സ്റ്റേറ്റ്മെന്റ്? ബി. സെൻട്രിയോൾസ് ആർ ദ സൈറ്റ് ഫോർ ആക്റ്റീവ് RNA സിന്തസിസ്. സെൻട്രിയോൾ എന്തിനെ സഹായിക്കുന്ന? ദ ഹെൽപ്സ് ഇൻ സെൽ ഡിവിഷൻ ആണ്. സെൽ ഡിവിഷനെ സഹായിക്കുന്ന ഓർഗനിലാണ് സെൻട്രിയോൾ. ദ സൈറ്റ് ഫോർ ആക്റ്റീവ് സിന്തസിസ് എന്ന് പറയുന്ന ആരാ? ഇറ്റ് ഈസ് എ ന്യൂക്ലിയോലസ് ആണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണല്ലോ. അടുത്ത, റൈബോസോംസ് ഓൺ ക്ലോറോപ്ലാസ്റ്റ് ആർ ലാർജർ വിത്ത് 8 years. ക്ലോറോപ്ലാസ്റ്റിന്റെ റൈബോസോമിന്റെ സെഡിമെന്റേഷൻ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 70S ആണ്. സൈറ്റോപ്ലാസത്തിൽ കാണുന്ന റൈബോസോമിന്റെ സെഡിമെന്റേഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 80S ആണ്. രണ്ടും തിരിച്ചാണ് തന്നിരിക്കുന്നത്. സോ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റ്. ഡി. ലൈസോസോംസ് ആർ ആക്റ്റീവ് അറ്റ് എ pH ഓഫ് അബൌട്ട് 8.5. 8.5 എന്ന് പറയുമ്പോൾ ആൽക്കലൈൻ pH ആയി, അൽക്കലൈൻ ആയി. നമുക്കറിയാം ലൈസോസോം ബിക്കംസ് ആക്റ്റീവ് ഇൻ ആൻ അസിഡിക് pH ആണ്, അസിഡിക് pH. അപ്പം ദ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ എ, ദാറ്റ് ഈസ് thylakoids are flattened membrane sac forming the grana of chloroplast. Now the next question. Question number 37. Which one of the following structure is an organelle within an organelle? Is an organelle ആണ് and it is found inside another organelle. ഒരു ഓർഗനലിന്റെ അകത്ത് മറ്റൊരു ഓർഗനൽ വരുന്ന ആരാണ്?
ഇറ്റ് ഇസ് റൈബോസോം, പെറോക്സിസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മീസോസോം. നമ്മൾ അങ്ങനെ പഠിക്കുന്ന 2 ഓർഗനലുണ്ട്. ഒന്ന് മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞ ഓർഗനലിന്റെ അകത്ത് there are റൈബോസോംസ് ഉണ്ട്. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞ ഓർഗനലിന്റെ അകത്തും റൈബോസോംസ് ഉണ്ട്. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞ ഓർഗനലിന്റെ അകത്ത് ന്യൂക്ലിയോലസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ വെച്ച് നോക്കിയാൽ റൈബോസോം ആണ് ആൻസർ അല്ലേ. റൈബോസോം, ന്യൂക്ലിയോലസ് തന്നിട്ടില്ല. അപ്പോൾ റൈബോസോം എടുത്താൽ ഇറ്റ് ഈസ് പ്രസന്റ് ഇൻസൈഡ് മൈറ്റോകോൺട്രിയ ആൻഡ് ക്ലോറോപ്ലാസ്റ്റ്. ഇത് കൂടാതെ സൈറ്റോപ്ലാസത്തിലും ദേ ലൈ ഫ്രീ അല്ലേ. ഓർഗനലിന്റെ അകം എന്ന് പറഞ്ഞതുകൊണ്ടാണ് മൈറ്റോകോൺട്രിയയിലും ക്ലോറോപ്ലാസ്റ്റിനകത്ത് എന്തുണ്ട്, റൈബോസോംസ് ഉണ്ട്. പെറോക്സിസോം അല്ല, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അല്ല, മീസോസോം അല്ല. The answer is option A, ribosome. Now the next question, that is question number 38. A peptide synthesis inside a cell takes place in option A, chloroplast, B, mitochondria, C, chromoplast, D, ribosome. എന്താ peptide synthesis? Peptide synthesis പറഞ്ഞാൽ it is a protein synthesis ആണ് അല്ലേ. പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്ന പ്രോസസ് ആണ് പെപ്റ്റൈഡ്. കാരണം പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ദേ ആർ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് അമിനോ ആസിഡ്സ് ആണ്. അമിനോ ആസിഡുകൾ ചേർന്നാണ് എന്തുണ്ടാകുന്നത്, പ്രോട്ടീൻ ഉണ്ടാകുന്നത്. ആൻഡ് 2 അമിനോ ആസിഡ്സ് ആർ ജോയിൻഡ് ബൈ എ പെപ്റ്റൈഡ് ബോണ്ട്. 2 അമിനോ ആസിഡിനെ ചേർന്ന് നിൽക്കുന്നത് ഒരു പെപ്റ്റൈഡ് ബോണ്ടാണ്. അപ്പോൾ നമുക്കറിയാം ഒരു പോളിപെപ്റ്റൈഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ ഇത് എ പ്രോട്ടീൻ ചെയിൻ ആണ്. ഒരുപാട് പെപ്റ്റൈഡ് ബോണ്ടുകൾ കൊണ്ട് കണക്ട് ചെയ്ത ഒരു ചെയിനെ പറയുന്ന പേരാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. സോ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്ന എവിടെയാണ് സെല്ലിൻ്റെ? ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഇറ്റ് ഈസ് ഇൻ ദ റൈബോസോംസ് ആണ്. റൈബോസോമിൽ വെച്ചാണ് പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത്. ക്ലോറോപ്ലാസ്റ്റ് ഫോട്ടോസിന്തസിസ് ആണ്. മൈറ്റോകോൺട്രിയ എനർജിയായിട്ട് റിലേറ്റ് ചെയ്തിരുന്നു. ക്രോമോപ്ലാസ്റ്റ് ഗ്രീൻ അല്ല, ഓറഞ്ച് റെഡ് യെല്ലോ പിഗ്മെന്റ് സ്റ്റോർ ചെയ്യുന്നതാണ് ക്രോമോപ്ലാസ്റ്റ്. സോ ദ പ്രോട്ടീൻ സിന്തസിസ് റിലേറ്റഡ് വിത്ത് റൈബോസോം. ഓക്കെ, നൗ ദ നെക്സ്റ്റ് വൺ, question number 39. The important site for the formation of glycoprotein and glycolipid. പ്രോട്ടീൻ ഉണ്ടാവുന്നത് RERൽ, ലിപ്പിഡ് ഉണ്ടാവുന്നത് SCRൽ ആണല്ലോ. ഇവർക്ക് ഈ ഉണ്ടാവുന്ന പ്രോട്ടീൻ്റെ അകത്തോട്ട് ഗ്ലൈക്കോ ഗ്രൂപ്പിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്, ഇവർ രണ്ടേക്കും ഗ്ലൈക്കോ ഗ്രൂപ്പിനെ ആഡ് ചെയ്ത് കൊടുത്ത് അതിനെ ഗ്ലൈക്കോ പ്രോട്ടീനും ഗ്ലൈക്കോ ലിപ്പിഡും ആക്കി മാറ്റുന്ന ആരാ? ദ പാക്കേജിങ് ഓർഗനൽ വിച്ച് ഇസ് കോൾഡ് ആസ് ഗോൾജി അപ്പാരറ്റസ് അല്ലെ. വാക്യൂൾ അല്ല, വാക്യൂൾ എന്ന് പറയുമ്പം ജസ്റ്റ് ഒരു മെംബ്രെയിൻ കവേർഡ് ആണ്, അതിൻ്റെ ഉള്ളിൽ സാപ്പ് ഉണ്ട്, ഇതിനൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നവരാണ് വാക്യൂൾ. പ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലോറോപ്ലാസ്റ്റ് പിഗ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. ലൈസോസോം ഹെട്രോഫാഗിയും ഓട്ടോഫാഗിയും നടന്ന സെൽ ഓർഗനലാണ്. സോ ഇറ്റ് ഇസ് ഗോൾജി അപ്പാരറ്റസ് ആണ് പാക്കേജിങ് എല്ലാം ചെയ്യുന്നത്. പാക്കേജിങ് ചെയ്യുന്ന ആളെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഗോൾജി അപ്പാരറ്റസ് ആണ്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് ഗോൾജി അപ്പാരറ്റസ്. Now moving to the next one, question number 40. Which one of the following is not considered as a part of endomembrane system? എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിന്റെ ഭാഗമല്ലാത്തത്. എൻഡോമെംബ്രെയിൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താ? നമ്മുടെ സെല്ലിന്റെ സൈറ്റോപ്ലാസത്തിൽ കുറച്ച് ഓർഗനൽസ് ദേ ഫങ്ഷൻ ടുഗെദർ, ഒരു കോർഡിനേറ്റഡ് മാനറിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അവരെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് എൻഡോമെംബ്രെയിൻ സിസ്റ്റം. അതിൽ വരുന്ന ആരൊക്കെയാണ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി ബോഡീസ്, ലൈസോസോംസ് ആൻഡ് വാക്യൂൾസ് ആണ്. ഈ 4 പേരെയും കൂടെ ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് എൻഡോമെംബ്രെയിൻ സിസ്റ്റം. ഓപ്ഷൻ നോക്കാം. ഗോൾജി കോംപ്ലക്സ്, പെറോക്സിസോം, വാക്യൂൾ, ലൈസോസോം അല്ലേ. അപ്പോൾ ഇതിലില്ലാത്തത് ആരാണ്? ഇറ്റ് ഇസ് പെറോക്സിസോം ആണ്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി, പെറോക്സിസോം. ഓക്കെ, നൗ മൂവിംഗ് ഇൻ ടു ക്വസ്റ്റ്യൻ നമ്പർ 41. ദ പ്ലാസ്മ മെംബ്രെയിൻ കൺസിസ്റ്റ് മെയിൻലി ഓഫ്. ഒരു സെല്ലിന്റെ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത് ബയോ മെംബ്രെയിൻ ആണ്. ബയോ മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ ഇത് ഫോംഡ് ഓഫ് ലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻസ് ആണ്. ലിപ്പിഡും പ്രോട്ടീനും കൊണ്ടാണ് മെംബ്രെയിൻ ഫോം ചെയ്യുന്നത്. ഒരു പ്ലാസ്മ മെംബ്രെയിൻ ഫോം ചെയ്യുന്നത് എന്തുകൊണ്ട്? ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് ഓപ്ഷൻ എ, ഫോസ്ഫോലിപ്പിഡ്സ് എംബഡഡ് ഇൻ എ പ്രോട്ടീൻ ബൈലെയർ. ഒരു പ്രോട്ടീൻ്റെ ബൈലെയറിൽ, അപ്പോൾ ഇതൊരു പ്രോട്ടീൻ ബൈലെയർ, ഇതൊരു ലെയർ, ഇതൊരു പ്രോട്ടീൻ്റെ ലെയർ, ഇതിൽ എംബഡ് ചെയ്ത് ഫോസ്ഫോലിപ്പിഡ് വരും. അപ്പോൾ പ്രോട്ടീനിൽ എംബഡ് ചെയ്ത് ലിപ്പിഡ്സ് കാണും എന്നാണ് ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നത്. തെറ്റാണല്ലോ. 2, പ്രോട്ടീൻസ് എംബഡ് ഇൻ എ ഫോസ്ഫോ ബൈലിപ്പിഡ് ലെയർ. തിരിച്ചു, അതായത് ബൈ ലിപ്പിഡ് ലെയർ. അപ്പോൾ ഇത് രണ്ടും ലിപ്പിഡ് ലെയർ. ഈ ലിപ്പിഡ് ലെയറിൽ എംബഡ് ചെയ്ത് ആരുണ്ട്? പ്രോട്ടീൻസ് ഉണ്ട്. ഇതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. 3, പ്രോട്ടീൻസ് എംബഡ് ഇൻ എ പോളിമർ ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾ. ഗ്ലൂക്കോസിൽ എംബഡ് ചെയ്ത്, കാർബോഹൈഡ്രേറ്റ് എംബഡ് ചെയ്ത് പ്രോട്ടീൻ കാണും. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്.
4 പ്രോട്ടീൻസ് എംബഡ് ഇൻ കാർബോഹൈഡ്രേറ്റ് ലെയർ. ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞതിന്റെ തന്നെ മറ്റൊരു ഫോം പറയുന്നു കാർബോഹൈഡ്രേറ്റ് ലെയർ. നമുക്കറിയാം ഒരു പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ അവിടെ 2 ഫോസ്ഫോലിപ്പിഡ് ലെയർ ഉണ്ട്, ഫോസ്ഫോലിപ്പിഡ് ബൈ ലെയർ ഉണ്ട്. അതിൽ എംബഡ് ചെയ്ത് ആര് കിടപ്പുണ്ട്? പ്രോട്ടീൻസ് ഉണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി കോൾഡ് ആസ് എ ബയോ മെംബ്രെയിൻ. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ദാറ്റ് ഇസ് പ്രോട്ടീൻസ് എംബഡ് ഇൻ എ ഫോസ്ഫോലിപ്പിഡ് ബൈ ലെയർ. Now moving into the next question, number 42. The main area of various type of activities of a cell. ഒരു സെല്ലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എല്ലാം നടക്കുന്നത് എവിടെയാണ്? പ്ലാസ്മ മെംബ്രെയിൻ, മൈറ്റോകോൺഡ്രിയ, സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ്. അല്ലേ? ഇറ്റ്സ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഇസ് ക്ലിയർ, ഇറ്റ് ഇസ് കാരണം സൈറ്റോപ്ലാസത്തിൽ വെച്ചാണ് ആ സെല്ലിൻ്റെ മിക്കവാറുള്ള എല്ലാ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ്, ഗ്ലൈക്കോളിസ് തൊട്ട് മെജോറിറ്റി ഓഫ് ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി നടക്കുന്ന എവിടെ തന്നെയാണ്? ടേക്സ് പ്ലേസ് ഇൻ ദ സൈറ്റോപ്ലാസം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. Now question number 43. Which one of the following has its own DNA? സ്വന്തമായിട്ട് DNA ഉള്ളത് ആർക്കാണ്? സെമി ഓട്ടോണോമസ് ഓർഗനിലായിട്ടുള്ള മൈറ്റോകോൺഡ്രിയയ്ക്കും ക്ലോറോപ്ലാസ്റ്റിനും. ഓപ്ഷൻസ് നോക്കാം. മൈറ്റോകോൺഡ്രിയ, ഡിക്റ്റിയോസോം, ലൈസോസോം, പെറോക്സിസോം. പുതിയൊരു ടേം കേട്ടു, ഡിക്റ്റിയോസോം. ഡിക്റ്റിയോസോം എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ ദ ഗോൾജി അപ്പാരറ്റസ് ദാറ്റ് ആർ ഫൗണ്ട് ഇൻ പ്ലാന്റ്സ്. നമ്മൾ പ്ലാന്റ്സിൽ കാണുന്ന ഗോൾജി അപ്പാരറ്റസിനെ പൊതുവെ വിളിക്കുന്ന പേരാണ് ഡിക്റ്റിയോസോംസ് എന്ന് പറയും. ഇപ്പോൾ ഗോൾജി അപ്പാരറ്റസ് ഫൗണ്ട് ഇൻ പ്ലാന്റ് ഇസ് കോൾഡ് ഡിക്റ്റിയോസോം. ആ ഒരു പുതിയ ടേം ആയതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്തതേ ഉള്ളൂ. സ്വന്തമായിട്ട് DNA ഉള്ള സെമി ഓട്ടോണോമസ് ഓർഗനിലായിട്ടുള്ള ആർക്ക് തന്നെയാണ്? മൈറ്റോകോൺഡ്രിയയ്ക്ക് തന്നെയാണ്. പിന്നെ ക്ലോറോപ്ലാസ്റ്റിനും ഉണ്ട്, പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ ക്ലോറോപ്ലാസ്റ്റ് ഇല്ല. Now question number 44. Which one of the following structures between two adjacent cells is an effective transport pathway? 2 അടുത്തടുത്ത് കിടക്കുന്ന സെല്ലുകൾ, ഇവർക്കിടയിലുള്ള ഏത് സ്ട്രക്ചറാണ് ഒരു സെല്ലിൽ നിന്ന് അടുത്ത സെല്ലിലോട്ട് മെറ്റീരിയൽസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള പാത്വേ അറ്റാക്ക് ചെയ്യുന്നത്? അപ്പോൾ 2 സെല്ലുകൾ അടുത്തടുത്ത്, A, B എന്ന് പറഞ്ഞാൽ 2 സെല്ലുകൾ അടുത്തടുത്ത്, ഇവർക്കിടയിലുള്ള ഏത് സ്ട്രക്ചർ, ഇവർക്കിടയിലുള്ള ഏതോ ഒരു സ്ട്രക്ചർ, ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ട്രാൻസ്പോർട്ട് ഓഫ് മെറ്റീരിയൽ ഫ്രം A to B ഓർ ഫ്രം B to A. ആ സ്ട്രക്ചറിന്റെ പേര്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ പ്ലാസ്മോഡെസ്മേറ്റ, ഓപ്ഷൻ ബി പ്ലാസ്റ്റോക്വിനോൺ, ഓപ്ഷൻ സി എൻഡോപ്ലാസ്മ റെറ്റിക്കുലം ആൻഡ് ഓപ്ഷൻ ഡി പ്ലാസ്മ ലെമ്മ. നമുക്കറിയാം 2 അടുത്തടുത്തുള്ള സെല്ലിന്റെ സൈറ്റോപ്ലാസങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന സൈറ്റോപ്ലാസ്മിക് സ്ട്രാൻഡിനെ പറയുന്ന പേരാണ് ഇറ്റ് ഈസ് കോൾഡ് പ്ലാസ്മോഡെസ്മേറ്റ. ദേ ആർ ദ സൈറ്റോപ്ലാസ്മിക് സ്ട്രാൻഡുകളാണ്, സൈറ്റോപ്ലാസ്മിക് സ്ട്രാൻഡ് ആണ്. ഇവരെന്ത് ചെയ്യും? ഒരു സെല്ലിന്റെ സൈറ്റോപ്ലാസവും തൊട്ടടുത്ത് കിടക്കുന്ന സെല്ലിന്റെ സൈറ്റോപ്ലാസവും തമ്മിൽ കണക്ട് ചെയ്യുന്നവരാണ്. ഇവിടെ പറഞ്ഞേക്കുന്നത് ഇറ്റ് ആക്ട് ആസ് എ പാത്വേ ഫോർ ദ ട്രാൻസ്പോർട്ട് ഓഫ് മെറ്റീരിയൽസ് ആണ്. സോ ഇറ്റ് ഈസ് ക്ലിയർ ഫ്രം ദ ഓപ്ഷൻ, ഇറ്റ് ഈസ് ഓപ്ഷൻ എ, ദാറ്റ് ഈസ് പ്ലാസ്മോഡെസ്മേറ്റ. പ്ലാസ്റ്റോക്വിനോൺ എന്ന് പറയുന്നത് ദേ ആർ ഇലക്ട്രോൺ കാരിയേഴ്സ് ആണ്. ഫോട്ടോസിന്തസിസിനും റെസ്പിറേഷനിലും ഒക്കെ ഇലക്ട്രോണിനെ ക്യാരി ചെയ്യുന്നതാണ് പ്ലാസ്റ്റോക്വിനോൺ. ബാക്കി ഓപ്ഷൻസ് ഓൾറെഡി അറിയാവുന്ന ടേംസ് ആണ്. Now question number 45. An elaborate network of a filamentous proteinaceous structure present in the cytoplasm which helps in the maintenance of cell shape is called. സെല്ലിന്റെ ഉള്ളിൽ കാണുന്ന നെറ്റ്വർക്ക് ഓഫ് പ്രോട്ടീനേഷ്യസ് പാർട്ടിക്കിൾ വിച്ച് പ്രൊവൈഡ് ഷേപ്പ് ടു ദ സെൽ. നമ്മുടെ സെല്ലിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന നെറ്റ്വർക്കാണ് നെറ്റ്വർക്ക് ഓഫ് പ്രോട്ടീൻ സ്ട്രക്ചേഴ്സ്. ഇങ്ങനെ നെറ്റ്വർക്ക് ആയിട്ട് കാണുന്ന പ്രോട്ടീൻ സ്ട്രക്ചേഴ്സ്, ഇവരാണ് സെല്ലിനെ നിവർത്തി നിർത്തുകയും ചുരുക്കി നിർത്തുകയും ചെയ്യുന്ന ആ സെല്ലിന് ഡെഫിനിറ്റ് ഷേപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈസ് ഇറ്റ് തൈലക്കോയിഡ്, എൻഡോപ്ലാസ്മ റെറ്റിക്കുലം, പ്ലാസ്മ ലെമ്മ ഓർ സൈറ്റോസ്കെൽറ്റൻ? അല്ലേ, നമുക്ക് ഡയറക്റ്റ് നമ്മൾ സൈറ്റോസ്കെൽറ്റൻ എക്സ്പ്ലനേഷൻ പഠിക്കുന്നത് തന്നെ ഇറ്റ്സ് എ നെറ്റ്വർക്ക് ഓഫ് ഫിലമെന്റസ് പ്രോട്ടീനേഷ്യസ് സ്ട്രക്ചർ വിച്ച് പ്രൊവൈഡ് ഷേപ്പ് ടു ദ സെൽ എന്നാണ് ക്വസ്റ്റ്യൻ. ആ ഡെഫിനേഷൻ അതുപോലെ തന്നിട്ട് ചോദിച്ചേക്കുവാ ടേം എന്താണ്? ഇറ്റ് ഈസ് കോൾഡ് സൈറ്റോസ്കെൽറ്റൻ. ഇറ്റ് ഈസ് ഓൾസോ ക്ലിയർ ഫ്രം ദ ഓപ്ഷൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇറ്റ് ഈസ് സൈറ്റോസ്കെൽറ്റൻ ആണ്. സോ ഇതോടുകൂടി നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ 45 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആ ചാപ്റ്റർ നമ്മളോട് കംപ്ലീറ്റ് ആയി. സോ താങ്ക് യു.